നമ്മുടെ സംഘടനയിൽ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളെ കൂടി നമ്മുടെ സംഘടന സന്ദേശങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഉള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥമായ ഒരു സൃഷ്ടിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, മഖ്സദ് ഹയാത്ത്, ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം, ഇവിടെ നേരത്തെ പ്രിയപ്പെട്ട സുഹൃത്ത് ആശ്വാസിപ്പിക്കുകയുണ്ടായി. അത് അള്ളാഹുവിന്റെ പ്രീതി, അള്ളാഹുവിന്റെ താല്പര്യത്തിനനുസരിച്ച് ദുനിയാവിൽ ജീവിച്ച് കാലാകാല ആഖിറം രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. ജീവിതം കൊണ്ട് അൾട്ടിമേറ്റ് എയിം, ജീവിതത്തിന്റെ എന്താ പറയാ മഖ്സദ്, യഥാർത്ഥമായ പരമമായ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയാണ്. അതിനിടയിൽ വരുന്ന എല്ലാ സംഗതികളും, അതിനിടയിൽ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് നിയതിതമായ സമയത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷം ഭൂമിയിലേക്ക് എത്തിയത് മുതൽ മറ്റൊരാളുടെയും സഹായമില്ലാതൊന്ന് മേലനങ്ങാൻ പോലും കഴിയാത്ത നന്നീ ചെറിയ കുരുന്നു പ്രായം മുതൽ പിന്നീട് വരുന്ന ലൈഫ് സൈക്കിൾ, ജീവിതത്തിന്റെ ചക്രം, ഈ ചക്രം പൂർത്തീകരിക്കുന്നതിനിടയിൽ ചിലപ്പോ ശൈശവം, ടീനേജ്, യുവത്വം, വാർദ്ധക്യം സ്വാഭാവികമായി വരുന്ന സൈക്കിൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ അല്ലാഹു ദുനിയാവിൽ ആ സൃഷ്ടിക്ക് മധ്യവയസ്കരെ തർത്തീബാക്കാത്ത സൃഷ്ടിയാണെങ്കിൽ യുവത്വത്തിൽ അല്ലാഹു തിരിച്ചു വിളിച്ചേക്കാം. യുവത്വം ദുനിയാവിൽ തർത്തീബാക്കാത്ത സൃഷ്ടിയാണെങ്കിൽ ചെറുപ്രായത്തിൽ തിരിച്ചു വിളിച്ചേക്കാം, ടീനേജിൽ തിരിച്ചു വിളിച്ചേക്കാം. മാതാവിന്റെ ഗർഭപാത്രത്തിനപ്പുറം ആ സൃഷ്ടിയിൽ അല്ലാഹു ഒരു തർത്തീബ് കാണുന്നില്ലെങ്കിൽ നമ്മൾ പറയും ചാപ്പിള്ളയാണ്. അവിടം വെച്ച് അല്ലാഹു അതിന്റെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ സംക്രമണത്തിനിടയിൽ, ഈ ലൈഫ് സൈക്കിളിനിടയിൽ നമ്മുടെ ജീവിതം പരമമായ ലക്ഷ്യത്തിൽ എത്തിപ്പെടണം. ഖുർആൻ വിവിധ സ്ഥലങ്ങളിലായി ബോധനം നടത്തുന്നുണ്ട്. സൃഷ്ടിപ്പിനാധാരം, മനുഷ്യവർഗത്തിന്റെയും ജിന്നിവർഗത്തിന്റെയും സൃഷ്ടിപ്പിനാധാരം അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. മറ്റൊരു ലക്ഷ്യം അള്ളാഹു സൃഷ്ടിയെ കൊണ്ട് ആഗ്രഹിക്കുന്നില്ല, മറ്റൊരു ലക്ഷ്യമില്ല. അപ്പൊ സ്വാഭാവികം എന്താവണം? നമ്മുടെ എല്ലാ ശ്വാസനിശ്വാസവും കൃത്യം അതെന്താവണം? അത് ഇബാദത്തായി തീരുക തന്നെ വേണം. ഇബാദത്തല്ല എന്നുണ്ടെങ്കിൽ എന്തല്ല? സൃഷ്ടാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിച്ച, സൃഷ്ടിപരമായി സൃഷ്ടാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിച്ച സൃഷ്ടാവിന്റെ ലക്ഷ്യത്തിന് വിഭിന്നമാണ്. സ്വാഭാവികമായ എല്ലാ ഘടകങ്ങളും. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം കൃത്യം ക്ലിയർലി ഡിഫൈൻഡ് ആണ്. ഇതിനകത്ത് പറയാതെ പോയതോ, ഇതിനകത്ത് വിവരിക്കാതെ പോയതോ, ഇതിനകത്ത് ഒരു ഊഹാപോഹങ്ങൾക്കോ നമ്മുടെ ബുദ്ധിയുടെ അപ്ലിക്കേഷനോ യാതൊരു സ്വാധീനവും ചെലുത്തേണ്ടതില്ലാത്ത വിധം കൃത്യം ക്ലിയർ ഡിഫൈൻഡ് ആണ് ഇസ്ലാം. സ്വാഭാവികം നമ്മുടെ പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം എന്താവണം? തീർച്ചയായിട്ടും ഇബാദത്താവണം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ദുനിയാവിന്റെ താൽക്കാലിക ഏറ്റക്കുറച്ചിലുകളുടെ ലഭിച്ചില്ലെന്ന് വന്നേക്കാം. എന്തായിത്തീരില്ല? അള്ളാഹു സൃഷ്ടിയിൽ നിന്ന് ആഗ്രഹിച്ച സൃഷ്ടാവിന്റെ താല്പര്യത്തിൽ അധിഷ്ഠിതമാവില്ല രാഷ്ട്രീയം, ഇബാദത്തല്ലാതെ പോയാൽ. പറയപ്പെടുന്നത് ദുനിയാവിലെ ജീവിതം അള്ളാഹു പരീക്ഷണത്തിന് വേണ്ടി വെച്ചതാണ്. പരീക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മോഡ് ഓഫ് എക്സ്പെരിമെന്റ് ഡിഫറെന്റ് ആയിരിക്കും. ഒരാൾ അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടി നിജപ്പെടുത്തിയ മാർഗം, മെത്തേഡ് വ്യത്യസ്തമായിരിക്കും. ചില ആളുകൾ, നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾക്ക് അള്ളാഹു സമ്പാദ്യം നൽകും. ഒരുപക്ഷെ 4 കുഞ്ഞുങ്ങൾ ഒരു മാതാപിതാക്കൾക്ക്, 4 കുട്ടികൾ വളർന്നു വലുതാകുമ്പോ ഒന്നാമത്തവൻ സാമ്പത്തികമായി സമൃദ്ധിയുള്ളവൻ, രണ്ടാമത്തവൻ പോരാ, മൂന്നാമത്തവൻ തിരക്കേടില്ല, നാലാമത്തവൻ ഒരുപക്ഷെ പരമദരിദ്രൻ. സൃഷ്ടിച്ചതൊരാളാണ്, സൃഷ്ടിക്കപ്പെട്ടതൊരു കുടുംബത്തിലാണ്, ജന്മം നൽകിയത് ഒരു മാതാവാണ്, കുടുംബ പശ്ചാത്തലമാണ്. പക്ഷേ അള്ളാഹു വിവിധ വകഭേദങ്ങളായി തിരിച്ചു കാണിക്കുകയാണ്. എന്തിനാണ്? പരീക്ഷണത്തിനുള്ള ഡിഫറന്റ് മെത്തേഡ് ഓഫ് എക്സ്പെരിമെന്റ് ആണ്. സാമ്പത്തികം അള്ളാഹു ഒരാൾക്ക് നൽകുന്നതിന് അടിസ്ഥാനം എന്തല്ല? അള്ളാഹു ആ സൃഷ്ടിയെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നേ അല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകുന്നതാണ്. സാമ്പത്തികം അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ സൃഷ്ടിക്ക് നൽകുന്നതായിരുന്നുവെങ്കിൽ ദാരിദ്ര്യം എന്താവും? അള്ളാഹു ഇഷ്ടപ്പെടാത്തവന് കൊടുക്കുന്നതാവണം. സമ്പാദ്യത്തിന്റെ അള്ളാഹു സൃഷ്ടിയിലേക്ക് നൽകുമ്പോൾ അള്ളാഹു ആഗ്രഹിക്കുന്ന ഒരേ ഒരു ലക്ഷ്യം എന്താണ്? ഇവന്റെ നിലപാട്. എനിക്ക് തോന്നുകയാണ്, ഞാൻ ഈ സമ്പാദ്യം ഉണ്ടാക്കിയത് എന്റെ കപ്പാസിറ്റിയാണ്. ഞാൻ കൃത്യമായി ബിസിനസ് പ്ലാൻ ചെയ്തു, ഞാൻ ആ സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തി, ബിസിനസ് സംവിധാനിച്ചു. അവിടെ അതിനകത്ത് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഞാൻ അതിന്റെ എല്ലാ പഴുതുകളും അടച്ചു. ഞാൻ ശാസ്ത്രീയമായി ബിസിനസ് നടത്തി കൊണ്ടുവന്നു. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പൈസയാണ്. അപ്പൊ എന്റെ പൈസ എന്നോട് പറയാണ്, അത് നീ നിനക്ക് ഇഷ്ടമുള്ള
അതുപോലെ ചെലവഴിക്കാം. ചിലപ്പോൾ നമ്മൾ പറയും എന്റെ പൈസ കൊണ്ട് സംഗതി തീരുമാനാക്കാൻ എനിക്ക് വയ്യാഞ്ഞിട്ടല്ല, ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. പണ്ഡിതന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു മുർത്തദായി പോകുന്ന വാക്കാണ്. എന്നുവെച്ച് കഴിഞ്ഞാൽ ഈ സമ്പാദ്യം, ഇത് നീതി ന്യായവും ഇതിനകത്ത് അല്ലാഹുവിന്റെ കൽപ്പനയൊന്നും ബാധകല്ല. ഈ സമ്പാദ്യം എന്റെ കപ്പാസിറ്റിയാണ്. അതുകൊണ്ട് ഞാൻ സൃഷ്ടിച്ചെടുത്ത എന്റെ കപ്പാസിറ്റി കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിർവഹിക്കുമെന്ന് എന്റെ സമ്പാദ്യം എന്നെ തോന്നിപ്പിച്ചാൽ സംശയം വേണ്ട, അല്ലാഹുവിന്റെ ദുനിയാവിലെ സമ്പാദ്യം കൊണ്ടുള്ള പരീക്ഷണത്തിൽ ഞാൻ പരാജയപ്പെടുക. അതല്ല കസ്റ്റോഡിയൻ, താൽക്കാലിക കൈകാര്യം. മാതാവിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത് മുതൽ 3 കഷ്ടം തുണിയിൽ അവസാനിക്കുന്നതിന് വരെ ഇടയിലുള്ള കാലഘട്ടം ആ ആൾക്ക് പകരം എന്നെ ഏൽപ്പിച്ചു. എന്നോട് എന്റെ സമ്പാദ്യം പറയാണ്, അത് നീ ദുരുപയോഗം ചെയ്യില്ല, നീ നിന്റെ ഇഷ്ടം കാണിക്കല്ല, നിന്നിലേക്ക് അള്ളാഹു താല്പര്യപ്പെടുന്ന അള്ളാഹു നിയതിതമാക്കിയിട്ടുള്ള മാർഗത്തിനപ്പുറം ഈ സമ്പാദ്യം കൊണ്ട് നീ ഉപയോഗിച്ചു പോകല്ല, ഇതില്ലാത്തവന് കൊടുക്കൂ, പ്രയാസപ്പെടുന്നവന് സഹായിക്കൂ, താങ്ങാവുന്നവന് നൽകൂ എന്നെ സമ്പാദ്യം എന്നെ കൊണ്ട് തോന്നിപ്പിച്ചാൽ ഞാൻ ആ സമ്പാദ്യം എന്നുള്ള പരീക്ഷണത്തിൽ വിജയിക്കുകയാണ്. ദാരിദ്ര്യം ഇഷ്ടപ്പെടാത്തവന് കൊടുക്കുന്നതല്ല. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളൊക്കെ ഉണ്ടാവും. നല്ല കൃത്യമായി ഞാൻ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് ഒരു വിശ്വാസിയുടെ പ്രബലത്തിനെ കുറിച്ച് സൂചിപ്പിക്കാനാണ് ഈ കാര്യത്തിനെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് മുസ്ലിം എന്നുള്ള നമ്മുടെ വ്യത്യസ്തമായ യഥാർത്ഥമായ നമ്മുടെ വിശ്വാസത്തിന്റെയും പൊളിറ്റിക്സിന്റെയും ഒരു ബേസ് സൂചിപ്പിക്കാനാണ് ഈ കാര്യം സൂചിപ്പിക്കുന്നത്. ദാരിദ്ര്യം നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ നല്ല നമസ്കാരവും കൃത്യമായ അമലുകളൊക്കെ എടുക്കുന്ന ഒരാൾ ഒരു പക്ഷേ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വിജയിച്ചു കൊള്ളുന്നില്ല. നമ്മുടെ ദൃഷ്ടിയിൽ വിജയമായിരിക്കില്ല. ചിലപ്പോൾ എല്ലാ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒരുപക്ഷെ ധാർമ്മികമായി കുഴപ്പങ്ങളൊക്കെ കാണിക്കുന്ന ആൾ സംഗതികളൊക്കെ വിജയിക്കുന്നതും കാണും. അപ്പൊ നമ്മൾ പറയും സാധാരണ ഇപ്പോഴൊക്കെ ദലാലിനാണ് ബർക്കത്ത്. നമ്മൾ വിചാരിച്ചു പോയതാണ് എന്ത് സമ്പാദ്യം അള്ളാഹുവിന്റെ ബർക്കത്തിന്റെ പ്രതീകമാണ്. ദാരിദ്ര്യം അള്ളാഹു ഇഷ്ടപ്പെടാത്തവന് കൊടുക്കുന്നതായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുമായിരുന്നില്ല. ദുനിയാവിൽ ഒരു സൃഷ്ടി അള്ളാഹു സ്നേഹപൂർവ്വം പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ മുത്ത് റസൂലാണ്. ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നുണ്ട്, പ്രവാചകന്റെ ഭാര്യമാരിൽ നിന്ന് റിവായത്ത് ചെയ്ത ഹദീസിന്റെ ഒരു ആശയത്തിൽ വരുന്നുണ്ട്, 3 ചന്ദ്രമാസപ്പിറവി പ്രവാചകന്റെ വീട്ടിൽ കടന്നുപോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞുപോയി. എങ്ങനെ? ഒരു ഭാര്യയുടെ വീട്ടിൽ നിന്നും അടുപ്പിൽ നിന്നും വേവിച്ച ആഹാരം ഉണ്ടാക്കിയത് മൂലം പുക ഉയർന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസം തുടർച്ചയായി ഒരു നേരം ഭക്ഷണം പോലും പാകം ചെയ്യാനാവാത്ത കൊടിയ ദാരിദ്ര്യം കൊണ്ട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. ഓരോ ഇസ്ലാമിന്റെ യുദ്ധങ്ങൾക്ക് ഓരോ ചരിത്രമുണ്ട്. ബദർ പറയാണ് നിന്റെ ഈമാനാണ്, അംഗമലമല്ല. പരിമിതമെങ്കിലും സഹാബാക്കളുടെ എണ്ണത്തിനേക്കാൾ കൂടുതൽ ശത്രുപക്ഷമുണ്ടെങ്കിലും ഇത് അള്ളാഹുവിൽ തവക്കലായി സഹാബാക്കൾ യുദ്ധരണാങ്കണത്തിൽ നിൽക്കുമ്പോൾ അവർ മുന്നോട്ട് നോക്കുന്നതല്ലാതെ പിന്തിരിഞ്ഞോടുന്നില്ല. വിശ്വാസിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമായി ബദറിന്റെ രണാങ്കണത്തിൽ നിൽക്കുന്ന ബദരീങ്ങൾ മരണപ്പെട്ടു പോയവർ, അവരുടെ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അംഗബലമല്ല, ഈമാനാണ്, വിശ്വാസമാണ് അള്ളാഹു നോക്കുന്നത്. ഉഹുദ് പറയുന്നുണ്ട്, ഒരു മുഷാവറ ചേർന്ന ഒരു സംഘം ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ, കുറച്ചാളുകൾ കൂടി ഒരു മുഷാവറ ഒരു സംഘം ഒരു ഉത്തരവാദിത്തം, പിന്നീട് അതിൽ നിന്ന് നമ്മളുടെ താല്പര്യത്തിൽ അധിഷ്ഠിതമായി നിലപാട് മാറ്റിയാൽ നിനക്ക് പരാജയമായിരിക്കും ഉഹുദ് പഠിപ്പിക്കുക. ഓരോ സഹാബാക്കളെയും ഓരോ മലഞ്ചെരുവുകളിൽ ചുമതലയേൽപ്പിച്ച് യുദ്ധം പൂർത്തീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയതിനു ശേഷം നിങ്ങൾ തിരികെ വരണം എന്നേൽപ്പിച്ച സഹാബാക്കൾക്കിടയിൽ ആർക്കോ തോന്നി യുദ്ധത്തിൽ ശത്രുപക്ഷം പിന്തിരിഞ്ഞു പോയിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ അവശേഷിക്കുന്ന യുദ്ധമുതലുകളെടുക്കാം. മുഷാവറ ചെയ്ത് ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് വ്യക്തിപരമായ ചിന്തക്ക് അധിഷ്ഠിതമായി നിലപാട് മാറ്റിയപ്പോ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വെല്ലുവിളികളുടെയും തിരിച്ചടികളുടെയും തുടക്കമെന്ന് ചരിത്രം വിശേഷിപ്പിച്ച പ്രവാചകന്റെ മുബാറക്കായ പല്ലുപോലും നഷ്ടപ്പെട്ട ഉഹുദിന്റെ രണാങ്കണ വീതിയിൽ താൽക്കാലികമായിട്ടാണെങ്കിലും ഇസ്ലാമിന്റെ പോരാളികൾക്ക് നഷ്ടമൊന്നും സംഭവിച്ചത് ഒരു ചിന്ത നമ്മോട് വിളിച്ചു പറയാണ്. കേവലം ഇസ്ലാമിന്റെ യുദ്ധങ്ങളൊന്നും ആയുധങ്ങളുടെ ബലാബല പരീക്ഷണമല്ല. ഓരോ ചരിത്രത്തിന്റെയും ഓരോ പലായനങ്ങളുടെയും ഓരോ പരിസ്ഥിതികളുടെയും വലിയ വലിയ വ്യാഖ്യാനങ്ങളും ലോകം അവസാനിക്കുന്നത് വരെയുള്ള ഉമ്മത്തുകൾക്ക് പാഠങ്ങളാകേറുന്ന ഒരുപാട് തിരുശേഷിപ്പുകളുമാണ് ഇസ്ലാമിന്റെ ഓരോ കലം. ഹന്തക്കിന്റെ രണാങ്കണ ഭൂമിയിൽ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങോട്ടാണ്. ഒരു സഹാബി എന്ന് പറയാണ്, നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ച ചരിത്രം, അല്ലാഹുവിന്റെ റസൂലെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, വിശപ്പ് കൊണ്ട് കടങ്ങു കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശത്രുപക്ഷം ചാടിയെത്താതിരിക്കാൻ വലിയ ഹന്തക്ക് കുഴിച്ചുകൊണ്ടിരിക്കുന്ന സഹാബാക്കളുടെ ഇടയിലേക്ക് സഹാബികളുടെ കൂട്ടത്തിൽ നിന്നൊരാൾ റസൂലിന്റെ അടുത്ത് വന്ന് പരാതി ബോധിപ്പിക്കുകയാണ്. ഭൂമി ലോകത്തിന്റെ സൃഷ്ടിപ്പിന് കാരണക്കാരനായ പരിശുദ്ധ പ്രവാചകൻ ഒരു കല്ല് വെച്ച് കെട്ടി പരാതി പറഞ്ഞോട് പറഞ്ഞു, നീ ഒരു കല്ല് വെച്ച് കെട്ടിയിട്ടാണ്, ഞാൻ 2 കല്ല് വെച്ച് കെട്ടിയിട്ടാണ് കടമുടിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെ ഏറ്റവും മൂർത്തമായ രൂപം. സഹബാക്കളുടെ ചരിത്രം പറയുന്നുണ്ട്, പച്ച ഇലകളും പച്ചവെള്ളവും മാത്രം കഴിച്ചതിനാൽ
പക്ഷിമൃഗാദികൾക്ക് സമാനമായിരുന്നു ഇവരുടെ മലമൂത്ര വിസർജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെ ഏറ്റവും തീക്ഷ്ണത. അപ്പൊ എന്തല്ല, അള്ളാഹു ദാരിദ്ര്യം കൊടുക്കുന്നത് ഇഷ്ടപ്പെടാത്തവന് കൊടുക്കുന്ന സംഗതിയല്ല. ചില ആളുകൾക്ക് അധികാരം, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ രംഗത്ത് പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, ബോധ്യപ്പെടേണ്ടത് നമ്മളിൽ ഉണ്ടാവേണ്ട ഉൾക്കാമ്പ്. അധികാരം എന്തല്ല, ഇപ്പോൾ ഇവിടെ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ ഉത്തരവാദിത്തത്തിൽ ചുമതല വഹിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ അധികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യ പ്രക്രിയയിൽ വന്നു ചേരുന്ന അധികാരം മാത്രമല്ല. എന്റെ വീട്ടിൽ എനിക്ക് 2 കുട്ടികളുണ്ടെങ്കിൽ ആ 2 കുട്ടികളുടെ അധികാരി ഞാനാണ്. 2 കുട്ടികളുടെ ഒരു കുട്ടിയോട് എനിക്കൊരു താല്പര്യം കുറവ്, മറ്റൊരു കുഞ്ഞിനോട് പ്രത്യേകിച്ചൊരു താല്പര്യം കൂടുതൽ, വലിയ വകവ്യത്യാസമൊന്നുമില്ല, ഏതോ നേരിയൊരു കോർണർ വ്യത്യാസം, സംശയം വേണ്ട. വിധിവിചാരണ നാളിൽ മാഷറ മരുഭൂമിയിൽ സൂര്യൻ ഒലിച്ചാണകലത്തിൽ നിൽക്കുന്ന നാളത്തെ ചോദ്യനാളിൽ ഇതിന്റെ പേരിൽ ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയാൻ ബുദ്ധിമുട്ടും. നീതിമാനായ ഭരണാധികാരി. അധികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഞ്ചായത്ത് മെമ്പർ മാത്രമല്ല, ഇപ്പൊ ഒരു യൂത്ത് ലീഗിന്റെ ഉത്തരവാദിത്തം കുറച്ച് 10 പേർ കൂടി ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അവിടുത്തെ അധികാരി അവനാണ്. ഒരു മഹലിന്റെ ഉത്തരവാദിത്തം 10 പേർ ചേർന്ന് മഹലിന്റെ ആളുകൾ കൂടി ഏൽപ്പിച്ചാൽ അവനാണ്. ഏതേത് കൂട്ടായ്മയാണ് മുഷാവറ ചേർന്ന് സംഘം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം, അതാണ് ഇസ്ലാമിന്റെ അധികാരി. അതല്ലായിരുന്നുവെങ്കിൽ ജനാധിപത്യമാണ് അധികാരം ഇസ്ലാമിന്റെതെങ്കിൽ അറബി നാടുകൾക്ക് ഒരുപക്ഷെ ഈ അധികാരത്തിന്റെ പേരിൽ പ്രയാസം ഉണ്ടാവില്ല. കാരണം അവിടുത്തെ അധികാരം മറ്റൊരു വ്യവസ്ഥയിലില്ല. ഏഷ്യൻ രാജ്യങ്ങൾക്ക് മറ്റൊന്നായിരിക്കും, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മറ്റൊന്നായിരിക്കും, അമേരിക്കൻ നാടുകൾക്ക് മറ്റൊന്നായിരിക്കും. അങ്ങനെ ആയിക്കൂടെ. ഇസ്ലാം ഈസ് എ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. ഭൂമിയിൽ സൂര്യന്റെ രശ്മികൾ എത്തുകയും ജീവൻ നിലനിൽക്കുകയും ചെയ്യുന്ന ഏതേത് മണ്ണിലും ഒരുപോലെ ഇസ്ലാം ഒരുപോലെ അപ്ലിക്കബിളാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ അപ്ലിക്കബിളായ ഇസ്ലാം ഇന്ത്യക്ക് അപ്ലിക്കബിൾ അല്ലാതിരിക്കാനൊക്കില്ല. അപ്പോ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അധികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘമേൽപ്പിച്ച ഉത്തരവാദിത്തം. ചിലപ്പോൾ അധികാരമൊന്നുമില്ലാത്ത അവസ്ഥ. നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ ഉണ്ടാവും, എല്ലാ സംഗതിയിലും പാർട്ടിന്റെ എല്ലാ ഉത്തരവാദിത്തത്തിലും ഉണ്ടാവും. കൊടി കെട്ടാൻ വിളിച്ചാൽ അവരായിരിക്കും ആദ്യം വരിക. ഒരു യോഗം വിളിച്ചാൽ എത്തുന്നതിന് മുമ്പ് അവരുണ്ടാവും ലീഗ് ഓഫീസിൽ ആദ്യമിരിക്കുന്നു. ചിലപ്പോൾ എല്ലാ നാട്ടിലും ഉണ്ടാവും അങ്ങനത്തെ ആളുകൾ. അപ്പൊ അവന്റെ ചങ്ങായിമാരൊക്കെ അവനോട് പറയും, അനക്കുണ്ട കാറ്റ്, വെറുതെ മറ്റവരൊക്കെ കണ്ടില്ല, ഇവരത് ഏർപ്പാടാണ്, ചുറ്റുപാടാണ്. ആളുകളെ നമ്മൾ ചിലപ്പോൾ പറയും അവൻ എല്ലാ സംഗതിക്കും വന്നു ചേർന്നാൽ ചിലപ്പോൾ ചില ആളുകൾ പറയും ഒരു കുഞ്ഞാപ്പാണെന്നൊക്കെ പറയും, കുഞ്ഞാപ്പൊരു മയാണ്, 2 മിനിറ്റ് കമ്മിയാന്നൊക്കെ പറയും. അല്ലാഹു റസൂൽ പറഞ്ഞു, നാളെ സ്വർഗത്തിൽ ഞാൻ കൂടുതലായി കണ്ടത് ഈ കൂട്ടരെയാണ്. ഏത് കൂട്ടരെന്ന് അറിയോ? നമ്മൾ ദുനിയാവിൽ മാർക്കിടാതെ പോയ ആളുകളുണ്ടല്ലോ, കുഞ്ഞാപ്പു എന്നൊക്കെ പറഞ്ഞു, നമ്മളാളെ കണക്കിലെടുത്തിട്ടില്ല. റസൂൽ പറയാണ് സ്വർഗത്തിൽ കൂടുതലായി കാണുന്നത് ഈ കൂട്ടരെയാണ്. ആരാ വിജയിച്ചത്? ദുനിയാവിലെ താൽക്കാലികമായ ചിന്തയിൽ നമ്മുടെ കാഴ്ചപ്പാടിലുള്ളവനാണോ, അതോ കാശ്വരമായിട്ടുള്ള സ്വർഗത്തിന്റെ ആദ്യം കടന്നു വരുന്ന അവരാണോ വിജയിച്ചത്? അടിമത്തം എന്തല്ല അള്ളാഹു ഇഷ്ടപ്പെടാ. അടിമത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ അടിമത്ത സാഹചര്യം അതുപോലെ നിലനിൽക്കുന്നില്ല. ആ കാലങ്ങളിൽ അടിമത്തം അള്ളാഹു ഇഷ്ടപ്പെടാത്തവന് കൊടുക്കുന്നതായിരുന്നുവെങ്കിൽ അള്ളാഹു റസൂൽ പറഞ്ഞു, നിയമത്തുകളെ കുറിച്ച് പറഞ്ഞു, ദുനിയാവിൽ മാതൃകാപരമായി ജീവിച്ച ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങളുടെ ഭാര്യമാരെന്നാണ് ഹൂഡ്ലിങ്ങളുടെ നേതാക്കന്മാരായി നിങ്ങൾക്ക് നിൽക്കും. അവിടെ വയസ്സുണ്ടാവില്ല, പ്രായം ഉണ്ടാവില്ല, വിഷമമില്ല, വാർദ്ധക്യമില്ല, അസുഖങ്ങളില്ല, പിന്നെന്താ പറയാ, മലമൂത്ര വിസർജനമില്ല, ഒന്നുമില്ല. എല്ലാത്തിന്റെയും പരിപൂർണമായ സമ്പൂർണ്ണ അവസ്ഥയിലുള്ള സ്വർഗം. സ്വർഗത്തിനെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഓരോ സ്വർഗവാസിനെയും കൊണ്ടുപോകാൻ റിസപ്ഷൻ ഇറങ്ങി വന്നൊരു മലക്ക് വരും. ആ മലക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോ കൈപിടിച്ച് ഇങ്ങനെ കൂടെ പോകുന്ന സ്വർഗവാസി വാതിലെത്തുമ്പോൾ അങ്ങനെ നിൽക്കുന്നതാണ്. പിച്ചാണെങ്കിലും കൊണ്ടുപോകാൻ വന്ന മലക്ക് പറയത്രേ, നമ്മൾ പോകേണ്ട ശരിയാ, ഗേറ്റിലെത്തിയിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ അനന്തമായ നിയമത്തുകളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞു, അനന്തമായ സ്വർഗത്തിൽ ഓരോ സ്വർഗവാസിക്കും ഒരു കൂട്ടുകാരനുണ്ടാകും. നാളെ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ അത് ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരിക്കും. സഹാബാക്കൾ ജീവന തുല്യം പ്രവാചകനെ സ്നേഹിച്ച ആയിരക്കണക്കിന് 10,000-കണക്കിന് സഹാബാക്കൾ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു റസൂൽ സെലക്ട് ചെയ്ത് പറയാണ്, ദുനിയാവിൽ വെച്ച് അവന്റെ ചരിത്രം പറയാണ്, ബിലാൽ റളിയല്ലാഹു അൻഹു അടിമ മാത്രമല്ല, ഗ്രേഡ് 3 അടിമയായിരുന്നു. കന്നുകാലികളെ നോക്കുന്ന കാണാൻ വിരൂപനായ കുറിയനായ തീരെ സുന്ദരനല്ലാത്ത, എന്നാൽ ബിലാലിന്റെ ബാങ്കിനെ കുറിച്ച് ഇസ്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. മദീനയിൽ നബവിയിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ദഅവത്ത് ലോകം മുഴുവൻ പ്രഭയായി പടരുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുമ്പോൾ പക്ഷിമൃഗാദികൾ പോലും അതിന്റെ സൗന്ദര്യം ആസ്വദിക്കുമായിരുന്നു എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം. എത്ര സുന്ദരമായ പ്രവാചകന്റെ ദഅവത്ത്, ബിലാലിന്റെ ബാങ്ക് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വലിയ തങ്കലിപികളിൽ ആലേഖനം ചെയ്ത സംഗതികളാണ്.
പറയുന്നുണ്ട് അള്ളാഹു റസൂൽ മരണപ്പെട്ട സമയം ഓരോ സഹാബി ഓരോരുത്തർ ഓരോ രീതിയിൽ ആരാണ് പറയുന്നത് തലയെടുക്കുമെന്നും ഓരോരുത്തർ ഓരോ രീതിയിൽ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാണ്. ബിലാൽ മസ്ജിദ് നബവിയിൽ സ്ഥിരമായി ബാങ്ക് കൊടുക്കുക അത്രേ. ബാങ്ക് കൊടുക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഘട്ടത്തുമ്പോൾ പ്രവാചകൻ തന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടിട്ടുണ്ടാവും. പ്രവാചകന്റെ വീടും മസ്ജിദ് നബവിയുടെ മിമ്പറും എന്താണ് സ്വർഗത്തിന്റെ പൂന്തോപ്പിടമെന്ന് പറഞ്ഞാൽ കുറഞ്ഞ സ്ഥലം, രണ്ടും തൊട്ടടുത്ത് തന്നെ, നോക്കിയാൽ കാണാവുന്നതല്ലെങ്കിൽ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ എത്താവുന്ന ദൂരത്തിലുള്ള പരിമിതമായ ഇടം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഘട്ടത്തുമ്പോൾ പ്രവാചകൻ വീട്ടിൽ നിന്ന് പുറപ്പെടും. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഘട്ടമെത്തുമ്പോൾ പ്രവാചകൻ ഒന്നാമത്തെ സഫിൽ ആഗതമാവും. മദീന നിവാസികൾക്ക് ഇതൊരു ചിരപരിചിതമാണ്. പ്രവാചകൻ മരണപ്പെട്ടു. ബിലാൽ റളിയല്ലാഹു അൻഹു വീണ്ടും ബാങ്ക് കൊടുക്കുകയാണ്. ബാങ്ക് കൊടുത്ത ഘട്ടത്തിയപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഘട്ടമെത്തിയപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു അറിയാതെ വീട്ടാത്തേക്ക് നോക്കി, എവിടെ എന്റെ പ്രവാചകൻ? കുറച്ച് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഘട്ടമെത്തിയപ്പം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്തയിലേക്ക് തിരികെ വന്നു, പ്രവാചകൻ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി പോയിട്ടുണ്ടല്ലോ. ഇസ്ലാമിന്റെ ചരിത്രം പറയാണ്, വിഷമം കൊണ്ട് ഗദ്ഗദനായി ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് എങ്ങനെയൊക്കെയോ മുഴുമിപ്പിച്ചു. ആരൊരുത്തൻ തന്നെക്കാൾ തന്റെ ശരീരത്തിനേക്കാൾ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും സ്നേഹിക്കുന്നുവോ അപ്പോഴാണ് അവൻ യഥാർത്ഥമായ വിശ്വാസിയാകുന്നത് എന്ന് ഇസ്ലാമിന്റെ ചിന്ത, കൽപ്പന ഓരോ രോമങ്ങളിലും സന്നിവേഷിച്ച സഹബിവര്യന്മാർ പറയാണ്. ദുഃഖം കൊണ്ട് ഡമസ്കസിലെ ഏതോ ഒരു മരുഭൂമി പ്രദേശത്തേക്ക് പലായനം ചെയ്തു ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ താമസിക്കാൻ ആരംഭിച്ചു അത്ര. ഒരു ദിവസം സ്വപ്നത്തിൽ പ്രവാചകനോട് അള്ളാഹുവിന്റെ റസൂൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, സ്വപ്നത്തിൽ, ബിലാലെ എന്തിനാണ് നീ എന്നെ വിട്ടുപിരിഞ്ഞു പോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മദീനയിൽ നബവിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകന്റെ അടുത്ത് എന്തിനാണ് ബിലാലെ നീ ഇത്ര വിദൂരമായ ഡമസ്ക് പോയത് എന്ന് ചോദ്യം കേട്ടപ്പോ ചരിത്രം പറയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു തിരികെ വന്ന് ആളുകൾക്ക് വലിയ സന്തോഷമായി. പ്രവാചകൻ പോയതിനാൽ ശൂന്യമായിരുന്ന മദീനയുടെ പ്രഭ തിരിച്ചു വന്നു എന്ന് ആളുകൾ സംശയിച്ചു. ചരിത്രം പറയാം. ബിലാൽ റളിയല്ലാഹു അൻഹു ഒന്ന് കൊടുക്കു ബിലാൽ. ആളുകൾ നിർബന്ധിച്ചപ്പോൾ വീണ്ടും ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തു. ജനങ്ങൾക്ക് വലിയ പ്രവാചകന്റെ കാലഘട്ടം തിരികെ മനസ്സിലേക്ക് കടന്നു വന്നുവെന്നാണ്. സന്തോഷവാന്മാരായി ജനങ്ങൾ തുള്ളിച്ചാടുന്നതിനിടയിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് വീണ്ടും പ്രവാചകന്റെ സാന്നിധ്യമില്ലായ്മ മനസ്സിലേക്ക് കടന്നു വരികയും മുൻപ് സംഭവിച്ചതുപോലെ തന്നെ പ്രവാചകനോടുള്ള ഹൃദയത്തിന്റെ സ്നേഹം കൊണ്ട് മുഴുമിപ്പിച്ച ബാങ്കിന് ശേഷം പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു നമസ്കാരം പൂർത്തിയാക്കി. ഇതുപോലെ മരുഭൂമി പ്രദേശത്ത് അഥവാ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സഹാബക്കളുടെ കൂട്ടത്തിൽ ബിലാലില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിഷയത്തിലേക്ക് വരാം. എന്തല്ല അധികാരമില്ലാത്തത്, എന്തല്ല അള്ളാഹുവിന്റെ താല്പര്യക്കുറവിന്റെ ഒരു പ്രതീകമല്ല. അപ്പൊ എന്ത്? സമ്പാദ്യം, ദാരിദ്ര്യം, അധികാരം, അടിമത്വം, ആരോഗ്യം. എനിക്ക് തോന്നുന്നു എന്റെ ആരോഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല കൃത്യം ഭക്ഷണം കഴിക്കും, ഞാൻ എന്താ പറയാ എക്സസൈസ് ചെയ്തു. അതുകൊണ്ട് ഞാൻ പറയണം, ഇപ്പൊ എന്റെ ഒരു സഹോദരൻ എന്തെങ്കിലും ഒരു സംഗതി കൊടുക്കാനുണ്ട്, ഒരു സുഹൃത്തിന് കൊടുക്കാനുണ്ട്, ഞാൻ അവരുടെ ഒരു സംഗതി പറഞ്ഞ് കടം വാങ്ങി കൊടുക്കാനുണ്ട്. ആ ദിവസമായപ്പോ അവൻ ഒരു വട്ടം ചോദിച്ചു, രണ്ടോട്ടം ചോദിച്ചു, ഞാൻ കൊടുക്കുന്നില്ല. കുറച്ച് ദിവസമൊക്കെ തെറ്റിയപ്പോ പിന്നെ അവന് ആളുകൾക്കിടയിൽ വെച്ച് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞുതരാം, ഒരു സംഗതി പറഞ്ഞുതരാം, ഞാൻ അങ്ങാണ്ട് മനസ്സറിഞ്ഞ് കൈകാര്യം ചെയ്ത എന്റെ കാര്യം ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഞാൻ തീരുമാനിച്ച് എനിക്ക് മനസ്സുള്ളപ്പോ ഞാൻ തരും, മിണ്ടാൻ പാടില്ല. എന്റെ ആരോഗ്യം എന്നെ കൊണ്ട് അസാധുവിന് ചോദിക്കാൻ കഴിയില്ല, ആവതില്ല, ശരീരമില്ല, സംവിധാനമില്ല. അതുകൊണ്ട് എന്റെ ആരോഗ്യം കൊണ്ട് അവനെ പേരിടാമെന്നുള്ളത് കൊണ്ട് എന്റെ നീതിയും ന്യായവും എന്റെ ആരോഗ്യം തീരുമാനിക്കുമെന്ന് പറയുന്ന നഫ്സാണ് ഈ ആരോഗ്യം എനിക്ക് നൽകുന്നത്. നാളെ ഈ ആരോഗ്യത്തിന്റെ പേരിൽ ഞാൻ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ചിലപ്പോൾ അനാരോഗ്യം, അതും മറ്റൊരവസ്ഥയാണ്. അനാരോഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആരോഗ്യമുള്ളപ്പോ തോന്നണം എന്ത്, ഇത് സിഫത്ത് അള്ളാഹു തിരിച്ചെടുക്കണമെന്നില്ല, ഇതിന്റെ ഫ്ലോയിലൊരു വേരിയേഷൻ നടത്തിയാൽ മതി. അപ്പൊ നമ്മുടെ കൂട്ടത്തിലൊക്കെ ചിലപ്പോൾ നല്ല നാട്ടിലെ കാരണവരുണ്ടാവും, അളാപ്പ മൂത്താപ്പൊക്കെ ആളുകൾ, അവരെ ദിവസം നോക്കിയിട്ടാ ചിലപ്പോൾ കല്യാണം വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സൽക്കാരം വെക്കുള്ളൂ. കാരണം അത്രയും പ്രധാനപ്പെട്ട ആളുകളാണ് ഒരു നാട്ടിലെ നടപ്പിലുണ്ടാവും. ഇന്ന ആൾക്ക് ഒരു പക്ഷെ എന്തോ ചുറ്റുപാടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഡേറ്റ് ഒക്കെ തീരുമാനിക്കും, അയാളാപ്പാനോട് കൂടി ഒന്ന് ചോദിക്കണേ ആ ഡേറ്റ് പറ്റുമോ, എന്നിട്ട് വെച്ചാൽ മതി. കാരണം ഒരു സാമൂഹിക അംഗീകാരം. ആ എളാപ്പ സിഫത്തൊന്നും തിരിച്ചെടുക്കണ്ട. അള്ളാഹു ഈ ഫ്ലോ ഉണ്ടല്ലോ, നരമ്പില് ബ്രെയിനിലേക്ക് പോകുന്ന ബ്ലഡിന്റെ ഫ്ലോ, നമ്മുടെ ഈ ഹോസ്പിറ്റലൈസ് ഒക്കെ ചെയ്ത നഴ്സുമാർ ഈ ഗ്ലൂക്കോസിന്റെ ഇതിങ്ങനെ കൂട്ടുകയും കുറക്കും ചെയ്യും, ആ ചെറിയ ചക്രം ഒന്ന് കൂട്ടുകയും കുറക്കും ചെയ്യും. അള്ളാഹു ആ ബ്രെയിനിലേക്കുള്ള നരമ്പിന്റെ ഫ്ലോയിലൊന്ന് ചെറിയൊരു വേരിയേഷൻ വരുത്തിയാൽ, തിരിച്ചെടുത്താൽ കഴിഞ്ഞു, തീർന്നു. ഒരു വേരിയേഷൻ വരുത്തിയാൽ പിന്നെ ഈ സ്നേഹിച്ച് ബഹുമാനിച്ച് ദിവസം നോക്കി അളാപ്പ പറയുന്ന സംഗതി ചിലപ്പോൾ ബന്ധം ഉണ്ടാവില്ല. ആദ്യം പറഞ്ഞ് പിന്നെ പറയില്ല, പിന്നെ പറഞ്ഞ് പിന്നെ പറയില്ല. അപ്പൊ ചിലപ്പോൾ ആദ്യമൊക്കെ പറയും എളാപ്പാനെ ആൾക്കാരുടെ ഒക്കെ കൊണ്ടുവരില്ല. അപ്പോ എളാപ്പാനം കുറച്ചും കൂടി മോശമാണെങ്കിൽ എളാപ്പ ഇറങ്ങി വന്നാൽ ആരെങ്കിലും എളാപ്പാനെ നോക്കാൻ നോക്കും. എന്തിന്? ആളുകളുടെ എളാപ്പ വരുന്നുണ്ടോ? ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. അള്ളാഹു ഏതൊരവസ്ഥയിലാണോ എളാപ്പയാക്കി നമുക്ക് തന്നിരുന്നത് ആ അവസ്ഥയിൽ ഒരു മാറ്റം, പിന്നെ സിഫത്തിൽ ഒരു വേരിയേഷൻ, തിരിച്ചെടുത്തിട്ടില്ല വേരിയേഷൻ.
അപ്പൊ എനിക്ക് തോന്നണം എന്ത്, എന്റെ ശരീരത്തിന്റെ ഈ സിഫത്തുകൾ ഉണ്ടല്ലോ, ഇത് അള്ളാഹു തിരികെ എടുത്താൽ ഞാൻ സമ്പൂജ്യനാണ്. ഈ ആരോഗ്യം ഏത് നിമിഷവും അള്ളാഹു തിരികെ എടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഇത് പ്രയാസപ്പെടുത്താതെ ഉള്ള ആരോഗ്യം ഇല്ലാത്തവനെ സഹായിക്കാനാവണം എന്റെ ആരോഗ്യമെന്ന്. എന്റെ ആരോഗ്യമെന്ന് തോന്നിപ്പിക്കുന്നില്ലെങ്കിൽ ഈ അനാരോഗ്യം കൊണ്ട് പ്രയാസപ്പെടുന്നവനെ സഹായിക്കാനാണ് എന്റെ ആരോഗ്യമെന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, നടന്നു കയറാൻ കഴിയാത്ത ഒരു സഹോദരൻ സഹായം അഭ്യർത്ഥിക്കുമ്പോ നടന്നു കയറാൻ കഴിഞ്ഞ് സംവിധാനിക്കാൻ കഴിയുന്ന എനിക്ക് തോന്നണം ആ സഹോദരൻ ഉപകാരപ്പെടുന്നതാവണം എന്റെ ജീവിതം, എന്റെ ആരോഗ്യം എന്നെ കൊണ്ട് തോന്നിപ്പിച്ചാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഈ ആരോഗ്യത്തിന്റെ പേരിൽ ഒരു പക്ഷേ ഞാൻ രക്ഷപ്പെട്ടു വന്നേക്കാം. അപ്പൊ ദുനിയാവിലെ ജീവിതം ഒന്നുകിൽ സമ്പാദ്യം അല്ലെങ്കിൽ ദാരിദ്ര്യം, അധികാരം അടിമത്വം, ആരോഗ്യം അനാരോഗ്യം, ചിലപ്പോൾ മൂന്നും ഉണ്ടാവും. സമ്പാദ്യം ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, ചിലപ്പോൾ അധികാരം ഉണ്ടാവും. അപ്പൊ കരുതുക, ദ ടിപ്പിക്കൽ മോഡ് ഓഫ് എക്സ്പീരിമെന്റ് എന്താണ്? അള്ളാഹു അതിന്റെ മൂർത്തമായ ഭാവത്തിൽ എന്നെ പരീക്ഷിക്കുക. സമ്പാദ്യമില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ അള്ളാഹുവിന്റെ കോടതിയിൽ സമ്പാദ്യത്തിന്റെ പേരിൽ നിന്ന് ഇറക്കേണ്ടി വരുമായിരുന്നില്ല. ആരോഗ്യ പരിപക്ഷെ മോശമായിരുന്നുവെങ്കിൽ ആരോഗ്യത്തിന്റെ പേരിൽ ഞാൻ ദുൽമിന് അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ ബുദ്ധിമുട്ടേണ്ടി വരുമായിരുന്നില്ല. ഒരധികാരവും എനിക്കില്ലായിരുന്നുവെങ്കിൽ ഈ അധികാരം തന്റെ താല്പര്യത്തിന് അധിഷ്ഠിതമായി ചെലവാക്കിയതിന്റെ പേരിൽ ഞാൻ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ മുട്ടുപറക്കേണ്ടി വരില്ല. ഇത് മൂന്നും എനിക്കുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുക, ഏറ്റവുമായ ഭാവത്തിലാണ് അള്ളാഹു സൃഷ്ടി എന്ന നിലക്കെന്നെ പരീക്ഷിക്കുന്നത്. നമ്മുടെ ചിന്തകളിൽ ഉണ്ടാവേണ്ടത്, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത് ഈ ജീവിതത്തിനിടയിലുള്ള ഈ പറയുന്ന അവസ്ഥകളിൽ കടന്നു പോകുമ്പോ ഇതിന്റെ എല്ലാ അണുക്കളും ഓരോ ചലനങ്ങളും എന്താവണം? കൃത്യം ഇബാദത്താവണം. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനവും ലീഗിന്റെ എന്നല്ല ഞാൻ പറഞ്ഞു, ഒരു വിശ്വാസിയുടെ രാഷ്ട്രീയവും ഭൗതിക രാഷ്ട്രീയവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മുടെ കുട്ടികൾ, പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ ഇതിന്റെ ഒരു പശ്ചാത്തലം എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നറിയില്ല. നമ്മുടെ രാഷ്ട്രീയം എന്തല്ല, 18 വയസ്സായവനെ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്ത് കോണിച്ചിഹ്നത്തിൽ തന്നെ വോട്ട് വാങ്ങി പഞ്ചായത്തിലോ ബ്ലോക്കിലോ ജില്ലയിലോ ജയിച്ച് MLA-മാര് മന്ത്രിമാരുണ്ടാക്കി 5 വർഷം കൂടുമ്പോൾ വരുന്ന ജനാധിപത്യ പ്രക്രിയയിൽ ലീഗിന്റെ മെമ്പർമാരെ എത്തിക്കലല്ല നമ്മുടെ രാഷ്ട്രീയം, വിശ്വാസിയുടെ രാഷ്ട്രീയം. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പറയുന്നു, അവന്റെ ഈമാൻ, അവന്റെ അമലുകൾ, അവന്റെ കൊടുക്കൽ വാങ്ങലുകൾ, അവന്റെ അഖ്ലാഖുകൾ, അവന്റെ സാമൂഹിക ജീവിതം, ഇതഞ്ചും പ്രോപ്പർ മിക്സ് ആകുമ്പോഴാണ്, മിശ്രണമാകുമ്പോഴാണ് ഒരു വിശ്വാസി പൂർണ്ണമാകുന്നത്. രാഷ്ട്രീയം ഞാൻ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ അംഗീകാരം ഉണ്ടാക്കാൻ, ഞാനൊന്ന് ഷൈൻ ചെയ്യാനാണ് ഞാൻ ഈ രാഷ്ട്രീയം മനസ്സിൽ കരുതിയ നിയത്തെങ്കിൽ ഒരു സംശയം വേണ്ട, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഈ രാഷ്ട്രീയം എനിക്ക് സഹായിക്കണേ എന്ന് പറഞ്ഞ് ചെല്ലാൻ നോക്കില്ല. എന്റെ ഈമാൻ, എത്രത്തുള്ള താല്പര്യം, ദുനിയാവിൽ ഒരാളും ഈ രാഷ്ട്രീയം കൊണ്ട് എന്നെ അംഗീകരിച്ചില്ലെങ്കിലും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോ ഈ പ്രവർത്തനത്തിന്റെ, ഈ നന്മയുടെ ഭാഗമായതിന്റെ പേരിൽ ഞാൻ രക്ഷപ്പെടണമെന്നുള്ള ഹൃദയത്തിന്റെ നിയത്താവണം നമ്മുടെ സൃഷ്ടിപരമായി നമ്മുടെ രാഷ്ട്രീയം. ഉണ്ടാവുന്നത് ഫർള് നമസ്കാരം കളാക്കിയിട്ട് യൂത്ത് ലീഗിന്റെ സമ്മേളനം വിജയിപ്പിക്കാൻ ഏതെങ്കിലും യൂത്ത് ലീഗുകാരൻ ഞാൻ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട. ആ പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ സമ്മേളനം ചിലപ്പം പിറ്റേന്ന് പത്രങ്ങൾ ഇതിനെ കൂട്ടുണ്ടായിരുന്നു, ആ കഴിഞ്ഞു, ആ വാർത്തയിൽ കഴിഞ്ഞു. പക്ഷേ 28 ലക്ഷം കൊല്ലം കാരണം കൂടാതെ ഫർള് നമസ്കാരം കളാക്കിയതിന്റെ പേരിൽ ഞാൻ എന്റെ ആഖിറത്തിലേക്ക് ഒരു ബാധ്യത ഉണ്ടാക്കി. ഇന്നലത്തെ യൂത്ത് ലീഗിന്റെ യോഗം. ഇവിടെ നമ്മളിൽ ഉണ്ടാവേണ്ട താല്പര്യം, അമലുകൾ കൃത്യമല്ലാത്ത സാമൂഹിക ജീവിതം എന്തല്ല? ഇസ്ലാമികമല്ല. ഈമാൻ കൃത്യമല്ലാത്ത സാമൂഹിക ജീവിതം എന്തല്ല? ഇസ്ലാമികമല്ല. കൊടുക്കൽ വാങ്ങൽ കൃത്യമല്ലാത്ത സാമൂഹിക ജീവിതം എന്തല്ല? അത് ഇസ്ലാമികമല്ല. അഖ്ലാഖ്, സ്വഭാവമല്ലാത്ത രാഷ്ട്രീയം എന്തല്ല? അത് ഇസ്ലാമികമായ രാഷ്ട്രീയമല്ല. ഇത് കൃത്യതയാകുമ്പോഴാണ് രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ ഒന്നും ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമല്ല. രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ കാണേണ്ടത്, മുസ്ലിം എന്നുള്ള നിലക്ക്, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ കാണേണ്ടത് ഈ സാമൂഹിക ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയം മാത്രമല്ല കേട്ടോ. എനിക്ക് എന്നോടുള്ള ബാധ്യത, എന്നോട് സ്വന്തമായി എന്റെ ശരീരത്തിനോടുള്ള ബാധ്യത. എന്റെ മാതാപിതാക്കൾ, എന്റെ മാതാവ് വീട്ടിൽ നിന്ന് എന്നോടൊരാവശ്യം പറയുമ്പോ ഞാൻ അവരോട് അതിനെ ധിക്കരിച്ച് ഞാൻ യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിൽ ഓടി വന്നാൽ ഒരു സംശയം വേണ്ട, ഈ രാഷ്ട്രീയം ആഖിറത്തിനനുസൃതമായ രാഷ്ട്രീയമല്ല. എന്റെ മാതാവിന്റെയും പിതാവിന്റെയും കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമായി ഛേ എന്ന് പറഞ്ഞു പോലാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഛേ എന്ന് മുഫസ്സിരീങ്ങൾ അതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. നേരിട്ട് പറയുന്ന ഛേ അല്ല. മാതാവോ പിതാവോ ഒരാൾ വാർദ്ധക്യ സഹജമായ അസുഖം വന്ന് മലമൂത്ര വിസർജനം കിടക്കുന്നിടത്ത് നടത്തുമ്പോ തുടർച്ചയായി അവരതിൽ നിന്നുണ്ടാകുന്ന മാലിന്യം മൂലം എടുത്തൊഴിവാക്കുമ്പോ അറിയാതെ നിന്റെ മനസ്സിൽ വന്നു പോകുന്ന ചിന്ത ഉണ്ടല്ലോ ഛേ, ആ ഛയെ കുറിച്ചാണ് ഈ ഛേ പണ്ഡിതന്മാർ പറയാം. നേരിട്ട് ബാപ്പാരോടുമാരോടും ആ വർത്താനം സംസാരിക്കാൻ അവസരമില്ല. എന്റെ മാതാവിനോടും പിതാവിനോടുള്ള ബാധ്യത നിർവഹിക്കാതെ ഞാൻ സാമൂഹിക ജീവിതവും
യൂത്ത് ലീഗിന്റെ ഭാരവാഹിയാണ് എന്ന് പറഞ്ഞ ആളുകൾക്കിടയിൽ ആളാവാൻ വന്നാൽ ഈ രാഷ്ട്രീയം എനിക്ക് ഉപകാരപ്പെടില്ല. എന്റെ വീട്ടുകാരോട്, എന്റെ കുഞ്ഞുങ്ങളോട്, എന്റെ ഭാര്യയോട് എന്തെല്ലാം സൃഷ്ടിപരമായി അള്ളാഹു സാമൂഹിക ജീവിതം ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നല്ല ഇതിനകത്ത് പിന്നെന്താ പറയുക വിവക്ഷിക്കുന്നത്. എല്ലാം ചേർന്ന രാഷ്ട്രീയത്തിന്റെ നന്മ നമ്മളിലേക്ക് എത്തുമ്പോഴാണ് മാതാവിനോടുള്ള ബാധ്യത, പിതാവിനോടുള്ള ബാധ്യത, കുഞ്ഞുങ്ങളോടുള്ള ബാധ്യത, ഭർത്താവിനോട്, ഭാര്യയോട്, എല്ലാവരോടും പൂർത്തീകരിച്ചതിനോടൊപ്പം സമൂഹത്തിന്റെയും ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചാൽ ഈ രാഷ്ട്രീയ ജീവിതം എനിക്ക് അനുകൂലമാണ്, നാളെ രക്ഷപ്പെട്ടേക്കാം. അയൽവാസിയോട് പോലുമുള്ള ബാധ്യതയെ കൃത്യം ക്ലിയർലി ഡിഫൈൻ ഇസ്ലാം. പ്രവാചകൻ ഈ അയൽവാസികളോടുള്ള ബാധ്യതയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നപ്പം സഹാബാക്കൾ പറയാണ്, പറഞ്ഞു വന്ന് ഇനി തൊട്ടറസിക്കുന്നതിന്റെ സ്വത്തിൽ അവകാശം കൊടുക്കണമെന്ന് റസൂൽ പറയുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. അത്ര അയൽവാസിയോടുള്ള ബാധ്യതയെ കുറിച്ച്. മാതാപിതാക്കൾ പോട്ടെ, അതിനെ പറയണ്ടല്ലോ. ഇസ്ലാം പഠിപ്പിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ കുഞ്ഞുണ്ട്, കുഞ്ഞിനെ ഞാൻ ഇഷ്ടപ്പെട്ട് ചുംബിക്കുകയാണ്. ചെറിയ കുട്ടിയെ ഞാൻ സ്നേഹം കൊണ്ട് ചുംബിക്കുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുകയാണ്, അതേ പ്രായത്തിലുള്ള ഒരു കുട്ടി തൊട്ടടുത്ത വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾ നീ നിന്റെ കുഞ്ഞിനെ ചുംബിപ്പിക്കുന്നത് പോലെ ചുംബിക്കുന്നില്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുകയാണ്, ആ കുഞ്ഞ് കാണാൻ നീ നിന്റെ കുഞ്ഞിനെ സ്നേഹിക്കല്ല, പരസ്യമായി ചുംബിക്കല്ല. ഇസ്ലാമിന്റെ സൂക്ഷ്മതയുടെ ആഴം. കുഞ്ഞിനോട്, എന്റെ സ്വന്തം കുഞ്ഞിനോട് ഞാൻ ചുംബിക്കുമ്പോ അയൽ വീട്ടിലുള്ള കുഞ്ഞിനു മാതാപിതാക്കൾ കൊടുത്ത പരിഗണന പോലും നീ പഠന വിധേയമാക്കിയതിനു ശേഷം ചെയ്യണം. അഥവാ ഇസ്ലാമിനെ പോലെ കൃത്യവും സൂക്ഷ്മവുമായ, ഇത്ര സൂക്ഷ്മവും സമഗ്രവുമായ ഒരു കോൺസെപ്റ്റ് അതാണ് നമ്മുടെ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞുവല്ലോ. ഈ അറഫയിൽ വെച്ച് 1,00,000-ലധികം വരുന്ന സഹാബാക്കളോടും ഹജ്ജത്തുൽ വിദാഇന്റെ നാളിൽ ഇതാ ഇവിടം വെച്ച് ഞാൻ നിങ്ങളിലേക്ക് ഇത് പൂർത്തീകരിക്കുകയാണ്, ഒന്നും നിങ്ങൾ കൂട്ടിച്ചേർക്കല്ല, മറ്റൊന്നിനെയും നിങ്ങൾ ഇതിൽ നിന്ന് എടുത്തൊഴിവാക്കുകയും പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവും എന്തെല്ലാം ആവണം? ഈ ഒരു ട്യൂണിലേക്ക് എത്തിപ്പെടുന്നതാവണം നമ്മുടെ രാഷ്ട്രീയം. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തിനെ നമ്മൾ പഠിക്കേണ്ടതും പരിശോധിക്കേണ്ടതും. നമ്മൾ കേവലമായ രാഷ്ട്രീയ പ്രവർത്തനമല്ല ഇതുവരെ ചെയ്തു പോകുന്നത്. കേരളത്തിൽ രാഷ്ട്രീയത്തിന് വലിയ തലങ്ങളുണ്ട് വെച്ചത് നമ്മളാണ്. കലക്ടറേറ്റ് മാർച്ച് നടത്തുക, സിംബോസിയങ്ങൾ നടത്തുക, സെമിനാർ നടത്തുക, പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുക, വഴി തടയുക, ഇതൊക്കെയാണ് രാഷ്ട്രീയമെന്ന് കരുതി പോകുന്നിടത്ത് അതല്ല. മതവിദ്യാഭ്യാസ പ്രധാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകലാണ് രാഷ്ട്രീയം. യത്തീം കുട്ടികളെ പരിപാലിക്കലാണ് രാഷ്ട്രീയം. വീടില്ലാത്തവനെ സഹായിക്കലാണ് രാഷ്ട്രീയം. കിഡ്നി രോഗികളെ സഹായിക്കലാണ് രാഷ്ട്രീയം. ക്യാൻസർ രോഗികളെ സഹായിക്കലാണ് രാഷ്ട്രീയം എന്നൊക്കെ രാഷ്ട്രീയത്തിന്റെ ദിശ മാറ്റിയത് നമ്മളാണ്. അഭിമാനത്തോടുകൂടി പുതിയ തലമുറയിൽപ്പെട്ട യൂത്ത് ലീഗിന്റെയും MSF-ന്റെയും ചിന്തകളിലേക്ക് കടന്നു വരുന്ന കുട്ടികളെ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം, ഞാൻ നേരത്തെ പറഞ്ഞ ഭൗതികമായ വിഷയങ്ങൾ മുസ്ലിം ലീഗ് കാരണം ഇടപെട്ട് നിൽക്കുന്നത് ആഖിറത്തിനും വേണ്ടിയാണ്. 20 MLA-മാരും 2 MP-മാരും കേന്ദ്രമന്ത്രിമാരും 5 മന്ത്രിമാരും പിന്നെ ജില്ലയിലെ ഭൂരിപക്ഷം പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും നമ്മളെ പിന്നാലെ വരും, സംശയം വേണ്ട. ഇറ്റ് ഈസ് ഗ്യാരണ്ടി. പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. കേരളത്തിൽ ഇന്ന് 14,000 ചില്ലറ മദ്രസ ഉണ്ട് എന്നാ കണക്ക്. അതിൽ 9,746 മദ്രസ, അഥവാ 9,800 മദ്രസ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് കീഴിൽ മാത്രം. ഇസ്ലാമി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, മുജാഹിദ് സഹപ്രവർത്തകന്മാർ നടത്തുന്നുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ സഹോദരന്മാർ നടത്തുന്നുണ്ട്, സുന്നിയിൽ നിന്ന് തന്നെ തെറ്റിപ്പിരിഞ്ഞു പോയ കുറച്ച് വിഭാഗങ്ങൾ നടത്തുന്ന ഉദ്ദേശം 14,000 ചില്ലറ മദ്രസ ഉണ്ടെന്നാണ് മദ്രസ വെൽഫെയർ ബോർഡിന്റെ കണക്ക്, നമ്മുടെ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക്. ഏകദേശം 10,000-80,000 വരുന്ന മദ്രസ അധ്യാപകരും ഉണ്ട് എന്നാണ്. അഭിമാനത്തോടുകൂടി നമ്മൾക്ക് പറയാം, ലോകത്ത് ഇതുപോലെ മതപ്രവർത്തനം, നവോത്ഥാന പ്രവർത്തനം ഒരു മണ്ണ് ലോകത്തിന്റെ കൃത്യം. അത് നമ്മളെ യൂത്ത് ലീഗിന്റെ കുട്ടികളെ വിളിച്ചു ചേർത്ത് നമ്മൾ വിളിച്ചു പറയുന്ന അബദ്ധമല്ല. പഠന വിധേയക്കാണ്. ഞങ്ങൾ സൗദിയിലൊക്കെ പോയ ആളുകളുണ്ടാവും. ഇത്ര ചെറുപ്രായത്തിൽ ബുദ്ധി ഇറക്കുന്നതിന് മുമ്പ് 5-ാം വയസ്സിൽ സ്കൂളിൽ ചേർക്കുന്ന ദിവസത്തിന്റെ മുമ്പ് അല്ലെങ്കിൽ അന്ന് തന്നെ കുട്ടികൾ മദ്രസയിൽ പോകുന്ന ലോകത്തിലെ ഏതെങ്കിലും ഒരു നാടുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ കൊച്ചു മലബാറും കേരളവുമാണ്. ആരാണ് ഈ സംവിധാനം കേരളത്തിൽ കൊണ്ടുവന്നത്? ആരാ? മഹാനായ നമ്മുടെ നേതാവ് ഖായിദുൽ ഖൗം സയ്യിദ് റഹ്മാൻ ബാഫഖി തങ്ങൾ, മുസ്ലിം ലീഗിന്റെ മഹാനായ നേതാവ്. ബാഫഖി തങ്ങൾ സമസ്തയുടെ കൂടി നേതാവാണ്. സമസ്തയുടെ ട്രഷററായി ബാഫഖി തങ്ങളെ നിയോഗിച്ചപ്പോൾ സമസ്ത കമ്മിറ്റി കൂടി ഒരു ഉത്തരവാദിത്വം കൂടി ഏൽപ്പിച്ചു. ട്രഷററായ ബാഫഖി തങ്ങൾ സമസ്ത മതവിദ്യാഭ്യാസ ബോർഡിന്റെ കൺവീനർ കൂടിയാവണം. അന്ന് മദ്രസ പ്രസ്ഥാനം കേരളത്തിൽ വന്നിട്ടില്ല. 950 ആദ്യം ചരിത്രത്തിലും പറയുന്നുണ്ട്, ബാഫഖി തങ്ങളുടെ ജീവചരിത്രത്തിലും പറയുന്നുണ്ട്. 950 ആദ്യം കൊയിലാണ്ടിയിൽ വെച്ച് ബാഫഖി തങ്ങൾ ഒരു വാള് പരമ്പര നടത്തിയത്ര. ബാഫഖി തങ്ങൾ നേതൃത്വം നൽകി. 5 ദിവസത്തെ വാള് പരമ്പരയിൽ നിന്ന് കിട്ടിയ പണം 1000 രൂപയായിരുന്നു അത്ര വിഹിതം.
ഇന്നത്തെ 1500 എന്ന് പറയുമ്പോൾ അത്ര കൂടിക്ക് തുല്യം എന്ന് പറയാൻ പറ്റില്ല. കാലാണ് ആരാണ് ഒക്കെ കൊണ്ട് സംഗതി നടക്കുന്ന കാലാണ് 1500 രൂപ. 5 റുപ്യ 10 റുപ്യൊക്കെ സെന്റിന് വിലയുള്ള കാലത്താണ് 1500 രൂപ. 1500 രൂപ സമസ്ത കേരള മതവിദ്യാഭ്യാസ ബോർഡിന്റെ വിദ്യാഭ്യാസ ബോർഡിലേക്ക് ആദ്യമായി ശേഖരിച്ച് സമ്മാനിച്ചു നൽകിയത് മഹാനായ നമ്മുടെ നേതാവ് ഖായിദുൽ ഖൗം സയ്യിദ് ദർബാൻ ബാഫഖിതങ്ങളാണ്. അഥവാ കോഴിക്കോട് ലീഗ് ഓഫീസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ബാഫഖിതങ്ങൾ ശേഖരിച്ചത് എന്തിനാണ്? കോഴിക്കോടിൽ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ കേവലം രാഷ്ട്രീയ പാർട്ടിയല്ല. പാർട്ടിയാണെങ്കിൽ ആദ്യം ഉണ്ടാക്കുന്നത് പാർട്ടിക്ക് ഓഫീസാണ്. പാർട്ടിന്റെ നേതാവ് ആദ്യം ശ്രമിക്കേണ്ടത് പാർട്ടി കെട്ടിപ്പടുക്കാനാണ്. ബാഫഖിതങ്ങൾ മുസ്ലിം ലീഗിന് ഓഫീസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് കോഴിക്കോട് സംസ്ഥാന കമ്മിറ്റി സ്വന്തമായി ഓഫീസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം പണം ശേഖരിക്കാൻ ശ്രമിച്ചത് കേരളത്തിലെ മദ്രസ പ്രസ്ഥാനം തുടങ്ങാനാണ്. ഇന്ന് ഈ പറയുന്ന 7000 ചില്ലറയിൽ വരുന്ന സമസ്ത കേരള മതവിദ്യാഭ്യാസ ബോർഡിന്റെ സ്കൂൾ മദ്രസയിൽ പഠിക്കുന്ന 10,000-കണക്കിന് കുട്ടികൾ നേരം വെളുക്കുന്നതിന് മുമ്പ് അവന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനയും റസൂലിന്റെ സുന്നത്തും കേൾക്കുന്നുവെങ്കിൽ ഇതിന്റെ എല്ലാം പ്രതിഫലത്തിന്റെ ഒരു ഗുണത്തിന്റെ നന്മ മസ്ജിദുൽ ഹറമിന്റെ ചാര ജന്നത്തുൽ മുഹല്ലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എന്റെയും നിങ്ങളുടെയും മഹാനായ നേതാവ് ബാഫഖിതങ്ങളുടെ കബറിടത്തിൽ എത്തുമെന്നുള്ളതിലൊരു സംശയമില്ല. കാരണം ഒരാളുടെ ജീവിതം എങ്ങനെയായിരുന്നു അയാൾ മരണം തീരുമാനിക്കുന്നു പറയാറുണ്ട്. ബാഫഖിതങ്ങളുടെ ജീവിതം നമുക്കറിയാം. ഹറാമല്ല, ഹലാലും കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യരുത് എന്ന് നിർബന്ധ ബുദ്ധി പുലർത്തി. ഇവരൊന്നും സത്യത്തിൽ രാഷ്ട്രീയ പറയുന്ന ഭൗതിക രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ പരിഗണിക്കാനേ പാടില്ല, ചർച്ച ചെയ്യാനും പോലും പാടില്ല. കാരണം നമ്മളൊരു വേറിട്ട സംഘടനയാണെന്ന് ഞാൻ ഈ പറയുന്നതാണ്. പട്ടിക്കാട് ജാമിയ നൂരിയുടെ തറക്കല്ലിടാനുള്ള ഒരു ചടങ്ങ് മുഷാവറ അങ്ങനെ നടക്കുകയാണ് അത്രേ. പണ്ടത്തെ ഇന്നത്തെ പോലൊന്നും ആദ്യ ആളെ കണ്ടെത്തി നോട്ടീസ് അടിച്ച് നോട്ടീസ് ഉണ്ടാക്കി സ്വാഗതാധ്യക്ഷം പ്രഖ്യാപിച്ചിട്ടല്ല. മുഷാവറ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് സത്യത്തിൽ അതാണ്. അവിടെ കൂടി ആലോചിച്ച് പണ്ഡിതന്മാർ എത്ര ആരാപ്പ് തറക്കല്ലിടേണ്ടത്. പൊതുസദസ്സല്ല, എല്ലാവരും കൂടിയുള്ള ഒരു അങ്ങാടിയിൽ ഉള്ള ചർച്ചയല്ല, പണ്ഡിതന്മാർ മാത്രമുള്ള ചർച്ചയിൽ ചോദിച്ചു എത്ര ആരാ തറക്കല്ലിടുക. അപ്പൊ ഓരോരുത്തരൊരു അഭിപ്രായം പറഞ്ഞ കൂട്ടത്തിൽ ഏതൊരു പണ്ഡിതൻ പറഞ്ഞത് എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത്ര വലിയൊരു സംഗതിയാണല്ലോ, ഒരു വലിയ മതനബോധാനായ കലാലയാണല്ലോ, ജീവിതത്തിൽ ഫർള് നമസ്കാരം കളാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ചെയ്യട്ടെ. അപ്പൊ പണ്ഡിതന്മാർ മാത്രമുള്ള സദസ്സിൽ എല്ലാവർക്കും ഒരു അഭിപ്രായം, അതൊരു നല്ല അഭിപ്രായം. ശരി, ആരുണ്ട്? അങ്ങനെ ചർച്ച വന്നപ്പം പണ്ഡിതന്മാർ മാത്രമുള്ള സദസ്സിൽ പണ്ഡിതന്മാർ പറഞ്ഞത്ര എനിക്ക് ഉറപ്പില്ല, അവരൊന്നും എന്നും കഥാക്കിയെന്നല്ല, ഒരു സൂക്ഷ്മതയുടെ ഭാഗത്ത് ഒരു സംഗതി ഏൽപ്പിക്കുകയാണല്ലോ. ഏതോ ഒരു ദിവസം യാത്രയിൽ ജമ്മു കസറുവാക്കാൻ പറ്റാത്ത സുബി നഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെ വിവിധ കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോകുമെന്ന് സംശയിക്കുന്നവരുണ്ട്. കൃത്യതല്ല. എല്ലാവർക്കും ചെറിയ ചെറിയ ശങ്ക വന്നപ്പോ മഹാനായ ബാഫഖിതങ്ങൾ മടിച്ചാണെങ്കിൽ എണീറ്റെന്ന് പറഞ്ഞു അത്രേ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 18 വയസ്സ് പൂർത്തിയായതിനു ശേഷം എന്റെ ഒരു ഫർള് നമസ്കാരവും കളായിട്ടില്ല പറഞ്ഞു. ബാഫഖിതങ്ങൾ നിർവഹിക്കട്ടെ. പണ്ഡിതന്മാർ മാത്രമുള്ള സദസ്സിലെ ഏറ്റവും വലിയ പണ്ഡിതൻ ഇന്ത്യൻ യൂണിയൻ നേതാവാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. പണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ അത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. അതാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയും പൊതുരാഷ്ട്രീയ പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം. കേരളത്തിലെ ഇന്ന് ഉത്തരേന്ത്യയിലൊക്കെ പോയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം, കോടിക്കണക്കിന് മുസൽമാൻ ഫാത്തിഹ സൂറത്ത് അറിയാത്ത കോടിക്കണക്കിന് മുസൽമാൻ നമ്മുടെ രാജ്യത്തുണ്ട്. കോടിക്കണക്കിന് മുസൽമാൻ. ഞാനിത് അതിശയോക്തി ചേർത്ത് കൂട്ടിക്കലർത്തി പറയുന്ന സംഗതിയല്ല. ഹജ്ജിനടുത്താണല്ലോ നമ്മളുള്ളത്. നമ്മുടെ ഈ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് നമ്മളൊക്കെ പങ്കെടുക്കുന്ന ആളുകളായിരിക്കും. പുറപ്പെടുന്ന അവിടെ താഴെയും സംവിധാനവും കൗണ്ടറും ഒക്കെ ഉള്ള കൂടുതൽ ഒന്നാമത്തെ നിലയിൽ പുറപ്പെടാനായ ആളുകളെ പണ്ഡിതന്മാർ ഒരു ക്ലാസ് എടുത്തു കൊടുക്കും. അങ്ങനെ പോകുന്നതിന്റെ ഫൈനൽ ഫിനിഷിംഗ് ടച്ച് ഒന്നും കൃത്യത വരുത്താനാണ്. കാരണം അവിടെ എത്തിയാൽ പിന്നെ ക്ലാസ്സിനൊന്നും അവസരം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഗ്രൂപ്പിലൊക്കെ പോകുന്നവർക്ക് ആരെങ്കിലും ഉണ്ടാവും. പക്ഷെ ഗവൺമെന്റ് കോട്ട എന്നാണെങ്കിൽ ആരും ഉണ്ടാവില്ല. ഹജ്ജ് ക്യാമ്പിൽ വരുന്നത് കോട്ടയിലുള്ള ആളുകളാണ്. അവിടെ എത്തിയാൽ പിന്നെ ഹജ്ജിലേക്ക് കണ്ട് ഇറങ്ങുകയാണ് അവർ, അല്ലെങ്കിൽ ഹറമിലേക്കോ മദീനയിലേക്കോ എത്തുകയാണ്. മലയാളിയായ സമസ്തയുടെ ഒരു പണ്ഡിതൻ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായ സമയത്ത് അദ്ദേഹം ബോംബെ ഹജ്ജ് ക്യാമ്പിലും പോയി. കാരണം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ എന്നുള്ള അദ്ദേഹം തിരികെ വന്നൊരു സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നത് കേട്ടു ഞാൻ. അദ്ദേഹം പറയാണ്, ഹജ്ജിന് പോകാൻ വന്ന ആളുകളോട് ഇങ്ങനെ പറയും, പണ്ഡിതന്മാർ പറയുമ്പോൾ ശ്രദ്ധിക്കണേ, എത്ര മട്ടം എങ്ങനെയാണ് ഹജ്ജ്. ചിലപ്പോൾ ആദ്യത്തെ ഫ്ലൈറ്റ് 2 ഫ്ലൈറ്റ് ഒരു ദിവസം ഉണ്ടെങ്കിൽ ആദ്യത്തെ ഫ്ലൈറ്റ് ജിദ്ദക്കാർ ഇങ്ങോട്ടിരിക്കും, മദീനക്കാർ അങ്ങോട്ടിരിക്കും. പറയും ഹറം ഇങ്ങനെ ദുആഖുത്തരം കിട്ടുന്ന സമയങ്ങൾ സ്ഥലങ്ങളുണ്ട്. ഹജറുൽ അസ്വദിന് പിന്നിൽ, മിഖാം ഇബ്രാഹിമിന് പിന്നിൽ, ഹജ്ർ ഇസ്മായിലിനടുത്ത്, സ്വർണ്ണപ്പാത്തിക്ക് താഴെ എന്താ അർദ്ധരാത്രിയുടെ 1/3 എന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാർ നിങ്ങൾ ഈ സമയമൊക്കെ മുതലാക്കണം, ഉപകാരപ്പെടുത്തണം. മാതാവിൽ നിന്ന് പ്രസവിച്ചതിന് തുല്യം ശുദ്ധമാവും, പൂർത്തി മഖബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ചൊക്കെ പറഞ്ഞ പണ്ഡിതന്മാർ ഒന്നുവെച്ചാൽ ഒരു സംഗതിക്ക് പോകുമ്പോൾ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ക്ലാസ്സാണ്. എന്നിട്ട് ഒരു രത്ന ചുരുക്കം പറയും. നിങ്ങളെല്ലാവരും ക്ലാസ് കേട്ടവരാണ്, അറിഞ്ഞവരാണ്, എന്നാലും പറയാം. ദുൽഹജ്ജ് 8, 9, 10 ഒന്ന് ചുരുക്കി പറയാം. അറഫയിൽ എന്തായാലും നിൽക്കണം, ഒരു സെക്കൻഡെങ്കിലും ഒരു സെക്കൻഡ്. അറഫയാണ് ഹജ്ജ്. അറഫയിൽ കൂടി സ്പർശിക്കാതെ പോകുന്നവനല്ല. പ്രവാചകൻ പഠിപ്പിച്ചതിനെ കുറിച്ച് പറയും.
ഹജ്ജിന്റെ ദിവസം, അറഫയുടെ ദിവസം നിങ്ങൾ മഗ്രിബ് വരെ അറഫയിൽ നിൽക്കുക. സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി കഴിയുന്നുള്ളവർ അവിടെ വെച്ച് എഷയെ മുന്തിച്ച് നിസ്കരിക്കുക. ആരോഗ്യമൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ വേണമെങ്കിൽ നേരെ മഗ്രിബ് കഴിഞ്ഞ് ഉടനെ മുസ്തലിഫിലേക്ക് നടന്നോളി. അവിടെ എത്തിയിട്ട് എഷയും മഗ്രിബും കൂടി നിസ്കരിച്ചോളി. അവിടെ എത്തിയിട്ടാവാം, രണ്ടും പറ്റും. അതിന് രണ്ടിനും പ്രയാസമില്ല, അനുവദനീയാണ്. നിങ്ങൾ പറഞ്ഞു അത്ര. മുസ്തലിഫയിൽ നിങ്ങൾ രാപ്പാർക്കണം. മുസ്തലിഫയിൽ സുബി നിസ്കാരം വരെ നിൽക്കുക. സുബിക്ക് ശേഷം സുബി മുസ്തലിഫയിൽ വെച്ച് നിസ്കരിച്ചതിന് ശേഷം സുബിക്ക് ശേഷം നിങ്ങൾ പുറപ്പെടണം. പിന്നെ നിങ്ങൾ ജംറകളിലേക്ക് വേണ്ടി കല്ലെറിയാൻ വേണ്ടി പോവുക. ഹജ്ജിന്റെ രത്ന ചുരുക്കതാണ്. കൂട്ടിയും കുറച്ചൊക്കെ പിന്നെയും പറയാനുണ്ട്. രത്ന ചുരുക്കതാണെന്ന് പറഞ്ഞ് പണ്ഡിതൻ പ്രസംഗിച്ചത്ര. പ്രസംഗിച്ചിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ട് ചോദിച്ചത്ര, ഇനി ഈ പറഞ്ഞതിലാർക്കെങ്കിലും സംശയമുണ്ടോ? ഉറുദുവിലാണ് സംസാരം. ഈ പറഞ്ഞതിലാർക്കെങ്കിലും സംശയമുണ്ടോ? അപ്പൊ ചില ആളുകളൊക്കെ പരസ്പരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിമുറിക്കുന്നതാണ്. അപ്പൊ പുസ്തകം ചോദിച്ചത്ര എന്താ സംഗതി നിങ്ങൾ ചോദിക്കും. അപ്പൊ ഇവർ ചോദിക്കാൻ തയ്യാറായില്ല. പുസ്തകം പറഞ്ഞിട്ട് അവിടെ ചെന്നല്ലൊരു അവസരമില്ല. നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കിയാൽ അത്രയും സംഗതി നിങ്ങൾക്ക് കൃത്യമായി ധൈര്യമായിട്ട് ചോദിച്ചോളൂ. അതിനുള്ള സ്ഥലമാണെന്ന് പറഞ്ഞത്. അപ്പൊ കൂട്ടത്തിൽ മടിച്ച് ചില ആളുകൾ നീറ്റ് പറഞ്ഞത്, ഉസ്താദ് ഈ പറഞ്ഞ സംഗതികളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, ദിവസത്തിന്റെ കാര്യമൊക്കെ. പക്ഷേ ഈ പറഞ്ഞ മഗ്രിബ്, ഇശ, സുബി ഈ സംഗതികൾ എന്താണ് അത് മനസ്സിലായിട്ടില്ല. ജീവിതത്തിൽ ഒന്നേ ഹജ്ജുള്ളൂ, ഫർദുള്ളൂ, ഫർദായ ഹജ്ജുള്ളൂ. നിസ്കാരം 5 ഒരു ദിവസം. കോടിക്കണക്കിന് മുസൽമാൻ ഫർദ് നമസ്കാരത്തിന്റെ എണ്ണം എത്രയാണെന്നറിയാത്ത കോടിക്കണക്കിനുണ്ട്. എവിടുന്ന് പഠിക്കും? മദ്രസ സംവിധാനം. ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് ജർമ്മൻ ഭാഷ അറിയാം, അല്ലെങ്കിൽ ഫ്രഞ്ച് അറിയാം? ഒരുപക്ഷെ ആരും ഉണ്ടാവില്ല. ഇനി ഒരാളുണ്ടെങ്കിലായി. ജില്ല മുഴുവൻ തെരഞ്ഞാൽ ചിലപ്പോൾ ഒരു വരലുണ്ടാവും. കാരണം എന്താണ്? അതിന് അവസരം പെടില്ല. ഫ്രഞ്ച് പഠിപ്പിക്കാനും ജർമ്മൻ പഠിപ്പിക്കാനും സംവിധാനമില്ല. സ്കൂളും സംവിധാനം മദ്രസയിലും ഒന്നും ഇല്ല. കോളേജ്, യൂണിവേഴ്സിറ്റി ഒന്നുമില്ല. ഒറ്റപ്പെട്ട താല്പര്യമുള്ളവൻ ഏതെങ്കിലും ഒരു ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി പോയി ഒരുത്തം പഠിച്ചെങ്കിലുണ്ട്. ഇന്ത്യയിലെ മുസൽമാന്റെ പൊതു അവസ്ഥയിലാണ്. അവന് സംവിധാനവും ഇല്ല, സ്ഥാപനങ്ങളും ഇല്ല. മദ്രസ സംവിധാനം ഉത്തരേന്ത്യയിൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഉത്തരേന്ത്യയിലെ മദ്രസൊക്കെ കണ്ടാൽ അത്ഭുതപ്പെട്ടു. നമ്മൾ പണ്ട് യൂത്ത് ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഒരു CD ഇറക്കിയില്ല. അതിൽ നമ്മൾ ചിലയിടത്തൊക്കെ പരാമർശിക്കുന്നു. പള്ളി കണ്ടാൽ തന്നെ അത്ഭുതപ്പെട്ടു. കേരളത്തിൽ അതിനുള്ളതുപോലെ സുന്ദരമായ മഹനീയമായ മസ്ജിദ് സൗകര്യങ്ങൾ ഇന്ത്യയിൽ ഇവിടെയില്ല. ഒറ്റപ്പെട്ട ഡൽഹി ജുമാ മസ്ജിദ് ഇന്ത്യയുടെ മുസൽമാന്റെ ആസ്ഥാനക്കായിട്ട് മാറി. അതിന്റെ വസ്തുത ഇല്ല എന്നുള്ളത് വേറെ കാര്യം. അവിടുത്തെ സംഗതി കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം. വൃത്തിയുടെ കാര്യം, സംവിധാനത്തിന്റെ കാര്യം, മെയിന്റനൻസിന്റെ കാര്യമൊക്കെ ഡൽഹി ജുമാ മസ്ജിദിന്റെ കാര്യം കണ്ടാൽ അറിയാം. പ്രാവും പക്ഷികളും അവർക്ക് വേണ്ടതൊക്കെ വിസർജിക്കുന്നു. നിസ്കരിക്കാൻ തന്നെ ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ വരുന്നു പോകുന്നു. സംഗതികളാണ് പള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതിന്റെ സംഗതികളെ കണ്ടിട്ടുള്ളൂ. ഉത്തരേന്ത്യയിൽ ഡൽഹി ജുമാ മസ്ജിദ് പിന്നെ അതിന്റെ ഒരു ഗ്രാമാവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ചാൽ മതി. ഒരു ചായ്പ് പോണ കെട്ടി ഇതാക്കിയിട്ടുള്ള ഹൗദ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളവിടുത്തെ നിന്ന് ഒതുണ്ടാക്കാൻ, ഇരുന്ന് ഒതുണ്ടാക്കാൻ പൈപ്പ്, ടാപ്പ് സംവിധാനമൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ ചെന്നാൽ കാണാൻ പറ്റും. ഒരൊറ്റ കുഴി ഉണ്ടാവും, ഒരു സിമെന്റിന്റെ കുഴി. അതിൽ പറഞ്ഞ ടൈൽസും സംഗതികളുണ്ട്. നമ്മുടെ ഇരുന്നിട്ട് ഇതിന് ഒന്നുണ്ടാക്കിയിട്ട് കാല് അവിടെ നിന്ന് കേൾക്കുമ്പോൾ ഈ കാല് കഴുകിയ വെള്ളം അങ്ങോട്ട് തന്നെ ഒരു മെയിന്റനൻസ് സിസ്റ്റം, ഒരു സാധനം, സംഗതികളൊന്നും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോകാൻ കാണാൻ കഴിയും. മദ്രസ ഉണ്ടാവും. ഈ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ പള്ളി, അവിടുന്ന് ഒരു ചെറിയ ചായ്പ ഒന്നും ഇങ്ങോട്ട് നീട്ടിയിട്ടുണ്ടാവും. ഒരു 2 ബെഞ്ചും ഉണ്ടാവും, 2 ഡെസ്കും ഉണ്ടാവും. ഇതിന്റെ ഒക്കെ കൂടി ഉത്തരവാദിത്തം ഈ പള്ളിയിലെ ഈ ഇമാമായി നിൽക്കുന്ന ആൾക്കായിരിക്കും. മദ്രസയും ഈ പറഞ്ഞ സംഗതികളാണ്. ഏതെങ്കിലുമൊക്കെ കുട്ടികൾ വന്നെങ്കിലായി. കേരളത്തിനെ പോലെ കൃത്യമായ 5ാം തരം പൊതുപരീക്ഷ, 7ാം തരം പൊതുപരീക്ഷ, മദ്രസ സിലബസ് പരിഷ്കരണം, റമദാനിൽ ഹിഫ്ള് ക്ലാസുകൾ, പിന്നെ മുഫദ്ദി സംവിധാനങ്ങൾ, അതിനൊരു വിദ്യാഭ്യാസ ബോർഡ്, പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ അടിക്കുക, അതിന് ഉത്തരപേപ്പർ നോക്കാൻ സംവിധാനം, റാങ്ക് പ്രഖ്യാപിക്കുക. അങ്ങനെ ഒരു സ്വപ്ന സമാനമായ ഒരു മദ്രസ സംവിധാനം ലോകത്തിന്റെ ഒരു മണ്ണിൽ നിലനിൽക്കുന്നുണ്ടാവില്ല. ഇന്ത്യയിലൊന്നല്ല, ലോകത്തിന്റെ മണ്ണിൽ തന്നെ ഉണ്ടാവില്ല. ആരാ കൊണ്ടുവന്നത്? മുസ്ലിം ലീഗിനെ പഠിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത്, അഭിമാനത്തോടുകൂടി നമ്മൾക്ക് ഈ പാർട്ടിയിൽ നിൽക്കാൻ നമുക്ക് അതിന്റെ പിന്നിൽ ഒരേ ഒരു സംഘശക്തിയുടെ പ്രവർത്തനമാണ്. മറ്റാർക്കും അതിൽ പങ്കില്ല. അതാരും അവർ അവകാശപ്പെടാറുമില്ല. ഈ എന്താ പറയാ, ഐക്യ കേരള സംഘമാവട്ടെ, കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് ആരംഭിച്ച മുജാഹിദ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തകരാവട്ടെ, കേരളത്തിന്റെ കൊയിലാണ്ടിയിൽ നിന്ന് ബാഫഗീതങ്ങൾ തുടങ്ങിവിട്ട പ്രവർത്തനാവട്ടെ, ഒന്ന് CD സാഹിബായിരുന്നു നേതൃത്വം നൽകിയതെങ്കിൽ മറ്റൊന്ന് ബാഫഗീതങ്ങളാണ്. നമ്മുടെ ഒരു നേതാവല്ലാതെ മറ്റൊരു പാർട്ടിയുടെ നേതാവും കേരളത്തിലെ മദ്രസ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ പിന്നിൽ ചരിത്രത്തിലോ പിന്നീടുള്ള കാലത്തോ ഒരു പങ്കും വഹിച്ചിട്ടില്ല. അഥവാ നമ്മുടെ പാർട്ടി എന്തല്ല, നമ്മുടെ പാർട്ടി കേവലം കൊടിപിടിച്ച് വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ്. എത്തിങ്ങാന ആന്ത്യയിൽ ഇതുപോലെ എത്തിങ്ങാന പ്രസ്ഥാനം നിലനിൽക്കുന്ന നാടുണ്ടോ? അപ്പോൾ ഈ അടുത്തൊരു വിവാദം വന്നു. എത്തിങ്ങാന വിവാദം വന്നപ്പോ ഒരു ചാനലിൽ ചർച്ച നടക്കുക. ആ ചാനലിൽ ചർച്ച നടക്കുമ്പോൾ ഒരു മോഡറേറ്റർ ചോദിച്ചു, നമ്മുടെ MLA ഉണ്ട്, CPM-ന്റെ പ്രതിനിധി, കോൺഗ്രസിന്റെ ഉണ്ട്, BJP-ന്റെ ഉണ്ട്, പിന്നെ മദ്രസ എന്താ ഈ ജുവൈനൽ ജസ്റ്റിസ് അതിന് ബന്ധപ്പെട്ട അതിന്റെ ആളുമുണ്ട്, മറ്റേ ചൈൽഡിനായിട്ട് ബന്ധപ്പെട്ട ആളുമുണ്ട്. ഇത് പിടിച്ചുകൊണ്ടെന്നുള്ള വിവാദം. ഈ മോഡറേറ്റർ ചോദിക്കാണ്, കണ്ടാളുകളുണ്ടാവും, അല്ല ഈ പ്രതിനിധികളൊക്കെ ഉള്ളപ്പോൾ ലീഗിന്റെ പ്രതിനിധി എന്താണ് ഈ ഇത്ര വൈകാരികമായിട്ട് സംസാരിക്കുന്നത്? എത്തിങ്ങാന വിഷയത്തിൽ എന്താണ് നിങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് സംസാരിക്കാത്തത്?
നമ്മുടെ ഈ ലീഗിന്റെ കമ്മിറ്റി ചർച്ച നടന്ന ദിവസം കോഴിക്കോട് സ്റ്റേറ്റ് മുസ്ലിം ലീഗ് കമ്മിറ്റി കൂടിയതിനു ശേഷം ലീഗിന്റെ കമ്മിറ്റിയുടെ തീരുമാനം പ്രഖ്യാപിക്കാൻ വേണ്ടി ബഷീർ സാഹിബ് പത്രക്കാരെ കണ്ടപ്പോ ആദ്യം തന്നെ പത്രക്കാരെടുത്തിട്ടു യത്തീംഖാന വിവാദം എന്താണ് നിലപാട്. സാധാരണ നമ്മൾ അങ്ങനെ അടച്ചൊരു വിഷയത്തിൽ നിലപാട് പറയാറില്ല. മുസ്ലിം ലീഗിന്റെ വേണ്ടി ദേശീയ സെക്രട്ടറി യത്തീംഖാന വിഷയത്തിൽ ഞങ്ങൾക്കൊരു ചർച്ചയുടെ പോലും ആവശ്യമില്ല, ഞങ്ങൾക്കത് കൃത്യം ബോധ്യമുണ്ട്, ആ വിഷയത്തിൽ മുസ്ലിം ലീഗ് ചർച്ചയ്ക്ക് തന്നെ തയ്യാറല്ല. അടച്ച് നമ്മളൊരു വിഷയത്തിൽ അങ്ങനെ പറയാറില്ല. കാരണം എന്താ അറിയോ, CPM-ന് എന്ത് എത്തിങ്ങാനാ, കോൺഗ്രസിന് എന്ത്, BJP-ക്ക് എന്ത് എത്തിങ്ങാനാ, ആ ചൈൽഡ് ലൈനിന് ഞാൻ എന്ത് എത്തിങ്ങാനാ. കേരളത്തിൽ ഇന്ന് കാണുന്ന യത്തീംഖാന പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ ബീജാഭാവം നൽകിയത് മുസ്ലിം ലീഗാണ്. പ്രവാചകൻ പഠിപ്പിച്ചു, ആരൊരുത്തൻ എത്തിമക്കളെ പരിപാലിക്കുന്നുവോ ചൂണ്ടാണി വിരലും തൊട്ടടുത്ത വിരലും കാണിച്ചു പറഞ്ഞു, ഏതൊരുത്തൻ എത്തിമക്കളെ പരിപാലിക്കുന്നുവോ ഞാനും അവനും നാളെ സ്വർഗത്തിൽ ഇതുപോലെ സഹവസിക്കുമെന്ന് എത്തീംകുട്ടികളെ പരിപാലിക്കേണ്ടതിന്റെ ധർമ്മം പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തിയപ്പോ മുസ്ലിം ലീഗിന്റെ ഊർജ്ജം മുഴുവൻ തിരിച്ചുവിട്ടു. ഈ എത്തീംഖാന തുടങ്ങുന്ന ചരിത്രത്തിൽ നമ്മൾ അറിയേണ്ട കാര്യം, എത്തീംഖാനകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന തിരൂരങ്ങാടി എത്തീംഖാനയുടെ തുടക്കം നമ്മുടെ മഹാനായ നേതാവ് MK ഹാജി സാഹിബാണ്. മുസ്ലിം ലീഗിന്റെ എല്ലാം സൂഫി സമാന നേതാക്കളാണ്. നമുക്ക് ഈ പാർട്ടിയിൽ നിൽക്കുമ്പോണ്ടാവേണ്ട അഭിമാനമാണ്. കേവലം തട്ടിപ്പിന്റെയും മുന്നണിന്റെയും അതിന്റെ ഇവിടെ പറഞ്ഞത് അവിടെ പറയും, അവിടെ പറഞ്ഞ് ഇവിടെ പറയുകയും ചെയ്ത കാപ്പട്ടി രാഷ്ട്രീയമല്ല മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ. സൂഫികൾ പകൽ വെളിച്ചത്തിൽ അവരിൽ നിന്ന് കാണുന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചാലും അവരിൽ നിന്നുണ്ടാവില്ല. ആരുമില്ലാത്തൊരു ഘട്ടത്തിൽ അവർ കൈകാര്യം ചെയ്യുന്ന സംഗതികളും ജനക്കൂട്ടത്തിനിടയിൽ വെച്ച് അവർ പറയുന്നത് തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. കാരണം അവർക്ക് ഭയം ഒരേ ഒരു അവന്റെ ഇലാഹിനെ മാത്രമാണ്. അത്ര സൂഫികൾ. ഓരോ നേതാക്കന്മാരെയും നമ്മൾ, അത് മറ്റൊരു വിഷയമാണ്, ഓരോ നേതാക്കന്മാരെയും നമ്മൾ പഠിച്ച് പഠന വിധേയമാക്കി മനസ്സിലാക്കേണ്ട സംഗതികളാണ്. MK ഹാജിന്റെ ചരിത്രത്തിൽ പറയാണ്, MK ഹാജി യത്തീംഖാന തുടങ്ങാൻ വേണ്ടി തീരുമാനമെടുത്ത് എന്നാണെന്നറിയോ, ഉത്തര മലബാറിന്റെ കൊയിലാണ്ടി മുതൽ അങ്ങോട്ട് കാസർഗോഡ് വരെയുള്ള പ്രദേശത്ത് കൊടിയ ദാരിദ്ര്യം. ഇന്ന് കാസർഗോഡൊക്കെ ഉള്ള അഭിവൃദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൾഫ് പോയതിനു ശേഷം വന്ന അഭിവൃദ്ധിയാണ്. മലബാറിന്റെ ചരിത്രം സാഹിബൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. മലബാറിന്റെ ചരിത്രത്തിൽ കുറച്ച് ഇപ്പൊ നമ്മുടെ ഇവിടത്തെ ഉള്ള കോയപ്പത്തൊടി കുടുംബമാവട്ടെ, കിളിയമണൽ കുടുംബമാവട്ടെ, ഇവരൊക്കെ ചെയ്തിരുന്ന ഏറ്റവും വലിയ ബിസിനസ് എന്താ വെച്ചാൽ മദ്രാസിലെ കച്ചവടമാണ്. അതിന്റെ അപ്പുറമുള്ള ഒരു ഏരിയ ഞമ്മക്കാർക്കും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രമാണിന്റെ ലക്ഷണം മദ്രാസ് പോയിട്ട് കച്ചവടം ചെയ്യാതാണ്. ഒരു കാലഘട്ടത്തിൽ അറബ് നാടുകളിൽ ഒരു കാൽ പൈസക്ക് ഗതിയില്ലാത്തൊരു കാലഘട്ടം അറബ് നാടുകൾക്കുണ്ട്. ഒരു കാലഘട്ടം എന്നല്ല, 970 ഒരു പകുതി മുക്കാൽ ഭാഗം വരെ 80 മുതലാ അറബ് നാടുകളിൽ പണം വന്നത്. ചരിത്രത്തിൽ വായിച്ചാൽ കാണാൻ പറ്റും. പണ്ട് ഈ ലോഞ്ചിലൊക്കെ ഹജ്ജിന് പോയ, പായക്കപ്പലിൽ ഹജ്ജിന് പോയ ആളുകൾ, മലയാളികൾ ചെല്ലുമ്പോ മാസങ്ങളോളം പോയി വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും ഫത്വ കൊടുത്ത് വസിയത്തും പറഞ്ഞിട്ടാ പോവുക. തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷയില്ലാത്ത പോക്കാണ്. ആ പോക്കിൽ ആളുകൾ പോയി തിരികെ വരുമ്പോ അവിടെ പിന്നെ അറബികൾ വട്ടം കൂടത്രേ മലയാളികളായ ഹാജിമാരെ. എന്തിനാന്നറിയാം, ചരിത്രത്തിൽ പറയുന്നുണ്ട്. എന്തിനറിയാം, നമ്മുടെ ഈ ഹാജിമാരായി പോയ ആളുകൾ കുറെ ദിവസത്തെ മാസങ്ങളോളമുള്ള അരിയും കോതമ്പും ഒക്കെ കൊണ്ടുപോകത്രേ. ഈ അരിയും കോതമ്പിലും വല്ലതും ഉണ്ടെങ്കിൽ അത് വാങ്ങാൻ പിന്നെ മലയാളികളുടെ കിണ്ടി നമ്മളിവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ പോയ പഴയ കാലത്തെ ആളുകൾക്ക് ഒരു പക്ഷെ ഓർമ്മ ഉണ്ടാവും. ഈ കിണ്ടിക്ക് വേണ്ടി വട്ടമിട്ട് നിൽക്കുന്ന അറബികൾ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു അത്രേ. മലബാറിന്റെ ചരിത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. കരീം സാഹിബ് അടക്കമുള്ളവർ പറയുന്ന ചരിത്രത്തിൽ പറയുന്നുണ്ട്. മലബാറിലെ ആളുകളുടെ കിണ്ടികൾക്ക് വേണ്ടി അറബികൾ കാത്തിരുന്ന ഒരു കാലഘട്ടം ദാരിദ്ര്യവനുണ്ട്. നമ്മുടെ CH ഗ്രേസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി തുടങ്ങിയ ഇടക്കാലത്ത് ഒരു വിവാദം ഉണ്ടാക്കിയ CHന്റെ ലൈബ്രറിയിൽ ഒരു കത്തുണ്ട്, ബാഫഗീതങ്ങൾ അയച്ച ഒരു കത്തിന്റെ ഫോട്ടോ കോപ്പി. എന്താ അറിയോ, ലീഗിന്റെ കമ്മിറ്റിയൊക്കെ അയച്ച കത്താണ്. ലീഗിന്റെ കമ്മിറ്റികളൊക്കെ ശ്രദ്ധിക്കണേ, മക്കത്ത് പള്ളി പണി നടക്കുകയാണ്, ഹറമിന്റെ പണി നടക്കുകയാണ്, പൈസ ഇല്ലാത്തതിനാൽ പണി ബുദ്ധിമുട്ടിലാണ്. ലീഗിന്റെ കമ്മിറ്റികൾ യൂണിറ്റുകളിൽ നിന്ന് പൈസ ശേഖരിച്ച് അങ്ങോട്ട് അയക്കണം. ഇവിടെ ലീഗ് കമ്മിറ്റി പിരിവെടുത്തിട്ട് അങ്ങോട്ട് അയക്കണമെന്ന് ബാഫഗീതങ്ങൾ കത്തെഴുതിയ ഒരു കാലഘട്ടം അറബ് നാടുകൾക്കുണ്ട്. ദാരിദ്ര്യത്തിന്റെയും പ്രയാസത്തിന്റെയും വലിയ കൊടിയ ബുദ്ധിമുട്ടുകളുടെയും ചരിത്രം അറബ് നാടുകൾക്കുള്ള ഒരു കാലഘട്ടമുണ്ട്. പിന്നെ അറബ് എന്നാ രക്ഷപ്പെട്ടത്? ഈ അടുത്ത് ഞാൻ നമ്മുടെ KMCCയുടെ ജിദ്ദ കണ്ണമംഗലം കമ്മിറ്റി ഇറക്കിയൊരു സുവനീർ വലിയ വായിച്ചപ്പോൾ അത്ഭുതം തോന്നിപ്പോയി. 70ന്റെ അവസാനം ഗൾഫിലേക്ക് പോയ കണ്ണമംഗലത്തിൽ നിന്ന് അവിടെ വലിയ വ്യവസായികളൊക്കെയാണ്. ഓരോരുത്തരെന്തോ അവിടെ പൊടികളും ഒക്കെ വിൽക്കുന്ന ആളുകൾ, മല്ലിപ്പൊടിയൊക്കെ ഇപ്പൊ വലിയ ബിസിനസ്സുകാരെ കുറിച്ച്, അവരെ ചരിത്രത്തിനെ കുറിച്ച് ഒരു 5-6 പേജ് അവിടെ പണ്ട് പോയിരുന്ന രക്ഷപ്പെട്ട വലിയ ആളുകളുടെ ചരിത്രം അതിൽ പറയുന്നുണ്ട്. 6 കിലോമീറ്റർ ദൂരമൊക്കെ നടന്നു പോയിട്ട് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമായിരുന്നു അത്ര അന്ന് നമ്മുടെ ഇവിടെ നിന്ന് പോയിരുന്ന ഗൾഫ് പോയിരുന്ന ആളുകൾ കുളിച്ചിരുന്നത്. അയാളുടെ അനുഭവം പറയാം. 6 ദിവസം, അഥവാ ഒരാഴ്ചയിൽ ഒരു ദിവസം കുളിച്ച് ദാരിദ്ര്യത്തിന്റെയും പ്രയാസത്തിന്റെയും ഏറ്റവും കൊടിയ വറുതിയുടെ കാലഘട്ടം അറബ് നാടുകൾക്ക് ഉണ്ടായിരുന്നു. 70ന്റെ അവസാനം 80ന്റെ ആദ്യം മുതൽ പെട്രോൾ കമ്പനികളിൽ നിന്ന് പെട്രോൾ കണ്ടെത്തി വിപണനം തുടങ്ങിയതിനു ശേഷമാണ് അറബ് നാടുകൾ രക്ഷപ്പെടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദാരിദ്ര്യത്തിന്റെ നാട്ടിലാണ്. ഇന്ന് എത്തിങ്ങാൻ തുടങ്ങാൻ അത്ര പ്രശ്നമൊന്നുമില്ല. റിയാദ് കമ്മിറ്റി, ജിദ്ദയിലൊരു കമ്മിറ്റി, സൗദി ആംബൂലൊരു കമ്മിറ്റി, ഓരോ പ്രവിശ്യയിലൊരു കമ്മിറ്റി ഉണ്ടാക്കി
ജനുവരി ജിദ്ദക്കാർ നോക്കണം, റിയാദ് ഫെബ്രുവരി നോക്കണം എന്നാണ്. ഓരോ മാസം ഓരോരുത്തർക്ക് കൊടുത്താൽ, അല്ലെങ്കിൽ ദുബൈയിലെ കുറച്ച് കമ്മിറ്റി ഏൽപ്പിച്ചാൽ 12 മാസം കഴിഞ്ഞു പോകാൻ എന്നൊരു ബുദ്ധിമുട്ടില്ല. ഇന്ന് എത്തിങ്ങാൻ തുടങ്ങാൻ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. എന്നാലോ ഉത്തര മലബാറിലെ കൊടിയ ദാരിദ്ര്യത്തിന്റെ കാലഘട്ടം, വസൂരിയും കോളറയും പിടിപെട്ടതിനെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്. മയ്യത്ത് കുളിപ്പിക്കാൻ കുടുംബക്കാർ നേരം തെറ്റിയിട്ടേ വരുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിച്ചാൽ അണുക്കൾ ശരീരത്തിൽ വരുമോ എന്ന് ഭയന്ന് ബന്ധുമിത്രാദികൾ പോലും വസൂരി പിടിപെട്ടവർ. കാരണം ഈ സമൂഹത്തിന് അറിയില്ല ഇത് പകരോ ഇല്ലേ, പഠിക്കാനോ സംവിധാനമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ബന്ധുക്കൾ പോലും മയ്യത്ത് കഫൻ ചെയ്തതിനു ശേഷം വീട്ടുകളിലേക്ക് വന്ന കാലഘട്ടം വസൂരി പിടിപെട്ടവന്റെ എത്തീമകളെ കൊണ്ടുവന്നാണ് MK ഹാജി തിരുരങ്ങാടി എത്തിങ്ങാൻ തുടങ്ങുന്നത്. തിരങ്ങാടി എത്തിങ്ങാരുടെ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. MK ഹാജിയോട് ചോദിക്കുന്നുണ്ട്, സാമ്പത്തികമായിട്ടൊരു സൗകര്യമുള്ള ആളല്ല MK ഹാജി, സംവിധാനം വളരെ കുറവ്, ജീവിക്കാൻ അദ്ദേഹത്തിന് തന്നെ പ്രയാസമാണ്. MK ഹാജിനോട് സുഹൃത്തുക്കളോട് ചോദിക്കേണ്ട, MK നിങ്ങളെ കൊണ്ട് കഴിയോ, കഴിയാത്ത കാര്യത്തിന് നിൽക്കണം. MK ഹാജി സാഹിബ് പറഞ്ഞൊരു മറുപടിയുണ്ട്, ആ മോഡറേറ്റർക്കുള്ള മറുപടിയാണ്. എന്താ അറിയോ, ഞാൻ മദ്രാസിൽ പോയി ഈ 2 കൈകൾ കൊണ്ട് കൈവല്ലി വലിച്ചിട്ടാണെങ്കിലും ശരി ഞാൻ ഈ എത്തിമക്കളെ പരിപാലിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ മഹാനായ നമ്മുടെ നേതാവ് സാമ്പത്തിക, ഞാൻ അതിന് പ്രശ്നമില്ല, ഞാൻ കമ്മിറ്റികൾ ഉണ്ടാക്കി ഗൾഫിൽ നിന്ന് പൈസ ഉണ്ടാക്കി നടത്താന്നല്ല പറഞ്ഞു. പിന്നെ മദ്രാസ് പോയി ഞാൻ കൈവണ്ടി ഈ 2 കൈകൾ കാണിച്ചു പറഞ്ഞത്ര, ഞാൻ 2 കൈകൾ കൊണ്ട് മദ്രാസ് പോയി കൈവണ്ടി വലിച്ചിട്ടാണെങ്കിലും ഞാൻ എത്തിമക്കളെ പരിപാലിക്കുന്നു. ഏതൊരുത്തൻ എത്തിമക്കളോടുള്ള ബാധ്യത നിർവഹിക്കുന്നവോ സ്വർഗത്തിലാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാർ അത് ജീവിതത്തിൽ കൊണ്ടുവന്നവരാണ്. ഇന്ന് റമദാൻ മാസമായ പത്രം നോക്കുന്നത്, ചന്ദ്രികയിലും മാധ്യമത്തിലും സിറാജിലും കുറച്ചൊക്കെ തേജസ്സിലും ഇനിയിപ്പോ ഒരുപക്ഷെ സുപ്രഭാതം ഒന്നും അതിലുണ്ടാവും. പരസ്പരം മത്സരിച്ച് പരസ്യം എന്താണ്, 5ാം തരവും 7ാം തരവും പൊതുപരീക്ഷ പാസ്സായ എത്തിയും കുട്ടികളെ ആവശ്യമുണ്ട്. താമസം ഭക്ഷണം സൗജന്യമാണ്. ഈ എത്തിങ്ങാനകളുടെ പിരിവിനൊക്കെ ചിലപ്പോൾ നമ്മളൊക്കെ അടുത്ത് വരുന്ന ആളുകളുടെ തരുന്ന റെസിപ്റ്റിന്റെ പുറകു വശം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അതിൽ കൊടുക്കുന്ന ഭക്ഷണങ്ങളുടെ മെനു പറയാറുണ്ട്. കുട്ടികൾക്ക് ഒരു ദിവസം നെയ്ച്ചോറ് അല്ലെങ്കിൽ ബീഫ് എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ എത്തീം മക്കൾ ഒരു സമൂഹത്തിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുന്ന ലോകത്തിന്റെ ഒരേ ഒരു മണ്ണ് അഭിമാനത്തോട് നമുക്ക് പറയാം കേരള. ഈ ആസാമിന്ന് കുട്ടികൾ വന്നപ്പോഴാണ് പിടിക്കണത്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണത്. ഈ പത്രക്കാരും മീഡിയകളും ഈ ചർച്ചകളിൽ ഇവർ എത്രമാത്രം വിഷയത്തിനെ വക്രീകരിക്കുന്നതിന് തെളിവാണത്. ഇവിടെ ആകെ വിഷയം ഈ കുട്ടികളുടെ ടിക്കറ്റ് ഇല്ലാതെ ഒരു കമ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു എന്നുള്ളതാണ് അന്ന് പറഞ്ഞ പ്രധാന പ്രശ്നം. പിന്നെ എന്ത് രേഖ ഇല്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾക്ക് ആധാർ കാർഡ് പോയിട്ട് റേഷൻ കാർഡിൽ പേരില്ല, വോട്ടർ പട്ടിക പേരില്ല. അവൻ എന്ത് രേഖ ജീവിതത്തിൽ അവൻ ജനിച്ചു എന്നുള്ളതിന്റെ മാതാവിനും പിതാവിനും ഒന്നും അറിയാന്നല്ലാതെ ഉത്തരേന്ത്യയിലെ സെൻസസുകളിൽ പലപ്പോഴും മുസ്ലിം സമുദായത്തിന്റെ കോളനികൾ ഒന്നടങ്കം വിട്ടുപോവാറില്ല ഇവർ. എന്നിട്ട് ആ കുട്ടികൾക്ക് രേഖയില്ലാതെ ആ കുട്ടികൾ രക്ഷ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൽ കവിഞ്ഞ് അതിൽ ആ ചർച്ചയിൽ ഒരു സാങ്കത്യം ഉണ്ടായിരുന്നില്ല. സത്യം തെളിഞ്ഞു വന്നല്ലോ, പിന്നീട് കോടതിയിൽ വന്നല്ലോ, അതിന്റെ വിധികൾ വന്നല്ലോ. അത് മനുഷ്യക്കടത്തായിരുന്നില്ല. മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റിയിൽ വന്ന് തട്ടിക്കൊണ്ടല്ലേ നമ്മൾ കേൾക്കാറുണ്ട്. ഈ ബന്ദികളാക്കി കൊണ്ടുപോകാറുണ്ട്. എന്താണ്, പിടിച്ചു വെച്ചിട്ട് 2 കോടിയൊക്കെ ഈ ജീവിച്ച മകളില്ലാത്ത എത്തിയും കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്ത് കിട്ടാനാ? ഇവർ ഈ സംഗതിയെ മാധ്യമങ്ങൾ കൊണ്ടുപോയി അതിന്റെ പുറത്ത് ചർച്ച, നമ്മളെ സത്യം ഇവിടെ അങ്ങനെ എന്താ പറയാ സൂക്ഷിച്ചു ഇവരെല്ലാരും കൂടി നടത്തിയ ചർച്ച അങ്ങ് സ്ഥാപിക്കപ്പെട്ടു പോയി. വലിയ വിഷമം തോന്നിയ സംഗതി. മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നില്ല. മനുഷ്യനെ കടത്തിയാൽ ഗുണത്തിന് വേണ്ടി കടത്തുകയാണെങ്കിൽ ഈ ജീവിക്കാൻ വകല്ലാത്ത എത്തിയും കുട്ടികളെ കൊണ്ടുവന്ന് ചിലവ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്ത് കടത്താണിത്? ഇത് മനസ്സിലാവുന്നില്ല. ഇവര് സത്യത്തിനെ വിഭജിക്കുകയാണെന്ന് ചെയ്തത് മാധ്യമങ്ങളെല്ലാരും കൂടിയിട്ട് എത്തിങ്ങാന വിവാദത്തിൽ. നമ്മൾ പറഞ്ഞു എത്തിങ്ങാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് കേവലം ഒരു ചർച്ചാ വിഷയം മാത്രമല്ല. ഈ ആസാം എന്ന് പറയുമ്പോ ഇന്ത്യയിൽ ഏറ്റവും അധികം മുസ്ലിം പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റാ. നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയാണ്. കണക്ക് പ്രകാരം തന്നെ 37% പോപ്പുലേഷൻ ഉണ്ട്. അനൌദ്യോഗിക കണക്ക് പറഞ്ഞാൽ ഏകദേശം 45-46% മുസ്ലിങ്ങളുണ്ടെന്ന്. അത് ജനസംഖ്യയുടെ പകുതിയോളം ആസാമിൽ മുസ്ലിങ്ങളാണ്. മലപ്പുറം ജില്ലയേക്കാൾ കൂടുതലുള്ള മുസ്ലിങ്ങളുടെ 11 ജില്ല ആസാമിൽ മാത്രമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു അനാലിസിസ് ഒന്നിന് മുസ്ലിം പൊളിറ്റിക്സിനെ കുറിച്ച് മില്ലി ഗസറ്റിൽ അതിൽ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല് 13 MP-മാരെ ഒറ്റക്ക് നിന്ന് ആസാമിൽ മുസ്ലിങ്ങൾക്ക് മാത്രം ജയിപ്പിക്കുക. ഒരാളും നമ്മളെ സഹായിക്കണ്ട. കോൺഗ്രസും വേണ്ട, BJP-യും വേണ്ട, ആസാമിലെ പ്രാദേശിക കക്ഷികളും വേണ്ട, AUDMF ഒന്നും ആരും വേണ്ട. മുസ്ലിങ്ങൾക്കൊരു പാർട്ടിയും ഒരു നേതാവും പിടിക്കാനൊരു കൊടിയും വിളിക്കാനൊരു മുദ്രാവാക്യവും ഒരു സംവിധാനം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരാൾ ഔദാര്യം ഇല്ലാതെ 13 MP-മാർ ആസാമിൽ നിന്ന് മാത്രം വരുമായിരുന്നു. ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ആകെയുള്ളത് എത്ര പേരാ? 21 പേരിൽ. അതിൽ ആസാമിൽ നിന്ന് ഈ വർഷം മാത്രമാണ് 2 MP വന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ പാർലമെന്റ് ഒക്കെ നടക്കുമ്പോൾ കാണുന്ന ഒരു താടി വെച്ച അത്രവാല രാജാവ് എന്നറിയപ്പെടുന്ന കോടീശ്വരനായ പൈസ കൊണ്ട് ജയിച്ചാന്ന് മാധ്യമങ്ങൾ പറയണം. എന്തോ വസ്തുത സത്യക്കാർക്കറിയാം. ബദറുദ്ദീൻ അജ്മൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകനും അപ്പം വരുന്നതും അങ്ങനെ തന്നെയാണ്. ഉവൈസി ആണെങ്കിലും അവരുടെ മക്കളുമാണ്. മുസ്ലിം ലീഗിന്റെ പൊളിറ്റിക്സും ഇന്ത്യയിൽ ഒറ്റപ്പെട്ട മുസ്ലിം ലീഗുകളും തമ്മിൽ ഒരു ഇടത്ത് വെച്ച് കമ്പയർ ചെയ്യാനും പോലും കഴിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആസാമിൽ നിന്ന് എങ്ങനെ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നത് നമുക്ക് മനസ്സിലാത്ത സംഗതി അതാണ്. 25% മുസ്ലിങ്ങളുള്ള കേരളത്തിലേക്ക് എങ്ങനെ 37 ഇങ്ങോട്ട് വരിക? ഇവിടെ എത്തിയും കുട്ടികളുണ്ടെങ്കിൽ അങ്ങോട്ട് അയക്കണം. അതാണ്
അതാണല്ലോ ശരിക്കും വേണ്ടത് അല്ലെ? കൂടുതൽ ആൾ അവിടെയാണ്. അപ്പൊ ഇവിടെ എത്തിയും കുട്ടികൾ ഉണ്ടെങ്കിൽ എന്ത് വേണം? ഇവിടുത്തെ എത്തിയും കുട്ടികളെ സംഘടിപ്പിച്ച് അങ്ങോട്ട് അയക്കണം. സത്യത്തിൽ അവിടെയുള്ള എത്തിയും കുട്ടികൾ ഇങ്ങോട്ട് വരാൻ പാടില്ല. അവിടെയുള്ള എത്തിയും കുട്ടികൾ ഇങ്ങോട്ട് വരുന്നുവെങ്കിൽ എന്തറിയണം നമ്മൾ? 30% മുസൽമാൻ ഉണ്ടായിട്ട് ആസാമിലെ മുസ്ലിം കുട്ടികളെ പരിപാലിക്കാൻ ആസാമിലെ മുസൽമാനെ കൊണ്ട് കഴിയുന്നില്ല. കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിം ലീഗ് സൃഷ്ടിച്ച ഈ സാമൂഹിക പരിസരം ഭാഗമായി ഇന്ത്യയിൽ എവിടെ നിന്ന് എത്തിയും കുട്ടികൾ വന്നു? അപ്പം AP-ന്റെ കാരന്തൂർ മർക്കസിലൊക്കെ കാശ്മീരികൾക്ക് മാത്രം ബ്ലോക്കാണ്. കാശ്മീരികൾക്ക് മാത്രം ബ്ലോക്കാണ്. നമ്മുടെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. ഈ കാശ്മീരിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പം ഒരു ദിവസം പത്രത്തിലുണ്ടായിരുന്നു, ഈ കാശ്മീരി ബ്ലോക്കിൽ ഇവരെല്ലാരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണം. ഒരു ഹാള് നിറയെ കാശ്മീരി കുട്ടികളാണ്. 87, 83, 84% ശ്രീനഗർ, ബാരാമുല്ല, ആനന്ദ്നഗറിലെ മുസ്ലിം പോപ്പുലേഷൻ. 87, 84, 81% ഉണ്ടായിട്ട് എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഈ കോഴിക്കോട് ജില്ലയിലെ 52% മുസ്ലിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നമുക്ക് മനസ്സിലാകാത്ത സംഗതി ഏതാണ്? മനസ്സിലാക്കേണ്ടത്, പുതിയ ചെറുപ്പക്കാരാണ് നാം മനസ്സിലാക്കേണ്ടത്, മുസ്ലിം ലീഗ് കൊണ്ടുവന്ന സാമൂഹിക പരിസരം ലോകത്തിന് അത്ഭുതമാണ്, ഇന്ത്യക്ക് മാതൃകയാണ്. നമ്മൾ ചെയ്തു വന്ന ഈ യത്തീംഖാനൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ലീഗിന് സംവിധാനമൊന്നും ആയിട്ടില്ല. ഈ മുസ്ലിം ലീഗിന് നമ്മളിതൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മളിവിടെ 1500 ബൈത്തറാം ഉണ്ടാക്കി. പിന്നെ ഡയാലിസിസ് സെന്ററിനും ക്യാൻസർ സെന്ററിനും അടക്കം ഒരു വർഷം മുസ്ലിം ലീഗ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എത്ര കോടി ചെലവഴിക്കുന്നുണ്ടാവും? എത്ര കോടി? മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിക്ക് ഡൽഹിയിൽ ഒരു ഓഫീസ് ഉണ്ടാക്കാൻ നമ്മൾ ഇതുവരെ മെനക്കെട്ടിട്ടില്ല. കാരണം എന്താ പറയുന്നത്? നടക്കാത്തതുകൊണ്ടല്ല. ഈ പൈസ ചോദിച്ചതിന്റെ ഒരു പകുതി ലീഗിന്റെ ഒരു ഓഫീസ് ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് ശ്രമിച്ചാലും നടക്കാത്തതുകൊണ്ടല്ല. പിന്നെയോ മുസ്ലിം ലീഗിന്റെ കേവല ലക്ഷ്യം എന്തല്ല? ഡൽഹിയുടെ തലസ്ഥാനത്ത് നേതാക്കന്മാർക്ക് ശീതീകരിച്ച റൂമിലിരുന്ന് പത്രസമ്മേളനം വിളിക്കാനല്ല മുസ്ലിം ലീഗ്. പിന്നെയോ അതുണ്ടാക്കാൻ അതിന്റെ സമയം വരുന്നതിന് മുമ്പ് പ്രയാസപ്പെടുന്നവന്, രോഗിക്ക്, ക്യാൻസർ രോഗിക്ക്, കിഡ്നി രോഗിക്ക്, വീടില്ലാത്തവന്, യത്തീം കുട്ടികൾക്ക്, മദ്രസകൾക്ക് മുസ്ലിം ലീഗ് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഫോഴ്സ് തിരിച്ചുവിട്ടത് നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിൽ മനസ്സിലാക്കി പഠിച്ച് പഠനവിധേയമാക്കേണ്ട സംഗതിയാണ്. ഇപ്പോ നമ്മുടെ പുതിയ കുട്ടികളുടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ സംഗതിന്റെ ഞാൻ പിന്നെ അതിന്റെ നമ്മളെ മറ്റൊരു നേട്ടത്തിന്റെ ഒരു ലിസ്റ്റ് വേറെ നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു മറ്റൊരു ക്യാമ്പ് വിഷയമാണ്. മലപ്പുറം ജില്ല പഠന വിധേയമാക്കേണ്ട സംഗതിയാണ്. 93 മൈനോറിറ്റി കോൺസെൻട്രേറ്റഡ് ഡിസ്ട്രിക്ട് ഉണ്ട് ഇന്ത്യയിൽ. അഥവാ 40% കൂടുതൽ മുസ്ലിങ്ങളുള്ള 93 ജില്ല, 600 ചില്ലറ ജില്ലയിൽ 93 ജില്ലയിലാണ് പിന്നെന്താ പറയാ മൈനോറിറ്റി കോൺസെൻട്രേറ്റഡ് ഡിസ്ട്രിക്റ്റുകൾ 93 ഇന്ത്യയിൽ ആകെ ഉള്ളത്. ഈ ബംഗാളിലുണ്ട്, മുർഷിദാബാദ് അടക്കമുള്ള ബംഗാളിലെ ജില്ലകളുണ്ട്. ബംഗാളിൽ നിന്ന് 7ഓളം ജില്ലകളുണ്ട്. ഞാൻ പറഞ്ഞ ആസാമിൽ നിന്ന് തന്നെ അതിൽ 10-17 ജില്ലകളുണ്ട്. കേരളത്തിൽ നിന്ന് 3 മാത്രമാണ് അതിനകത്തുള്ളത്. മലപ്പുറം, കോഴിക്കോടും വയനാടും അല്ലാതെ 4മതൊരു ജില്ല അതിനകത്തില്ല. അതിനവർ ക്രൈറ്റീരിയ ഒരുപക്ഷെ കൂടുതലും കുറഞ്ഞു പല ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. ഏതായാലും ഈ 3 ജില്ലകൾ അതിനകത്തുള്ളത്. ഈ മൈനോറിറ്റി കോൺസെൻട്രേറ്റഡ് ഡിസ്ട്രിക്റ്റിൽ ഇപ്പൊ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന് ഇപ്പൊ അഹമ്മദ് സാഹിബ് ഇവരെല്ലാരും കൂടി ഒരു ബഹളം ഉണ്ടാക്കി, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഓരോരോ വിവാദം ഉണ്ടാക്കിയ കൂട്ടത്തിൽ നമ്മുടെ കുട്ടികളൊക്കെ ഓരോ തെറ്റിദ്ധരിപ്പിച്ച് ഓരോ ഇതൊക്കെ ഉണ്ടാക്കിയ കൂട്ടത്തിൽ STPI ആദ്യം ഒരു പോസ്റ്റർ ഇറക്കി, മലപ്പുറം ജില്ല എന്ത് നേടി. അത് പോസ്റ്റർ ഇറങ്ങിയ ഉടനെ നമ്മുടെ പിന്നെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് അഹമ്മദ് സാഹിബിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് അതിനൊരു പിന്നെ മീഡിയ ക്യാമ്പയിൻ സമിതി എന്ന് പറഞ്ഞ അമിത് സാഹിബിന്റെ നേതൃത്വത്തിൽ നമ്മൾ അവിടെ നിന്ന് ഒരു ജില്ലാ ലീഗിന്റെ നേതൃത്വത്തിൽ ഇതുണ്ടാക്കിയിരുന്നു, ഒരു കമ്മിറ്റി ഫോം ചെയ്തിരുന്നു. അതിൽ സലീം കരമ്പലത്തിന്റെ കൂടെ ഞാനും അതിനകത്തൊരു അമീർ സാഹിബ് ചുമതലപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് അതിൽ അംഗമായിട്ട് വന്നിരുന്നു. അപ്പൊ ആദ്യ യോഗം കൂടിയപ്പോൾ തന്നെ അമീർ സാഹിബ് പറഞ്ഞു, ഇപ്പൊ ഈ ആദ്യത്തെ പ്രശ്നം നമ്മൾ അഹമ്മദ് സാഹിബിന്റെ വാക്സിനായിട്ട് ബന്ധപ്പെട്ട വിവാദത്തിന് മറുപടി കൊടുക്കണം. കൂട്ടത്തിൽ ആദ്യം കൊടുക്കേണ്ടത് STPIയുടെ ഈ ചോദ്യമാണ്, മലപ്പുറം ജില്ല എന്ത് നേടി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 1-2 ദിവസം കൊണ്ട് ഇതിന്റെ സാധ്യമായ ഡാറ്റകളൊക്കെ കൃത്യം പറഞ്ഞത് പിന്നെ ആൾക്കാരുടെ വെച്ച് മറുപടി തിരിച്ചെടുക്കുന്ന അവസ്ഥ ഉണ്ടായത്. കൃത്യം പഠിച്ചെടുക്കണം. അതിന്റെ പണികൾ നിങ്ങൾ ഓരോരുത്തരും നോക്കി. വിദ്യാഭ്യാസ മേഖലത്തിനായിട്ട് ബന്ധപ്പെട്ട് മുഴുവൻ എന്നോട് സംഘടിപ്പിക്കാൻ പറഞ്ഞു. പിന്നെ സ്പോർട്സിന് അങ്ങനെ ഓരോരുത്തരെ ഏൽപ്പിച്ച് പെട്ടെന്ന് 2 ദിവസം 3 ദിവസം കൊണ്ട് കൂടി 2ാമത് ലീഗ് ഓഫീസിൽ ഇരുന്ന് നമുക്കൊരു ഡാറ്റ ഉണ്ടാക്കിയിട്ട് നേരിട്ട് പ്രചരണം തുടങ്ങാം എന്ന് പറഞ്ഞു. പ്രചരണം തുടങ്ങുന്നതിന് മുമ്പാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഉടനെ. അപ്പൊ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഓരോ സ്ഥലങ്ങളിൽ നിന്നായിട്ട് എടുക്കാൻ തുടങ്ങി. ബന്ധപ്പെട്ട AE ഓഫീസിലും DE ഓഫീസിലും മന്ത്രിമാരുടെ ഓഫീസിലൊക്കെ വിളിപ്പിച്ച് നമ്മൾ എല്ലായിടത്തും ഡാറ്റ എടുത്തു തുടങ്ങി. ഇന്റർനെറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഡാറ്റ കൊടുക്കും. അത്ഭുതം എന്ന് പറയാം. നമ്മൾ ആ ഡാറ്റ എടുത്ത് പരിശോധന വിധേയമാക്കി. പിന്നെ ആദ്യം കിട്ടിയ അവസരത്തിൽ തന്നെ ഇതിന്റെ പഠനമൊക്കെ കഴിഞ്ഞ ഒരാഴ്ചക്കകം നമ്മൾ കിട്ടിയ പൊതുയോഗത്തിലൊക്കെ വിളിച്ച് STPIക്കാരോട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന സമയം, നിങ്ങൾ പറയുന്നത് ചെലവ് ഞങ്ങൾ വഹിക്കാം, യൂത്ത് ലീഗ് ഞങ്ങൾ വഹിക്കാം. ആ ചെലവിൽ നമ്മൾ ഈ വിഷയത്തിൽ പരസ്യമായ ഒരു സംവാദത്തിന് തയ്യാറാണ്. നിങ്ങൾ പറയുന്ന അത്രയും വേദികളിൽ പരസ്യമായി വിളിച്ചു STPIക്കാര മലപ്പുറം ജില്ല എന്ത് നേടി എന്നുള്ള വിഷയത്തിൽ നിങ്ങൾ സംവാദത്തിന് തയ്യാറുണ്ടോ? സമയം തീരുമാനിച്ചാൽ മതി, ബാക്കിയെല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്യാം. പരസ്യമായി ആവർത്തിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ അന്ന് മുതൽ അവസാനം വരെ നമ്മൾ പറഞ്ഞത്. പിന്നെ അതിന് മറുപടി അവർ പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പഠിക്കുമ്പോഴാണ് അറിയുന്നത്. 93 ജില്ലകളുടെ കാര്യം പോട്ടെ, ബംഗാളും UP മഹാരാഷ്ട്രയൊന്നും മലപ്പുറം ജില്ലനെ വെച്ച് കമ്പയർ ചെയ്യാൻ പോലും കഴിയില്ല. അത് അത്ര വലിയ അവരൊരു 60-6 പതിറ്റാണ്ട് പിന്നിലാണ്. അവരുടെ ലക്ഷ്യം അപ്പം ആസാമിന്റെ കലാപത്തിലൊക്കെ പോയി നമ്മുടെ ലീഡേഴ്സൊക്കെ തിരികെ വന്നിട്ട് പറയുന്ന അവസ്ഥ ഉണ്ട്.
ഇപ്പൊ UP-യിൽ കമ്പിളി പതിപ്പിനാണ് പിരിവ് നടക്കുന്നത്. നിങ്ങൾ ആലോചിക്കണത്, മുസ്ലിങ്ങൾ തെരുവിൽ കടക്കുന്ന മുസ്ലിങ്ങൾക്ക് -ഡിഗ്രി എത്തിയതിനാൽ കമ്പിളി പതിപ്പിനാണ്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാം മാധ്യമത്തിലൊക്കെ നിങ്ങൾ പരസ്യം കണ്ടില്ലേ, ഒരു കമ്പിളിക്ക് ഇത്ര രൂപ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട്. ഒരു യഥാർത്ഥ സംഗതിയാണത്. മരം കോച്ചുന്ന തണുപ്പിൽ കയറി കിടക്കാൻ ഒരു വീടിനും വേണ്ടിയിട്ടുള്ള പിരിവ് പിന്നല്ലേ, വീടെന്നൊക്കെ അവന്റെ സ്വപ്നത്തിൽ കിടക്കാൻ ഒരു കമ്പിളി പതിപ്പിന് വേണ്ടി പരസ്യമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പിരിവെടുക്കേണ്ട ഗതികേടിലാണ് ഉത്തരേന്ത്യയിലെ മുസൽമാൻ. ഇന്നത്തെ മാധ്യമം എടുത്തു നോക്കുന്നത്, അധികം ദിവസമൊന്നും ബാക്ക് പോകണം. ബാക്കിലെ പരസ്യത്തിൽ പറയുന്നത് ഉത്തരേന്ത്യയിലെ അതിശൈത്യത്തിൽ മരണപ്പെടുന്ന സഹോദരന്മാരെ ഒരു കമ്പിളിക്ക് 600-700 രൂപ ഓരോരുത്തരും ഏതോ ഒരു ഫൗണ്ടേഷൻ അവരെ ഏൽപ്പിക്കണം എന്നാണ് തുടങ്ങി. ഉത്തരേന്ത്യയിലൊക്കെ തണുപ്പിനെ കുറിച്ച് ഇപ്പം നമ്മുടെ MP-മാരും ബന്ധപ്പെട്ട സ്റ്റാഫുകളൊക്കെ പറഞ്ഞേക്കണം, കൊടിയ തണുപ്പാണ്. പ്രത്യേകിച്ച് UP പ്രദേശങ്ങളിലൊക്കെ ഉള്ള ചില രാവിലെ പിന്നെ പള്ളിയിലേക്കൊക്കെ പോയി വെള്ളം കാൽമൽ ഒഴിച്ചാൽ കാൽമൽ ആണിമ ചവിട്ടിയമാരി പോകും. അത്ര ഐസും കട്ടന്റെ മുകളിൽ നമ്മൾ എത്ര സമയം നിൽക്കും, അത്ര വലിയ തണുപ്പാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും കഴിയില്ല. അത് നമ്മൾ വിട്ടുകളയാം. നമ്മൾ പഠിച്ചു, നമ്മൾ പറഞ്ഞു മറ്റു ജില്ലയൊന്നും എടുക്കണ്ട, കേരളവും മലപ്പുറം തമ്മിലൊരു കമ്പാരിസൺ നമ്മൾ നോക്കി. മറ്റൊന്നും അർത്ഥമില്ല. ഇപ്പൊ മഹാരാഷ്ട്രയിലെ മുസ്ലിം ജില്ലയും മലപ്പുറം ജില്ലയും കമ്പയർ ചെയ്ത് കൂടുതൽ ചർച്ചന്റെ ആവശ്യമൊന്നുമില്ല. ഒരു മിനിറ്റ് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാവുന്നു, മറ്റുള്ളവർക്ക് അംഗീകരിക്കാവുന്ന വിഷയമുള്ളൂ. ഒരു കോൺഫ്ലിക്റ്റ് എന്താ പറയാ, ഒരു ചർച്ചന്റെ ആവശ്യമില്ല. അത്ര വലിയ അന്തരത്തിലാണ്. UP-യും ബംഗാളൊന്നും പറയാനൊന്നുമില്ല. അധപതനത്തിന്റെ പ്രയാസത്തിന്റെ ആഴത്തിലാണ്. നമ്മളിങ്ങനെ നോക്കിയപ്പോ കേരളത്തിൽ ഏറ്റവും അധികം സർവകലാശാലയുള്ള ജില്ല നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ 7 സർവകലാശാല നമ്മുടെ ജില്ലയിലുണ്ട്. തിരുവനന്തപുരത്ത് 1 ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി, പിന്നീട് കേരള യൂണിവേഴ്സിറ്റി. രണ്ടാമതൊരു യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്തില്ല. തിരുവനന്തപുരം ജില്ലയിൽ ആകെ ഒരു യൂണിവേഴ്സിറ്റി ഉള്ളത്. ഞങ്ങൾക്ക് കൊല്ലത്താണ് പഠിച്ചത് എന്റെ PG-ക്ക്. കൊല്ലത്ത് 8 യൂണിവേഴ്സിറ്റി. ഞങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് പോകാറായിരുന്നു. കൊല്ലം 0, ആലപ്പുഴ 0, പത്തനംതിട്ട 0, ഇടുക്കി 0. ആ ജില്ലകളിൽ നിന്ന് 8 സർവകലാശാലയില്ല. കോട്ടയത്ത് 1 ഉണ്ട്, MG. പിന്നീട് വരുന്ന ജില്ലയാണ് എറണാകുളം ജില്ല. അവിടെ പിന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി CH കൊടുത്തു. കാലടി സർവകലാശാല ET കൊണ്ടുവന്ന 2 സർവകലാശാല. അതിന്റെ കീഴിൽ കോളേജ് ഉണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതിന്റെ കീഴിൽ കോളേജ് ഒന്നുമില്ല. നുവാൽസ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ലീഗൽ അഡ്വാൻസ് സ്റ്റഡീസ് എന്ന നിയമ യൂണിവേഴ്സിറ്റിയും, കുഫോസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ മറൈനായിട്ട് ബന്ധപ്പെട്ട ഫിഷറീസ് BTech ഒക്കെ ഉൾപ്പെടുന്ന ഡിഗ്രി ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയും മറൈൻ. അതിന്റെ കീഴിൽ കോളേജ് ഒന്നുമില്ല. വേണമെങ്കിൽ 2 മുഴുവൻ യൂണിവേഴ്സിറ്റി ഉണ്ടാരാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയാം. തൃശ്ശൂർ ജില്ലയിൽ ആകെ 2 മണ്ണത്തി കാർഷിക സർവകലാശാല, ഇപ്പം വരുന്ന നിർദ്ദിഷ്ട മെഡിക്കൽ യൂണിവേഴ്സിറ്റി. നിലവിൽ 1 ഉള്ളൂ, ബാക്കി യൂണിവേഴ്സിറ്റി ഇല്ല. പിന്നെ വള്ളത്തോൾ കലാമണ്ഡലത്തിന് ഡീംഡ് സർവകലാശാല പദവി എന്നൊക്കെ പറയും. അതിനകത്തൊന്നുമില്ല. ആ ക്യാമ്പസിനകത്ത് വള്ളത്തോൾ കലാമണ്ഡലത്തിൽ നടക്കുന്ന കലാമേഖലയിലുള്ള പഠനം നല്ല അതിന്റെ കീഴിൽ കോളേജ് സ്ഥാപനങ്ങളോ സിസ്റ്റംസോ മറ്റൊന്നുമില്ല. ഒരു സ്ഥാപനം, അതിന്റെ കൽപ്പിത സർവകലാശാല വേണമെങ്കിൽ അര യൂണിവേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ അതിന് പറയാം. പാലക്കാട് 8 യൂണിവേഴ്സിറ്റി ഇല്ല, 0. VS ഒക്കെ മുഖ്യമന്ത്രിയായ ജില്ലയാണല്ലോ. മലപ്പുറം അവിടെ കേട്ടോ. കോഴിക്കോട് ജില്ലയിൽ 1 യൂണിവേഴ്സിറ്റി ഇല്ല. തേഞ്ഞിപ്പലം കഴിഞ്ഞ് ചേലേമ്പ്രം കഴിഞ്ഞിട്ട് രാമനാട്ടൊക്കെ തുടങ്ങുന്നത്. കാലിക്കറ്റ് സർവകലാശാല നമ്മുടെ ജില്ലയുടെ കൃത്യം നമ്മുടെ ഭൂമിയിലാണ്. വയനാട് യൂണിവേഴ്സിറ്റി ഉണ്ട് എന്ന് പറയാം. കണ്ണൂർ നമ്മൾ പഠന വിധേയമാക്കേണ്ട, അത് പൊതുവത്ത് പറയേണ്ട സംഗതിയാണ്. ഈ കണ്ണൂരിന്റെ ഡെവലപ്മെന്റും മലപ്പുറം ജില്ലയുടെ വികസനവും കമ്പയർ ചെയ്ത് പറയേണ്ട, CPM-നെ സ്നേഹിക്കുന്ന ആളുകൾക്കിടയിൽ പറഞ്ഞു മനസ്സിലാക്കേണ്ട സംഗതി. ഒരു ഡെവലപ്മെന്റ് ഇൻഡെക്സും എത്തിപ്പെടാത്ത കേരളത്തിലെ ജില്ലയിൽ ഏറ്റവും ആദ്യം വരുന്ന ജില്ല കണ്ണൂർ ജില്ല. അവിടെ ആകെ ഉള്ളതൊരു യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിനെ കൊടുക്കുന്നത് ബഷീർ സാഹിബ് മന്ത്രിയായപ്പോഴാണ്. അവരൊക്കെ മാറി മാറി മന്ത്രിമാരാണ്. 3 മലയാളികൾ ഇപ്പൊ തന്നെ പോളിറ്റ് ബ്യൂറോയിലുണ്ട്. ശ്രീ കൊടിയേറി, പിണറായി, NK പത്മനാഭൻ. CAT-ന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് കണ്ണൂർ ജില്ലക്കാരനാണ്. ബേസിക്കലി 3 CPM-ന്റെ 5 മലയാളി പോളിറ്റ് ബ്യൂറോയിൽ 3 പേരുള്ള കണ്ണൂർ ജില്ലയിൽ നാളെ ഇതുവരെ മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്. AKG-യുടെ കർമ്മഭൂമി, നായനാരുടെ ജന്മഭൂമി, അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുടെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്സിന്റെയും ബേസ് അവിടെയാണ്. ആ ജില്ലയിൽ ആകെയുള്ള ഒരു സർവകലാശാല, അതും കൊടുത്തത് നമ്മൾ. മുസ്ലിം ലീഗ് ഭരിക്കുന്ന മലപ്പുറം ജില്ലയിൽ CPM ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടെന്നാൽ എങ്ങനെ ഉണ്ടാവും? കാലാവസാനം വരെ നമ്മൾ അതിന് മറുപടി അറിഞ്ഞു കൊടുക്കും. CPM ഭരിക്കുന്ന കണ്ണൂർ ജില്ലയിൽ ആകെയുള്ള ഒരു സർവകലാശാല നമ്മൾ കൊണ്ടുപോയി കൊടുത്തത്. ബഷീർ സാഹിബ് ഇരിക്കുമ്പോഴാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി വരുന്നത്. ആദ്യത് മലബാർ യൂണിവേഴ്സിറ്റി ആയിരുന്നു, പിന്നീട് അവരുടെ പേര് മാറ്റി കണ്ണൂർ നാക്കി. രണ്ടാണെങ്കിൽ കാസർഗോഡുള്ളത് ആകെ ഒരു യൂണിവേഴ്സിറ്റിയാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. രണ്ടാമതൊരു സർവകലാശാല കാസർഗോഡില്ല. വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട് 6 ജില്ലകളിൽ 0 ആണ്, നില്ലാണ്, ഒറ്റ യൂണിവേഴ്സിറ്റി ഇല്ല. ബാക്കി ജില്ലകളിൽ ഓരോന്ന്. എറണാകുളത്ത് 2 + 2.5, തൃശ്ശൂർ ജില്ലയിൽ 2. മറ്റ് ജില്ലകളിൽ 1. കേരളത്തിൽ ഏറ്റവും അധികം സർവകലാശാല, കേരളത്തിലല്ല, ഞാൻ അതിന്റെ കണക്ക് നോക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും അധികം സർവകലാശാലയുള്ള ജില്ല നമ്മുടെ ജില്ലയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹെഡ്ക്വാർട്ടർ മലപ്പുറം ജില്ല. മലയാളം സർവകലാശാല തിരൂർ ഹെഡ്ക്വാർട്ടർ മലപ്പുറം. ആയുർവേദിക് യൂണിവേഴ്സിറ്റി ഹെഡ്ക്വാർട്ടർ മലപ്പുറം കോട്ടക്കൽ.
2 സെൻട്രൽ യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി. സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പൊതുവത്ത് പറയേണ്ട സംഗതിയാണ്. ഗോവയിൽ ഒറ്റ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇല്ല, ഒരു സ്റ്റേറ്റിൽ ഒറ്റ, ഒരു സ്റ്റേറ്റിൽ നോർത്ത് ഈസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഭൂപ്പുറത്ത് കാണാൻ, അരുണാചൽ സിക്കിം ആ ബോർഡറിലുള്ള സ്റ്റേറ്റ്, അവിടെയൊക്കെ ഒരു സ്റ്റേറ്റിൽ 1. എന്നാൽ കേരളത്തിൽ ആകെ 3 എണ്ണം, അതിൽ 2 നമ്മുടെ ജില്ല. 3 കൊണ്ടുവന്ന് നമ്മൾ. കോൺഗ്രസിന്റെ എത്രയോ നേതാക്കന്മാർ കേന്ദ്രത്തിൽ മന്ത്രിമാരായി കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന് കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിൽ മുസ്ലിം ലീഗ് നൽകിയ സംഭാവന കോൺഗ്രസിന്റെ സംഭാവനകളുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ മുസ്ലിം ലീഗ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പുറത്തു വെച്ച് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, നമ്മളവരും തമ്മിലുള്ള സംവിധാനത്തിന്റെ ഭാഗം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 മലയാളം, കാലിക്കറ്റ്, ആയുർവേദിക് 3, അലിഗഡ് 4, ഇഫ്ലു 5, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തവനൂർ 6, സംസ്കൃത യൂണിവേഴ്സിറ്റി തിരൂർ 7. അതിന്റെ നേരിട്ടുള്ള സെന്ററുകളാണ് 2, എക്സ്റ്റൻഷൻ സെന്റർ പോലെയല്ല, നേരിട്ടുള്ള സെന്ററുകളാണ്. 7 സർവകലാശാലയുള്ള ദക്ഷിണേന്ത്യയിലെ ഒരേ ഒരു ജില്ല എന്ന് പറയാവുന്നത് നമ്മുടെ ജില്ലയാണ്. 7 കൊണ്ടുവന്ന് നമ്മളാണ്. അതാണ് തന്നെ എന്റെ അഭിമാനം. മറ്റു കണക്കുകളെല്ലാം അങ്ങനെ തന്നെ. ITI 68 ഒന്നാണല്ലോ, ഒറ്റ 1. ഇന്ന് 54. എത്ര ശതമാനം? 5400%. 50% വളർച്ച, 100% വളർച്ചക്ക് ഒരു നാട്ടു നടപ്പാണ്. 5400% വളർച്ച. ലോകത്തൊരു സമൂഹം ഇങ്ങനെ വളരാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഈ മദ്രസ എത്തിങ്ങാനെയൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഒരു ഇഞ്ച് പോലും ഈ സമൂഹത്തിനെ പിന്നോട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല. പെൺകുട്ടികൾക്ക് മാത്രമായിട്ടൊരു കോളേജ് 91 നമ്മൾ വരുമ്പോൾ ബഷീർ സാഹിബ് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനമെടുത്തു. പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തീരുമാനമെടുത്ത് വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറിയോട്, ഗവൺമെന്റ് സെക്രട്ടറിയോട്, IAS ഉദ്യോഗസ്ഥനോട് പറഞ്ഞത്രേ, അടുത്ത മന്ത്രിസഭാ യോഗം ആകുമ്പോഴേക്ക് ഇതിനൊരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരണം. പെൺകുട്ടികൾക്ക് ഒരു വിമൻസ് മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കുന്ന എല്ലാ ഫീസിബിലിറ്റിയും മന്ത്രിസഭാ യോഗത്തിന് തയ്യാറാക്കിയിരുന്നു, വോട്ടെത്തിക്കണം എന്ന് പറഞ്ഞത്രേ. അപ്പൊ അദ്ദേഹം കേട്ടുപോയി. കുറച്ച് 1-2 ദിവസം കഴിഞ്ഞ് വീണ്ടും ആ ഉദ്യോഗസ്ഥൻ മന്ത്രിയെ കാണാൻ വേണ്ടി അനുമതി ചോദിച്ചു അത്രേ. എന്നിട്ട് കാണാൻ വേണ്ടി തീരുമാനിച്ചു വന്നു. അപ്പൊ മിനിസ്റ്റർക്ക് എന്താ മനസ്സിലായില്ല, ബഷീർ സാഹിബിന് എന്തിനാ മനസ്സിലായില്ല. അപ്പൊ അദ്ദേഹം തിരിച്ച് 2-3 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ 2-3 IAS വേറെ ഉണ്ട് അത്ര, ഫിനാൻസിന്റെ ഒക്കെ സെക്രട്ടറിമാരടക്കമുള്ളത്. അവർ പറഞ്ഞത്ര, മിനിസ്റ്റർ നിങ്ങൾ പറഞ്ഞതിനെ തെറ്റിദ്ധരിച്ചു വെല്ലുവിളിക്കാൻ വേണ്ടി വന്നതല്ല, പക്ഷെ ഞങ്ങളൊരു സംശയം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാമല്ലോ മന്ത്രിസഭന്റെ. ഞങ്ങളുടെ ഒരു അഭിപ്രായം വന്നത്, മലപ്പുറം ജില്ലയിൽ പെൺകുട്ടികളുടെ ഇൻടേക്ക് നോക്കുമ്പം പെൺകുട്ടികൾ വളരെ കുറവാണ് കോളേജിൽ. 10-11% കുട്ടികളൊക്കെയാണ് ഓരോ കോളേജിലും പഠിക്കാനുള്ളത്. പെൺകുട്ടികൾക്ക് മാത്രമായിട്ടൊരു എയ്ഡഡ് കോളേജ് തുടങ്ങിയാൽ അവിടെ കുട്ടികളെ കിട്ടാതെ ചിലപ്പോൾ ആ കോളേജ് പൂട്ടേണ്ട ഒരു അവസ്ഥ വരുമെന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്. മിനിസ്റ്റർ തെറ്റിദ്ധരിപ്പിക്കല്ല, സാറോട് ഞങ്ങളൊരു അഭിപ്രായം, ആ കോളേജ് മിക്സഡ് ആക്കിക്കൂടെ, പെൺകുട്ടിയൊക്കെ ഒഴിവാക്കിയിട്ട് എയ്ഡഡ് തുടങ്ങിക്കോളും, മലപ്പുറം ജില്ല ചെയ്തോളൂ, പക്ഷെ അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൂടിയുള്ള കോളേജ് ആക്കിക്കൂടെ, എന്നാലല്ല കോളേജ് വിജയിക്കുള്ളൂ. പക്ഷേ സാഹിബ് പറയുന്നത് ചെറിയൊരു സംശയം എനിക്ക് ഇല്ലാതില്ല, പക്ഷെ ഞാൻ അവരുടെ മുമ്പിൽ സമ്മതിച്ചു കൊടുത്തില്ല. അവരോട് പറഞ്ഞു, നിങ്ങളെ ഏൽപ്പിച്ചത് വിമൻസ് കോളേജിന് പ്രൊപ്പോസൽ ഉണ്ടാക്കാൻ, അത് കൊണ്ടുവരും. ഇന്നെന്താ യൂണിറ്റി കോളേജിലെ സ്ഥിതി എന്താ? നമ്മളെ നാട്ടിലൊക്കെ സാധാരണ ഒരുപാട് ലീഗുകാർ ബലം കടിച്ചാൻ ഒരു കാരണം യൂണിറ്റിയിൽ സീറ്റ് ഇട്ടില്ല. പാണക്കാട്ട തങ്ങന്മാരും എല്ലാ കമ്മിറ്റി ഒരുമിച്ച് പറഞ്ഞാലും ഒരു സീറ്റ് ഇന്ന് യൂണിറ്റി കോളേജ് കിട്ടാനില്ല. കഴിഞ്ഞ വർഷം എനിക്ക് വളരെ നിർബന്ധമുള്ള ഒരു കേസിനും വേണ്ടിയിട്ട് റെക്കമെന്റിന് വേണ്ടി പിടിച്ചു നോക്കിയിട്ട് അവസാനം സീറ്റ് തരാമെന്നൊക്കെ തീരുമാനിച്ചു. അവർ സീറ്റ് കൊടുക്കുന്ന ഒരാളെ പിടിച്ച് ആ രീതിയിൽ അത്രയും നിർബന്ധമുള്ള സീറ്റാണ്. അപ്പൊ ചെന്ന് നോക്കുമ്പോൾ എല്ലാം തീരുമാനിച്ചെന്നാ വരാൻ പറയും, അവരോട് എന്റെ ഡോക്യുമെന്റ് ഒക്കെ കൊണ്ട് വരാൻ പറയുന്നതാണ്. പ്രിൻസിപ്പൽ എടുത്ത് ചെന്ന് ഇങ്ങനെ കൂട്ടി നോക്കുമ്പോൾ 70% മിനിമം ആണെന്നുള്ളൊരു നിബന്ധന ഉണ്ട് മാനേജ്മെന്റ് കോട്ടത്തിൽ, മെറിറ്റിലല്ല. പെൺകുട്ടികൾക്ക് മാത്രമുള്ള കോളേജിൽ ഏറ്റവും മിനിമം ഒരാൾക്ക് റെക്കമെൻഡ് എടുക്കണം 70%. കഷ്ടകാലത്തിന് ഞാൻ കൊണ്ടുപോയ കാൻഡിഡേറ്റിന് 69 ഉള്ളൂ. 2 മാർക്കിന്റെ കുറവാട്ടാണ്. പ്രിൻസിപ്പലിനോട് പറഞ്ഞു, ഒരു വിഷമങ്ങൾ അതിനകത്ത് കരുതരുത്, ഈ സീറ്റ് ഞാൻ അയാൾക്ക് എന്നെ കൊടുക്കാം, ആ പറഞ്ഞ നേതാവിന് എന്നെ കൊടുക്കും, സാറോട് ഞാൻ മാറ്റി പറയാം, നിങ്ങൾ ആരാണോ അയക്കുന്നത് സാർ അയക്കുന്നത് ഞാൻ കൊടുക്കും, പക്ഷെ ഈ സീറ്റ് ഇവിടെ ലത്തീഫ് സാഹിബാണ് ചെയർമാൻ കമ്മിറ്റി സെക്രട്ടറി, മൂപ്പര മകനാണെങ്കിലും മാക്കാണെങ്കിലും കൊടുക്കരുതാണ് ഞങ്ങളുടെ തീരുമാനം. പ്രിൻസിപ്പലിന്റെ മോക്കാണെങ്കിലും കൊടുക്കാൻ പറ്റില്ല, അതാണ് ഞങ്ങളുടെ തീരുമാനം. എവിടെ എത്തി നമ്മൾ ആലോചിക്കുന്നത്? പെൺകുട്ടിയൊക്കെ ഒരു കോളേജ് തുടങ്ങിയാൽ പഠിക്കാൻ ആളെ കിട്ടുമെന്ന് ഭയപ്പെട്ട കോളേജിലാണ് 70% മിനിമം ഉണ്ടെങ്കിൽ റെക്കമെൻഡ് പറ്റുള്ളൂ. നീ 70 കിട്ടുന്നല്ല അതിന്റെ അർത്ഥം. ഈ മാനേജ്മെന്റ് യോഗം കൂടുമ്പോൾ 70% ഇല്ലാത്ത ഫയല് മാറ്റി വെക്കുകയാണ്. 70% ഉള്ള കുട്ടികളുടെ ഫയല് റെക്കമെൻഡിന് പരിഗണിക്കണുള്ളൂ. എവിടെ എത്തി മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ രംഗം? ഇതൊക്കെ ഒരു ഗ്രാജുവൽ ഗ്രോത്ത് എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മൾ ഈ എക്കണോമിക്സിനകത്തൊക്കെ. എന്താ പറയാ, ക്രമാനുഗതമായ വളർച്ച. ഇതൊരു ട്രാൻസ്ഫോർമേഷനാണ്. അടി അടക്കം തിരിച്ചു പിടിച്ചു, മലർത്തി അടിച്ചു. 91 മുതൽ നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്ന വളർച്ച ലോകത്ത് പഠന വിധേയമാക്കേണ്ട ഒരു ഇങ്ങനെ വരച്ചാൽ ഇതിങ്ങനെ വരക്കാൻ കഴിയില്ല ഗ്രാഫ് കൊണ്ട്. നമ്മൾ ഈ സമൂഹത്തിൽ സമ്മാനിച്ചത് ഇപ്പൊ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഈ സംഗതിയോ എത്തിങ്ങാനായ മദ്രസോ പ്രശ്നമൊന്നും അറിയില്ല. കുട്ടികൾ ചിലപ്പോ ഈ പന്ത് കളിക്കൊക്കെ പോകും. ഇപ്പം ഫുട്ബോൾ 7s ഒക്കെ തുടങ്ങിയല്ലോ.
ബൈക്കുമ്പോ പോകും, 3 ആളെ വെച്ച് ബൈക്കുമ്പോ പോകും കുട്ടികൾ. ലൈസൻസും ഉണ്ടാവില്ല, ഹെൽമെറ്റും വെച്ചിട്ടുണ്ടാവില്ല. പിന്നെ 3 ആളും ഉണ്ടാവും. 3 തെറ്റ് കുട്ടികൾ ചെയ്തിട്ടുണ്ടാവും. 3 ആളുണ്ടാവും, ഒരു തെറ്റ്. ലൈസൻസ് ഇല്ല, 3 ആൾക്കും ലൈസൻസ് ഇല്ല, 2ാമത്തെ തെറ്റ്. ഹെൽമെറ്റും ഇല്ല, 3 തെറ്റ്. ഇത് ഈ ചെക്കിങ് നിൽക്കുന്ന ഏതെങ്കിലും പോലീസുകാർ ബൈക്ക് പിടിക്കും. പിടിച്ച് കുട്ടികളപ്പോ ആരെങ്കിലും ഒന്ന് മാറി ആ കൂട്ടത്തിൽ നിന്ന് ചിലപ്പോൾ നിർത്തുമ്പോൾ കുട്ടികളുടെ ഡയലോഗ് എന്തെങ്കിലും അടിച്ചിട്ടുണ്ടാവും. ഞങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങുക ചെയ്യും, വാങ്ങിക്കോളൂ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ. കുട്ടികൾക്ക് ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞേക്കാരത്. പിന്നെ ഈ വിളിച്ചോനാണ് ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ട് വരുന്നത്. കുട്ടികളെ ആവശ്യത്തിലാണ് പറഞ്ഞിട്ടുണ്ടാവും, അവരുടെ ബുദ്ധിക്ക് ശരിയാന്ന് തോന്നിയത് ഒരു ചെയ്തിട്ടുണ്ടാവും. പിന്നെ കുട്ടികളെ വിളിച്ചത് ഞങ്ങൾ ഇന്ന ബൈപ്പാസിൽ എന്നോടത്ത് കുടുങ്ങിയിട്ടുണ്ട്, അപ്പൊ എന്തേ ആരാപ്പോ മറ്റേ ട്രാഫിക്കോ ആരെന്നൊക്കെ അന്വേഷിച്ചെടുക്കുമ്പോ ട്രാഫിക് SI ഒക്കെ കാരണം. അപ്പൊ ആ നേരത്തെ ആരെങ്കിലും ബന്ധപ്പെട്ടവരുണ്ടോ ആരെണ്ണോലൊക്കെ വെച്ച് വിളിച്ചു നോക്കുമ്പോൾ ഒന്നുകിൽ SI ഫോൺ എടുക്കൂല, അയാൾക്ക് അറിയുന്ന നേരത്തെ തന്നെ ഫോണൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ ചിലപ്പോൾ എടുക്കും. ആരെങ്കിലും ഇനി MLA ഒക്കെ വിളിച്ചെടുക്കും. എടുത്തേക്ക് പറയാം ഏതാ കേസ്, അപ്പൊ ഒരു പറയും ആ കേസ് ഇങ്ങ് കേൾക്കണം, 3 ക്രൈം ഉണ്ട് അതിനകത്ത്, 2,500 രൂപ വരെ നമുക്ക് എഴുതാം, ഹെൽമെറ്റും ഇല്ല, ലൈസൻസും ഇല്ല. കുട്ടികളെ അങ്ങനെ പോകുമ്പോൾ അവരുടെ നന്മക്കും വേണ്ടി ഞങ്ങളൊരു 100, 200, 300 രൂപ അടച്ചോട്ടെ സാർ, അതൊരു മര്യാദ അല്ലേ അറിയാം. ആ ചോദിക്കണ പോലീസുകാരും ചോദിക്കുന്ന ഒരു മര്യാദ ഉണ്ട്. കാരണം ഇതൊക്കെ ചെയ്ത കുട്ടി ഓല നന്മക്കും വേണ്ടിയാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതും പറ്റൂല, കൊടുക്കുന്നു പറയാൻ പറ്റില്ല. കാരണം നാളെ വൈകുന്നേരം അടുത്ത പിടിച്ചവനെയും വിളിക്കേണ്ട ഈ SI തന്നെയല്ലോ. അപ്പൊ ഇഷ്ടമാണ് ചെയ്യാറ് നമ്മളത് ഒഴിഞ്ഞു. ഈ കുട്ടികളെ 2,500 രൂപ കൊടുത്ത ഫൈൻ, എഴുതിയ ഫൈൻ 300 രൂപ എടുത്തിട്ടുണ്ടാവും. കൊടുത്ത് നമ്മളെഴുതിയത് റാത്തായിന്നാ. പക്ഷെ അങ്ങനെ നമ്മൾ വിജയിച്ചു നമ്മൾ കരുതണം നടത്തിയ കാര്യം. ഇന്നാണ് അങ്ങാടിയിൽ നിന്ന് കുട്ടികളെ കാണുമ്പോൾ രാവിലെ അതെന്താ നമ്മൾ പൈസയും കൊടുത്ത് നമ്മൾ പോകുന്നത്. പിന്നെ കുട്ടികൾ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ഏതായാലും അടുത്ത തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ കാട്ടിത്തരാം. ഒരു 3 ആളും കൂടി തീരുമാനിച്ചു ഈ ബൈക്കുമ്പോൾ പോകാൻ കാര്യത്തിൽ ഇടപെട്ടതിന്റെ മോശം കൊണ്ട് അടുത്തൊരു ലീഗിനെ തോൽപ്പിക്കാൻ. ഈ കുട്ടിയൊക്കെ അറിയില്ല, എത്തിയും കുട്ടികൾ അനാഥമാകുന്നിടത്ത് ഇങ്ങനെ ഒരു സനാതരാക്കിയത് നമ്മളാണ്. ഫാത്തിയ സൂറത്ത് കൂട്ടിച്ചേർത്ത് വായിക്കാൻ അറിയാത്ത കോടിക്കണക്കിന് മുസൽമാന്റെ കൂട്ടത്തിൽ ഹദീസും ആശയവും ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വരെ കൊണ്ടുവന്ന ലീഗാണ്. ഇങ്ങനെ ലോകത്തിലെ അത്ഭുതകരമായ ഒരു ജില്ലയാക്കി മലപ്പുറം ജില്ല മാറ്റി. ഈ കുട്ടികൾ വിഷയമൊന്നും പഠിക്കണില്ല. ഓൻ പോയ വണ്ടിമക്ക് വന്ന താൽക്കാലിക പ്രശ്നമാണ്. കൃത്യമായി പുതിയ തലമുറക്ക് നമ്മൾ രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകണം. മുസ്ലിം ലീഗ് എന്തുകൊണ്ട് വേറിട്ട് മുസ്ലിം ലീഗ് നിർവഹിച്ച ദൗത്യം. ഇപ്പൊ സാധാരണ കുട്ടികൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അപ്പൊ STP ഒരു പോക്കുണ്ടായിരുന്നു. ഇപ്പൊ അത് പൊതുവിൽ ഏകദേശം നിന്ന്. കാരണം അതിലെ UAPA പൊടി കേൾക്കലും ഇതൊരു അറ്റത്തേക്ക് എത്തൂല എന്ന് പൊതുവിൽ അങ്ങനെ ഉണ്ടല്ലോ ഒരു സംഗതിക്ക്. STPക്ക് അങ്ങനെ പോണത് അല്ലാതെ കേൾക്കാറില്ല. ഇപ്പൊ നമ്മളെ കുട്ടികൾ ഒന്നുകിൽ അങ്ങോട്ട് മാറും അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറിയാലും ന്യൂട്രലാവും. ചിലപ്പോൾ ഒറ്റയടിക്ക് ഈ കോൺഗ്രസിന്റെ ഒക്കെ ഒരു മെമ്പർഷിപ്പ് സിസ്റ്റം വന്നതാണ്. അതിന് വഴി ഇപ്പൊ പുതിയ സംഗതികളാണ്. BJPക്ക് മിസ് അടിച്ചാൽ മെമ്പറാകും. അത്ര പത്രത്തിൽ വായിച്ചില്ല ഞങ്ങൾ. ഇപ്പം കോഴിക്കോട് സിറ്റിയിലൊക്കെ അറിയിച്ചിട്ടുണ്ട് BJPയിൽ മെമ്പറാകാൻ ഒരു നമ്പറിൽ മിസ് അടിക്കുക. അങ്ങനൊക്കെ മിസ് അടിക്കാൻ നിന്നാല് മിസ് അടിച്ച് മെമ്പറാകണമെങ്കിൽ രാജ്യത്ത് നടക്കാൻ വല്ല ബുദ്ധിമുട്ട്. അറിയാതെ നമ്പർ അടിച്ച ഒരു മെമ്പർ കൂടി എടുക്കും. നിങ്ങൾ കണ്ടില്ല അമിത് ഷാ പാലക്കാട് വന്നപ്പോ സ്റ്റേറ്റ് കമ്മിറ്റി പറഞ്ഞത്ര 27 ലക്ഷം ആൾക്കാരാണ് മെമ്പർ. അപ്പൊ അമിത് ഷാ പ്രസംഗിച്ച പറഞ്ഞത്ര ഇന്ന നമ്പറിലേക്ക് മിസ് അടിക്ക് ഒരു സമയം തരാം, ആ മിസ് അടിക്കണം അത്രയും കൂടി എണ്ണം കൂട്ടിയിട്ട് ഇവിടെ പ്രഖ്യാപിക്കും. അപ്പൊ കൂടി മിസ് അടിച്ച് എങ്ങനെ ഒരേ സമയത്ത് നെറ്റ്വർക്ക് ജാമാതെ കിട്ടി നിനക്കറിയാം. ഞാൻ അടിച്ചത് ഇപ്പൊ ആർക്കറിയാം. 47 ലക്ഷം മിസ്സൊക്കെ എന്നെ തീരും. 47 ലക്ഷം മിസ് ഈ നമ്പർക്ക് 1 കോടി മിസ് ലീക്ക് വന്നു പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കാൻ നല്ലത് എങ്ങനെ എണ്ണി തീരാൻ പറ്റും? 1 കോടി എന്നാൽ ഒരു മാസം ലീവ് എടുത്ത് എണ്ണിയാൽ തീരുമോ? പുതിയ സംവിധാനമാണ് ഓരോരുത്തർ സംവിധാനം. ആളുകൾക്കിടയിൽ അപാസിരാക്കെന്നല്ല, ഇതൊന്നൊരു പരിധിക്കപ്പുറം എവിടെ എത്തിക്കാൻ കഴിയില്ല. നമുക്കൊക്കെ അറിയാം. ഒരു വ്യവസ്ഥാപിത സംവിധാനം ഇതൊക്കെ നടക്കുള്ളൂ. ഈ കോൺഗ്രസിന്റെ ഓൺലൈൻ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ MSFന്റെ ചില കുട്ടികളൊക്കെ ഇടയ്ക്ക് കോൺഗ്രസിന്റെ വോട്ട് ഞാൻ ഇഞ്ചും കോൺഗ്രസും തമ്മിൽ എന്ത് വേണ്ട. അപ്പൊ അത് രസമായിട്ട് പോകും. മറ്റും ചായ വാങ്ങി തരാറാണ്. അപ്പൊ ചായ വാങ്ങി പോരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ഇത് എന്താ സംഗതി തന്നെ അറിയില്ല. ഓന്റെ ചങ്ങായി ഓൺലൈനിൽ എന്തോ കൊടുക്കാൻ മോഹം പോകുന്നു. സാധാ ക്ലബിന്റെ നമ്മളെ മലപ്പുറത്തെ എക്സിബിഷൻ കാണാൻ പോണ, ഫുട്ബോൾ കാണാൻ പോണായി കോൺഗ്രസ് ഓഫീസിൽ പോയിട്ട് എന്നോട് യൂത്ത് കോൺഗ്രസിന്റെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹി പ്രധാനപ്പെട്ട ഒരു ഭാരവാഹി ഒരു പരാതി വിളിച്ചു പറഞ്ഞ് ഞങ്ങളൊന്ന് കാണുന്നത് 2 ദിവസമായിട്ട് അടുപ്പിച്ച് വിളിക്കണം, ഒന്ന് കാണണം, എപ്പോഴാണ് കാണാൻ പറ്റും? ഞാൻ കാണാൻ പറ്റുന്നില്ല. ഞാൻ അവനോട് ചോദിച്ചു എന്റെ സംഗതി എന്താ ചോദിച്ചു. ഇനി നമ്മളെ കാണാൻ പറ്റിക്കോളും. ഞാൻ കുഴപ്പമില്ല നോക്കും. അപ്പൊ ഞാൻ പരാതി എന്താ ചോദിച്ചപ്പോ വളരെ ഞാൻ സത്യമാണ് ഈ പറയണേ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, മലപ്പുറത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞ പരാതി, ഓന്റെ ഗ്രൂപ്പിന് ആ കോടൂർ പഞ്ചായത്തിലെ യൂത്ത് ലീഗർ തോൽപ്പിച്ചോലെ തെരഞ്ഞെടുപ്പിൽ. ഞാൻ ചോദിച്ചത് എങ്ങനെയാ ഇങ്ങനെ യൂത്തിൽ എന്റെ MSFന്റെ സെക്രട്ടറിന്റെ ജോനെന്ന് പറഞ്ഞു മനസ്സിലാക്കും. ഓല ആ ടീം ഒന്നായിട്ട് വെള്ളിയാട്ടിൽ നിന്ന് വന്നുകൊണ്ട് എന്റെ ടീമിനെ തോൽപ്പിച്ചത്. ഞാൻ അവനോട് ചോദിച്ചു അതിപ്പോ എനക്കറിയില്ല ഇപ്പത്തെ ഞങ്ങളെ സിസ്റ്റം. ഈ ഒരു സംഗതി പറയണം, ഒന്നുകിലും അവനോട് ന്യൂട്രാഹം പറയണോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് വരരുത് തരണം. ഓൻ ആദ്യത്തെ ആദ്യ ഘട്ടത്തിൽ തോൽപ്പിച്ചോലോ. എന്ത് ഈ കുട്ടികൾ
സജീവായിട്ട് ഞാൻ അവനോട് വിളിച്ചു എന്തൊക്കെയാ പോലെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ എന്താ ഇടപെട്ട എന്താ സംഗതി അതെനിക്ക് കണപ്പിലൊക്കെ പോലെ നാസ്താക്കാം നമുക്ക് വൈകുന്നേരം നാസ്താക്കാൻ പോയതാണ്. നമ്മളെന്ത് കോൺഗ്രസ് ആ ഓനെന്നെ തട്ടിപ്പാണ്, ഓൻ മാത്രമേ അവിടെ കോൺഗ്രസ് ഉള്ളൂ. ആ രീതിയിലുള്ള സംവിധാനമാണ് നമ്മുടെ കുട്ടി. സത്യസന്ധം നമ്മുടെ ഈ ആദർശം ഉണ്ടല്ലോ അതങ്ങനെ ഈ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ കാരണം അങ്ങനത്തെ ഒരു സംഗതിയിലല്ല നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു ക്ലബ്ബ് മാറുന്നത് പോലെ ഒരു വൈകുന്നേരത്തെ ചങ്ങായിമാരുടെ ടീം മാറുന്ന പോലെ നമ്മൾ വല്ലാത്തൊരു പരിശുദ്ധമായ ഒരു പ്രത്യയശാസ്ത്രത്തിനെ പിൻപറ്റിയിട്ടുള്ളത്, പിടിച്ചു നിർത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ ധാരയിലുള്ള കുട്ടികൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. കോൺഗ്രസ്സുകാരനും ബി ജെ പിക്കാരനൊക്കെ ആളൊപ്പിച്ചു കൊടുക്കേണ്ട പണി ആര് തമാശക്ക് പോലും ചെയ്തുകൂടാ. കാരണം നമ്മൾ വല്ലാത്തൊരു പ്രത്യയശാസ്ത്രമാണ്. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഒരു സമുദായത്തിന് മുസ്ലിം ലീഗ് നൽകിയ അന്തസ്സും അഭിമാനം ഉണ്ടല്ലോ, അത് ലോകാവസാനം വരെ ഒരു പാർട്ടിക്ക് പറയില്ല. കോൺഗ്രസ് നമുക്ക് അവരെ പുറത്തു പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഏറ്റവും വലിയ കലാപം അടുത്ത് നടന്ന ആസാം ഭരിച്ചത് ആരാ? ഒന്നാം ആസാം കലാപവും രണ്ടാം ആസാം കലാപവും നടക്കുമ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസിന്റെ മന്ത്രിസഭയെ. നമ്മുടെ നേതാക്കന്മാർ അവിടെ എത്തുന്നതിന് മുമ്പ് ഒരു മുസ്ലിം നേതാവ് ആസാമിലേക്ക് വന്നിട്ടില്ല. അഹമ്മദ് സാഹിബ് കോൺഗ്രസിന്റെ അന്നത്തെ മുഖ്യമന്ത്രി ബഷീർ സാഹിബും അപ്പോയിന്റ്മെന്റ് വാങ്ങി കണ്ടിട്ട് ആദ്യം പറഞ്ഞ ഡിമാൻഡ് എന്താ അറിയാം? ഇപ്പം ബോഡോ കലാപകാരികളിൽ നിന്ന് AK-47 തിരിച്ചു പിടിക്കണമെന്നാണ്. ബോഡോ കലാപകാരി ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ല, ആദിവാസി വിഭാഗവും ബോഡോകളും തമ്മിൽ കലാപം ഉണ്ടാക്കിയിട്ട് നിഷ്ഠൂരായിട്ട് 75 ആൾ. ഈ ബോഡോകൾ എന്ന് പറഞ്ഞൊരു ഒരു തരം അക്രമകാരികളാത്ര. ഈ ആദിവാസി സ്റ്റൈലിലുള്ള മനുഷ്യന്മാരാണ്, എഡും പല ആലോചിക്കാത്ത യാതൊരു യുക്തിയില്ലാത്ത ആളുകളാണ്. ഈ ആദിവാസികൾ എന്ന് പറഞ്ഞോടെ ഇത്തരം നമ്മളെ പ്രാചീന ഗോത്രത്തിൽപ്പെട്ട ആളുകളെ പോലെ യാതൊരു യുക്തിസാഹമില്ലാത്ത ആളുകളാണ്. ആ ബോഡോകൾ ഇപ്പൊ ആദിവാസികളെ കൊന്നു, 75 ആദിവാസികളെ കൊന്നു, വലിയ വിഷയം ഉണ്ടായില്ല. ആദിവാസികളെ ദളിതന്മാരെ കൊന്നു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചില്ല, ആസാമിൽ കേന്ദ്രത്തിന്റെ 5000 സേന ഇറങ്ങി. ഈ ബോഡോകൾക്ക് പ്രത്യേകമായിട്ടൊരു നിയമവും ഓൽക്കൊരു രാജ്യവും ഓൽക്കൊരു രാജാവും ഒക്കെയാണ് ഓല സംവിധാനം. അതിന് ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടൊന്നുമില്ല. ബോഡോ ഫോഴ്സ്ലാൻഡ് മറ്റോ പറഞ്ഞിട്ട് ഓലൊരു തീരുമാനം, അതിനൊരു പരിധി വരെ എന്തോ ഒരു ഗവൺമെന്റ് പ്രൊട്ടക്ഷൻ ഉണ്ട് അന്നത്തെ കാലത്ത് വന്നിട്ടുള്ള നിയമത്തിന്റെ ഭാഗമായിട്ട്. അവിടുത്തെ ഒരു പ്രാദേശികമായിട്ടൊരു പ്രൊട്ടക്ഷനും ഉണ്ട് അവരുടെ തീരുമാനങ്ങൾക്കൊക്കെ. ഗ്രാമപഞ്ചായത്ത് അവിടുത്തെ അവരെന്തോ വിചാര പഞ്ചായത്തിനോ മറ്റോ വലിയ വിവാദം ഈ അടുത്ത് ഈ ആസാം കലാപം ഉണ്ടായപ്പം നമ്മുടെ നേതാക്കന്മാരൊക്കെ ആസാമിൽ പോയി. കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റ് ആണല്ലോ. നോമ്പിനാണ് ഈ കലാപം ഉണ്ടായത്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇവിടെ നിന്നൊക്കെ നമ്മുടെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഡ്രസ്സ് വാങ്ങി ആൻഡ് ചെയ്തു. പല ഡ്രസ്സും ഇങ്ങോട്ടാണ് തിരിച്ചു വന്നു. മാധ്യമമൊക്കെ എഴുതി ലീഗുകാർ കൊണ്ടുപോയ ഡ്രസ്സ് പിന്നെന്താ ബത്തേരി കെട്ടി കിടക്കുന്നത്. ആർക്കായി ഇവിടുന്ന് കൊടുത്ത പഴയ ഡ്രസ്സ് ബത്തേരി നമ്മൾ സൂക്ഷിച്ചു വല്ല ആവശ്യമുണ്ടോ? അതിന്റെ സംഗതി എന്താ പിന്നെ അന്വേഷിച്ച് പറഞ്ഞത്, ഈ ഗവൺമെന്റിൽ കെട്ടുകണക്കിന് കൊണ്ടുപോയ നമ്മുടെ ഡ്രസ്സുകൾ ഇവർ വാങ്ങാൻ കൂട്ടച്ചില്ല. അത്ര പല ഡ്രസ്സുകളും നമ്മുടെ പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട പോലായിട്ട് ഞങ്ങൾക്കറിയില്ല. ഇത് ഞങ്ങളെ സംസ്കാരം. ഇപ്പൊ നമ്മളെ നാട്ടിലെ കുട്ടികളോട് യൂറോപ്യന്മാരിടണ ഇവിടെ വല്ല കലാപം ഉണ്ടാകുമ്പോൾ അവരിടണ തരം ഡ്രസ്സും ഇങ്ങോട്ടും ഷെഡ്ഡീതൊക്കെ ഇങ്ങോട്ട് അയച്ചാൽ നമ്മളെ ആൾക്കാർ ഇത് നിട്ടുള്ളി പറഞ്ഞിടാൻ പറ്റും. അവർക്ക് പരിചയമില്ലാത്ത സംസ്കാരമാണ്. നമ്മൾ ഇവിടുന്ന് അയച്ചു കൊടുത്ത ഈ മാന്യത നമ്മൾ എടുത്ത ഡ്രസ്സ് അയച്ചു മഹാഭൂരിപക്ഷവും. അപ്പൊ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് അത് അവിടെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചിങ്ങോട്ട് ഡംപ് ചെയ്ത്, അല്ലാതെ യൂത്ത് ലീഗ് കൊണ്ടുപോയി ആരാന്റെ ഡ്രസ്സ് ഇങ്ങോട്ട് തന്നെ തിരിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാനില്ല. പിന്നെ മാധ്യമമൊക്കെ ഉണ്ടാക്കിയ വാർത്തന്റെ ഭാഗമായിട്ട് ഒന്നു മാത്രം. ഈ കലാപം ഉണ്ടായപ്പോ നമ്മുടെ നേതാക്കന്മാരൊക്കെ അവിടെ പോയി. അഹമ്മദ് സാഹിബ്, ബഷീർ സാഹിബ്, വാദ് സാഹിബ്, മജീദ് സാഹിബ് ഒക്കെ പോയി. യൂത്ത് ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയും പോയിരുന്നു, ജില്ലാ യൂത്ത് ലീഗിന്റെ ഭാരവാഹികളും പോയിരുന്നു. നമ്മുടെ പ്രിയ മരണപ്പെട്ട യൂത്ത് ലീഗിന്റെ ട്രഷറർ അനീഫയുടെ രോഗം ആ സമയത്താണ് കാണുന്നത്. അള്ളാഹു അനീഫയെ നമ്മളെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടുമാറാവട്ടെ. നമ്മൾ വലിയ അടുത്ത സുഹൃത്ത് ബന്ധം കൂടി ഉണ്ടായിരുന്ന ഒരു സുഹൃത്താണ്. പെട്ടെന്ന് അസുഖം വന്ന് ബോധ്യപ്പെടുന്നതൊക്കെ അവിടെ വെച്ചിട്ടാണ്. ആസാമിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് അനീഫയുടെ അസുഖത്തിന്റെ ക്യാൻസറിന്റെ തുടക്കം, ഛർദിയൊക്കെ തുടങ്ങുന്നത്. സാന്ദർഭികമായിട്ട് ഓർത്തു പോകാം. ഏതായാലും തിരികെ വന്ന സമയത്ത് നമ്മുടെ ഈ മലപ്പുറത്ത് ഞങ്ങൾ മണ്ഡല യൂത്ത് ലീഗ് നേതൃത്വത്തിൽ ആസാം ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും നടത്തി. നമ്മളതിന്റെ ഉദ്ദേശം ഇതാണ്, ആസാമിലെ കലാപത്തിന്റെ തിക്താനുഭവങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളത് നേതാക്കന്മാർ തന്നെ വിരിക്കട്ടെ വെച്ചു വലിയൊരു സമ്മേളനമായിരുന്നു. ടൗൺ ഹാൾ നിറച്ച ആളുകൾ ഉണ്ടായിരുന്ന പരിപാടി. 600-700 ആളുകളധികം പങ്കെടുത്തൊരു പ്രകടനമൊക്കെ ആസാം ഐക്യദാർഢ്യ റാലി. അപ്പൊ ഓരോ നേതാക്കന്മാരും നേരിട്ട് പോയ നേതാക്കന്മാരെ മാത്രം പ്രസംഗിച്ച് അതിന് എല്ലാവരും ഉണ്ട്. ബഷീർ സാഹിബ് ഉണ്ടായിരുന്നു. ബഷീർ സാഹിബ് പറഞ്ഞു AK-47 തിരിച്ചു വാങ്ങണം. നമ്മൾ 921 കഥ കേട്ടിട്ടുണ്ട്. മുമ്പിൽ പൂക്കൂട്ടൂർക്കാർ വടിയേറ്റും ചെയ്യുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ കരുതുന്നത് ഈ തോക്കിന്റെ ദൂരത്തും കൊണ്ട് അടിച്ചാൽ എത്തുന്നിടത്ത് ഇതിന്റെ ഇത് എന്താ പറയാ ഇതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 921 നമ്മളെ കാരണന്മാര് ഇതിന് വെടി വലിച്ചാൽ ഉണ്ട വരും നമ്മളെ പാവങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആസാമിലെ മുസ്ലിങ്ങളുടെ സ്ഥിതിയെ കുറിച്ച് പറയാണ്. AK-47 മുമ്പിലേക്ക് ഈ ബോർഡുകളുടെ മുമ്പിലേക്ക് മുസ്ലിങ്ങൾ വിറകും കൊള്ളിയിട്ടാണ് അത്ര ചെന്ന്. ഇത് വലിച്ചാൽ ഇതിന് ഉണ്ട വരുന്ന പോലും തിരിച്ചറിയാൻ പറ്റും. നമ്മൾ 921 എന്റെയും നിങ്ങളുടെയും പൂർവ്വപിതാക്കൻ വല്യാപ്പന്മാരുടെ ബുദ്ധിയാണ് ഇന്നും ആസാമികൾക്ക് എന്നുള്ളതിന് വേറൊരു തെളിവൊന്നും വേണ്ടല്ലോ. എന്നിട്ട് പറയാണ് അങ്ങനെ ഓരോരുത്തരോരുത്തർ മജീദ് സാഹിബൊക്കെ അവിടുത്തെ ദയനീയതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. ബഷീർ സാഹിബ് പലപ്പോഴും വേറെ സംസാരത്തിൽ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്, പോയി വന്നതിന് ശേഷം പല ദിവസം ഭയങ്കരമായിട്ട് ഉറക്കത്തിനിടയിലൊക്കെ ഒരു തരം നീറൽ വരും, വിഷമം വരും. ഒരു കുട്ടിക്കെങ്ങാനും ഒരു വയറിളക്കമോ ഇതോ പിടിച്ചാൽ മതി 100 കണക്കിന് മയ്യത്ത് ഒറ്റ സ്കൂളിന്റെ മുറ്റം നടക്കേണ്ടി വരും. ഒരൊറ്റ ഡോക്ടർ സംവിധാനം മര്യാദയ്ക്കവിടെ ഗവൺമെന്റ് ഉപയോഗിച്ചില്ല. കോൺഗ്രസ് ഭരിക്കുന്ന ഗവൺമെന്റാണ്. ആദ്യമായിട്ട് ചെന്നൊരു വിദഗ്ധ സംഘം തന്നെ നമ്മളെ പെരിന്തൽമണ്ണ MESന്റെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ സംഘം ചേരുമ്പോഴാണ്
ആദ്യമായിട്ടൊരു വിദഗ്ധ മെഡിക്കൽ സംഘം ആസാമിൽ എത്തണത്. എവിടെ ഇപ്പോൾ ആസാം എവിടെ കിടക്കണം, പെരിന്തൽമണ്ണ എവിടെ കിടക്കുന്നു. അവിടെ നമ്മളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുടെ നാടും കൂടിയാണ്. ഞാൻ അതല്ല വിഷയം പറഞ്ഞു വരുന്നത്. അവിടെ ഈ ഓരോരുത്തർ വിവരിച്ച കൂട്ടത്തിൽ കാസിമി ആ കൂട്ടത്തിൽ അവിടെ പോയിരുന്നു. നമ്മുടെ റഹ്മത്തുള്ളാഹി കാസിമി വഹാബ് സാഹിബ് പോയതിന്റെ ഭാഗമായിട്ട് അയാൾ ഒരുമിച്ച് പോയിരുന്നു. അത്ര കാസിമി ഉണ്ട് ഹുസൈൻ പരിപാടിക്ക്. ഹുസൈൻ അവരൊക്കെ വളരെ നന്നായിട്ട് ഇത് ഈ അവസ്ഥകൾ കേരളം മുഴുവൻ പ്രചരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇതിനകത്ത് പ്രോത്സാഹനജനകമായിട്ട് ആ വിഷയത്തിന് തുടർന്നുകൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിരുന്നു. കാസിമി പ്രസംഗിച്ചപ്പോൾ കാസിമി പറയാണ്, കാസിമി സത്യത്തിൽ സംസാരത്തിന്റെ ഒക്കെ ഒരു ട്യൂണ് എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ഈ വഴക്കുകളും കേരളത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമ്മളൊരാൾ ആസാമിൽ പോയാൽ പിന്നെ നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളെ മുസ്ലിങ്ങൾ എവിടെ കിടക്കുന്നു, കേരളത്തിൽ നമ്മൾ എവിടെ കിടക്കുന്നു. നമ്മൾ ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ കോടികൾ ചെലവഴിച്ച് പരസ്പരം സമ്മേളനം വാക്കുപോലും നടത്തി. ഞാൻ ഇനി അതിനില്ല അദ്ദേഹം പറഞ്ഞ ഞാനിപ്പോഴും ഓർക്കുക. അദ്ദേഹം ആ പ്രസംഗത്തിൽ കാര്യത്തിൽ പറഞ്ഞൊരു സംഗതി, ഞാൻ ഇനി ആസാമിൽ നേരിട്ട് കണ്ട ശേഷം ഞാൻ പറയട്ടെയോ, ആ മുസ്ലിങ്ങളുടെ അവസ്ഥ വെച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ തമ്മിലുള്ള നമ്മളുടെ പ്രശ്നം എന്താണ്? കുത്തുബം അറബി വേണോ, മലയാളത്തിൽ വേണോ, ആദ്യം വേണോ, പിന്നെ വേണോ, ഇതൊക്കെ എല്ലാം തകഞ്ഞതിന് ശേഷമുള്ള ചോദ്യം ഉത്തരവാണ്. ആ മുസ്ലിങ്ങൾ കുത്തുബണ്ട് എന്നറിയില്ല, നിസ്കാരം ഉണ്ട് എന്നറിയില്ല. അവിടെ നമ്മളും തമ്മിൽ എന്തൊരു അന്തം കിടക്കണം. കാസിമി പ്രസംഗത്ത് പറയാണ് ഒരു അവസ്ഥ അദ്ദേഹം അവതരിപ്പിക്കണം. ഓരോരുത്തർ പരാതി ഇവർ പറയണ മനസ്സിലാവണില്ല. ഉറുദു തന്നെ ട്രഡീഷണൽ ഉറുദാണ്. ആദിവാസികൾ മലയാളം പറയണ പോലെയാണ് അവരെ ഉറുദു. ബോർഡറിലാണ്. ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് വന്നാണ് ഒരുപാട് മുസ്ലിം. അത് സത്യമാണ്. ആസാമിലെ ഈ പ്രശ്നത്തിൽ ഇവർ പറഞ്ഞ പ്രധാന കാരണം ഇത് ചർച്ചയ്ക്ക് ഗവൺമെന്റ് വിളിച്ചപ്പോൾ ഇവരോട് ചോദിച്ചു, ബോർഡോട് ചോദിച്ചു, എന്താണ് മുസ്ലിങ്ങളും തമ്മിലുള്ള കരാറിലെ ഒന്നാമത്തെ ആവശ്യം? ബോർഡോർക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഈ കലാപമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കേസും ഞങ്ങളും പിൻവലിക്കാം, പക്ഷെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, 70% മുസ്ലിങ്ങൾ വരുന്ന ഈ ബെൽറ്റിൽ നിന്ന് മുഴുവൻ മുസ്ലിങ്ങളും ബംഗ്ലാദേശിക്ക് പോകണം. ഒരേ ഒരു ഡിമാൻഡ് അതാണ്. 65 കൊല്ലത്തിന് ശേഷം ഇന്ത്യക്കാരനാണെന്ന് അവിടെ മുസ്ലിങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ആസാമിലെ മുസ്ലിങ്ങൾ ബംഗ്ലാദേശികളാണ്, തിരിച്ച് ബംഗ്ലാദേശിക്ക് പോകണമെന്ന് ആദ്യത്തെ ചർച്ച അവിടം വെച്ച് മുട്ടി. ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ശക്തമായിട്ട് നിലപാടെടുത്തു. ആ ഒരു ചർച്ചക്ക് പോലും പ്രസക്തിയില്ല. ഇന്ത്യക്കാരനും ഇന്ത്യൻ സിറ്റിസൺഷിപ്പും ഇന്ത്യയിലെ വോട്ടർമാർ അയച്ചിട്ട് ഒരു ചർച്ച നടക്കാൻ പോകുന്നുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നമ്മളെ പോലൊരു പാർട്ടി, മുസ്ലിം ലീഗിനെ പോലെ പാർട്ടി കേന്ദ്ര ഭരണത്തിൽ കൂടി ഇരിക്കുന്ന സമയത്ത് ചർച്ച നടന്നില്ല. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് കാസിമി പറയാണ്, ഓരോരുത്തർ ഇതിൽ പറയണ മനസ്സിലാണില്ല എത്ര. അപ്പം ഈ കൊയിലാണ്ടിന്നോ മറ്റോ പോയ കുറച്ച് കച്ചവടക്കാർ 2 ഭാഷ അറിയുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്തു. ഉറുദു അറിയുന്ന നേതാക്കന്മാരാണ് ഈ കൂട്ടത്തിലുള്ള നമ്മുടെ നേതാക്കന്മാരെല്ലാം. ഏറെക്കുറെ അറിയുന്നവരും സംസാരിക്കാൻ കഴിയുന്നവരും മനസ്സിലാക്കുന്നവരെങ്കിലാണ്. പക്ഷെ ഇവർ പറയുന്നത് മനസ്സിലാകുന്നില്ല. ഇവർ ഇപ്പൊ നമ്മള് ചോല നായക്കന്മാർ ഈ നിലമ്പൂരിലുള്ള ആദിവാസികൾ മലയാളം പറഞ്ഞാൽ മലയാളം പഠിച്ചു വന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കണം. പുതുതായിട്ട് പഠിച്ച് മലയാളം അക്ഷരമൊക്കെ ഇങ്ങനെ ഒപ്പിച്ച് പഠിച്ചാൽ അതുപോലെയാണ്. ഏതായാലും ഒരാളെ കൊണ്ടുവന്നത്ര ഒരാളെ കൊണ്ടുവന്നിട്ട് അഹമ്മദ് സാഹിബും ബഷീർ സാഹിബും വഹാബ് സാഹിബൊക്കെ നിൽക്കണ ഈ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഇയാളെ വിഷമങ്ങൾ ഓരോരുത്തർ ഓരോ എന്തൊക്കെയോ പറയണം. പശു പോയി എന്ന് പറഞ്ഞു. പശു പോയി പറഞ്ഞാൽ നമ്മളിരുന്നു അതൊക്കെ പറയണ്ടാവും. ജീവിതത്തിൽ അവരെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. ഒരു പുരുഷായുസിന്റെ മുഴുവൻ സമ്പാദ്യമാണ് ആ പോയ പശു. വേറെ പശു പോയി എന്നാണ്. ഇപ്പൊ നമ്മളവിടെ ഒരു പശു കഷ്ടപ്പെട്ടു പറഞ്ഞാൽ ആ കേട്ടുന്നോ കൂടി ആ ശരിയാ എന്നാ എന്തെങ്കിലും ചർച്ചയ്ക്കൂല. നമ്മളെ മനസ്സിൽ വിങ്ങലായിട്ട് കാണുന്നു പോകണ്ടേ. കാരണം അത്രയുള്ള ഒരു വിഷയം. പശു പോയി ഇപ്പം പറഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിലെ അവസാനത്തെ സമ്പാദ്യം നഷ്ടപ്പെട്ടു എന്നാണ്. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഒരാളെ നിർത്തിയിട്ട് പറഞ്ഞത്രേ, കാസിമി അത് പ്രസംഗിക്കുന്നതിനിടയിൽ 2 തവണ ഗദ്ഗതനായി ആ പ്രസംഗം വികാരഭരിതരായിട്ട്. അദ്ദേഹം പറയാണ്, അഹമ്മദ് സാഹിബിന്റെ മുമ്പിൽ ഈ നാളെ നിർത്തിയിട്ട് പറഞ്ഞത്രേ, രാത്രി നമ്മൾ മുസ്ലിങ്ങൾ രക്ഷപ്പെടാണ്, ഗ്രാമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാണ്. ഇവർ രാവിലെ മുഴുവൻ അക്രമമാണ്. അപ്പം രാത്രി രക്ഷപ്പെടുന്നതിനിടയിൽ ബോഡോവാദികൾ വളഞ്ഞു വെച്ച ഗ്രാമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് 10-75 ആളുകൾ കൂടിയ സംഘമായിട്ട് ഈ ബോഡോകൾ ഉറങ്ങാൻ പോയതിനു ശേഷം 12 മണിക്ക് ശേഷം അത്ര രക്ഷപ്പെടുന്നത്. ഈ വന്ന ആൾക്ക് 2 കുട്ടികളുണ്ട്. 2 കുട്ടികൾ, ഒന്ന് വലിയൊരു 5ാം ക്ലാസ്സിലോ മറ്റൊരു കൈക്കുഞ്ഞാണ്. ഇയാളെ കുട്ടി കരച്ചിൽ തുടങ്ങി. ഇയാളെ കുട്ടി കരച്ചിൽ തുടങ്ങിയപ്പോൾ ആളുകൾ കൂടെ ഉള്ളവർ പറഞ്ഞു, നിങ്ങളെ കുട്ടി കരഞ്ഞാൽ നമ്മളെ കൂടി പോക്ക് ബുദ്ധിമുട്ട്, അതുകൊണ്ട് കുട്ടിനെ കരച്ചിൽ നിർത്തണം. അപ്പം അയാളെ ഭാര്യയും ഒക്കെ കൂടി പരമാവധി കുട്ടിനെ കരച്ചിൽ നിർത്താൻ നോക്കിയത്. പക്ഷെ ആ സമയത്ത് തുറന്നുകൊണ്ടോ മറ്റോ കുട്ടി ഭയങ്കര കരച്ചിൽ. കാസിമി അത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം കരഞ്ഞു തുടങ്ങി. അദ്ദേഹം പറയണം, എന്നിട്ട് അയാൾ പറഞ്ഞ പരാതി, വിഷമം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പറയണത്രേ, എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ഞാൻ എന്റെ കുട്ടിന്റെ മുഖം പൊത്തിപ്പിടിച്ചപ്പോൾ കുട്ടി ശ്വാസത്തിനും വേണ്ടി തടസ്സപ്പെട്ടു. കുട്ടി വെപ്രാളപ്പെട്ടപ്പം പിതാവ് മുഖം കൈ വീണ്ടും എടുത്തു കൊടുത്തു. ഇതിൽ കുട്ടി ഭയങ്കര കരച്ചിലായി. ശ്വാസം പൊത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കണം. മറ്റൊരു മാർഗമില്ല, എല്ലാവരും കൂടി എന്നെ നിർബന്ധിച്ചു. ഞാൻ ഒരു നിവർത്തിയില്ലാത്ത ഘട്ടത്തിൽ അഹമ്മദ് സാഹിബ് ഒരു 5 മിനിറ്റോ മറ്റോ എന്റെ കുട്ടിന്റെ മുഖം അമർത്തിയാണ് പിടിച്ചു. കുട്ടി കരച്ചിൽ നിർത്തിയെന്ന് സംശയം തോന്നിയപ്പോൾ മുഖത്തുനിന്ന് കൈയെടുത്ത് നോക്കി. പക്ഷെ കുട്ടി ശ്വാസം കിട്ടാതെ മരിച്ചു വിട്ടുണ്ട്. കാസിമി അത് പറഞ്ഞ് വികാരഭരിതനാകും. ഇത് ഏതോ കാലത്തെ എവിടത്തെയോ ചരിത്രമോ ഏതോ സ്റ്റേറ്റിലോ ചരിത്രമല്ല. ആസാം കലാപം, ഈ സമീപത്ത് ഇന്നും കേസ് വിചാരണ പൂർത്തിയാകാത്ത ആസാം കലാപത്തിൽ എന്റെയും നിങ്ങളുടെയും സമുദായത്തിൽ പറഞ്ഞ കുഞ്ഞിന്റെ ജീവൻ കളഞ്ഞിട്ട് വേണം മാതാപിതാക്കൾക്ക് രക്ഷപ്പെടാൻ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സ്ഥിതിയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, അതാ സച്ചാർ പറഞ്ഞത്, ഇവൻ ആദിവാസികളെക്കാൾ പിറകിലാണ്. നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ ഈ വസ്തുതകളെ വിഷയം. ഇപ്പോ മൗലാന അബ്ദുൽ കലാം കോൺഗ്രസിന്റെ ഏറ്റവും പ്രഗത്ഭനായ നേതാവ് മാത്രമല്ല, ഇന്ത്യ കണ്ട പ്രഗത്ഭനായ പണ്ഡിതൻ കൂടിയാണ്. കോൺഗ്രസിന്റെ 1ാം മന്ത്രിസഭയിൽ
നെഹ്റുവിന്റെ കൂടെ മാനവ വിവേകശേഷി വകുപ്പിന്റെ ചുമതല ഉണ്ടായ ഖുർആന്റെ തഫ്സീർ ചെയ്ത മഹാപണ്ഡിതനാണ്. നമ്മളെ കൂട്ടത്തിലുള്ള നേതാക്കന്മാരെക്കാൾ വലിയ പണ്ഡിതനാണ് സത്യത്തിൽ കോൺഗ്രസിന്റെ. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഒരു ദിവസം പാർലമെന്റിൽ എന്തോ ഒരു ചർച്ച നടന്നു. സ്വാത്വികരാ, വെറുതെ അലമ്പുണ്ടാക്കി ശബ്ദിക്കുന്ന ആളെയല്ല ആസാദ്. ആ ആസാദിന്റെ പേരക്കുട്ടിയാണ് പി നജ്മ അബ്ദുള്ള. BJP-യുടെ താവളത്തിൽ 25 കോൺഗ്രസിന്റെ നേതാവായി ചെന്ന് അവസാനം കരകയറി ചെന്ന നജ്മ എന്ന് പറയുന്ന ആസാദ് ഇവിടെ കിടക്കുന്ന, നജ്മയുടെ സംസ്കാരം ഇവിടെ കിടക്കണം. ഏതായാലും പാർലമെന്റിൽ എന്തോ ഒരു ചർച്ച നടന്നപ്പോൾ മുസ്ലിങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ മൗലാന അബ്ദുൽ കലാം ആസാദ് എണീറ്റുന്ന് വസ്തുതാപരമായി സംസാരിച്ച് മുസ്ലിങ്ങൾക്ക് അനുകൂലമായിരുന്നത്ര ആ വിഷയം. മൗലാന അബ്ദുൽ കലാം ആസാദ് കണ്ട് ഇരുന്ന ഉടനെ ചരിത്രം പറയാണ്, ബംഗാളിൽ നിന്നുള്ളൊരു കോൺഗ്രസിന്റെ MP അപ്പോൾ ഉടനെ എണീറ്റു അത്ര, പുരുഷോത്തമദാസ് എന്ന് പറയുന്ന ഒരു MP ചരിത്രത്തിൽ പരാമർശിക്കുന്നത്, കായികമൂല്യത്തിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. പുരുഷോത്തമദാസ് എന്ന് പറഞ്ഞാൽ വേറെ പാർട്ടിന്റെ MP അല്ല, കോൺഗ്രസിന്റെ MP എണീറ്റെന്ന് അബ്ദുൽ കലാം ആസാദിനോട് പറയണത്രേ, മിസ്റ്റർ അബ്ദുൽ കലാം, നിങ്ങൾ വിജയിച്ചു വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രതിനിധിയല്ല. ഖുർആന് തഫ്സീർ എഴുതിയ ഒരു പണ്ഡിതൻ സത്യസന്ധമായി മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഒരു വിഷയം പറയുമ്പോൾ BJP-യോ മറ്റോ എതിർത്തെന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അന്ന് BJP ഇല്ലേ പാർലമെന്റിൽ, അവിടെയുള്ള പ്രതിപക്ഷ കക്ഷികളോ അല്ല പറയുന്നത്, കോൺഗ്രസിന്റെ MP-യാണ്. മിസ്റ്റർ ആസാദ്, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ മുസ്ലിങ്ങളുടെ MP അല്ല, കോൺഗ്രസിന്റെ MP-യാണ്. അതുകൊണ്ട് കോൺഗ്രസ് നമ്മുടെ മുന്നേറ്റത്തിനകത്ത് കൂടിയും കുറഞ്ഞും ഇന്ത്യയിൽ മറ്റൊരു മാർഗവും ഇല്ലാത്തതിനുള്ള ഒരു പാർട്ട്ണറാണ്. മനസ്സിലാക്കേണ്ട സംഗതി ഇതാണ്. പിന്നെ ഏറെക്കുറെ ഇന്ത്യയിൽ ബഹുസ്വര സമൂഹത്തിനിടയിൽ സംസ്കാരവും ജനാധിപത്യ ബോധവും കോൺഗ്രസ് പുലർത്തുന്നുണ്ട് എന്നുള്ളത് പറയാതിരിക്കാനാവില്ല. എത്രയോ മതേതരത്തെ നേതാക്കന്മാരും കോൺഗ്രസിനുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ പുതിയ ട്രെൻഡിനകത്ത്, ഈ പുതിയ പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇടയിൽ, ഇപ്പൊ ഞാൻ എന്റെ നാട്ടിലെ സ്ഥിതിയൊക്കെ പറഞ്ഞതുപോലെ, അങ്ങനെ ഒരു തമാശക്ക് ഇപ്പൊ എല്ലാവരും 5 ആൾ ഒരു ടീം, അപ്പൊ ഓനും വല്ല ക്ലബിലൊക്കെ തെറ്റി അഭിപ്രായ വ്യത്യാസം. അങ്ങനെയൊക്കെ ഇത് കോൺഗ്രസ് ആലയല്ലോ. 5 ആൾ കമ്പനിക്കാരനെ കയറാം, 5 ആൾ ലീഗ് കയറാം. അപ്പൊ ഈ ഒരുത്തൻ എന്തോ ഒരു വിഷയത്തിൽ വേറെന്തോ വിഷയത്തിൽ തെറ്റിയിട്ടുണ്ടാവും, എന്തോ ഏർപ്പാടില്. പിന്നെ ഓൻ ഈ ഏർപ്പാടിന് മാത്രമല്ല തെറ്റുണ്ട്, ലീഗിന്നും കൂടി തെറ്റിട്ട് പിന്നെ എതിർക്കാൻ ഒരു മാർഗം എടുത്ത് നോക്കാം. അപ്പൊ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഫ്രെയിം ചെറുതാണ്, ഓൻ ചിന്തിക്കണവും ചെറുതാണ്. ഓല് 4 ആൾ എന്നെ സൈഡാക്കി ഞാൻ കാട്ടി കൊടുക്കുമല്ലോ, അപ്പൊ ഓന്റെ എല്ലാത്തിനും ഏർപ്പാട്. അപ്പൊ ഓന്റെ ലീഗാണെങ്കിൽ ഞാൻ ലീഗിനെതിരെ. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിനെ കാണരുത്. മുസ്ലിം ലീഗ് രാഷ്ട്രീയം ജീവിതാവസാനം വരെ നമുക്ക് കൃഷിഭവൻ എന്നൊരു വിത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ വാങ്ങി തന്നിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പം നമുക്ക് വേണ്ട, മനസ്സംതൃപ്തിയോട് നമുക്ക് നിൽക്കാം. ഒരു നന്മയുടെ കൂട്ടത്തിലാണ് നമ്മളുള്ളത്. എച്ചിലുകളുടെ കൂട്ടത്തിൽ എറിയപ്പെടേണ്ടിരുന്ന ഒരു സമുദായത്തിന് സംഘബലം നൽകിയ പാർട്ടിയാണ് നമ്മൾ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു ബർക്കത്തുള്ള പാർട്ടിയാണ്. ഞാനത് പറയുമ്പോൾ നിങ്ങൾ ലീഗരെ വിളിച്ച് ലീഗിന് ബർക്കത്തുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കല്ലോ. എന്റെ സംഗതി മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്? സംതൃപ്തിയാണ്. 500 MP-മാരുണ്ട് പാർലമെന്റിൽ. അഹമ്മദ് സാഹിബ് മന്ത്രിയാകുന്നത് എപ്പോഴാ? ഒരു MP ഉള്ള എത്ര പാർട്ടി ഉണ്ട് ഇന്ത്യയിൽ അറിയാം നിങ്ങൾക്ക്? ലീഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ല. ഇന്ത്യൻ പൊളിറ്റിക്സിൽ ലീഗ് ചെയ്യാൻ കഴിയും. ലീഗ് ഉണ്ടെങ്കിൽ മോഡിനെ ഇറക്കാനും കഴിയില്ല, കയറ്റാനും കഴിയില്ല. മൻമോഹൻ സിംഗിനെ ഇറക്കാനും കഴിയില്ല, കയറ്റാനും കഴിയില്ല. നമ്മൾ ആ കപ്പാസിറ്റി നമുക്കറിയാം. ദക്ഷിണേന്ത്യയിലും ലീഗ് വലിയ ശക്തിയൊന്നുമല്ല. കേരളത്തിലും ഒരു പരിധിക്കപ്പുറം മുസ്ലിം ലീഗ് വലിയ ഫോഴ്സാണെന്നും ഇത് പൊതുയോഗമൊന്നുമല്ല, നമ്മളെ ക്യാമ്പല്ല, നമുക്ക് പരിശോധിച്ചാൽ അറിയാം. നമുക്ക് അള്ളാഹു എപ്പോഴും നമുക്ക് സംതൃപ്തി ചെയ്യുന്ന 1-2 ജില്ലകളിലുള്ള നല്ല സ്വാധീനം ഒന്നുകൂടി ഇങ്ങോട്ട് അതിന്റെ യഥാർത്ഥം പറഞ്ഞാൽ മലപ്പുറത്തെ ഏറനാടും വെള്ളുവ നാട്ടിലെയും മനുഷ്യന്റെ ഹൃദയത്തിൽ ഈ പാർട്ടിയോടുള്ള മുഹബത്ത്, അതാണ് നമ്മളെ ഏറ്റവും വലിയ അസറ്റ്. ഇന്ത്യ മുഴുവൻ മഹാരാഷ്ട്രയിലും UP-യിലും ബീഹാറിലും രാജസ്ഥാനിലും ഒന്നും നമ്മുടെ പാർട്ടിക്ക് സ്വാധീനമില്ല. ഒരു ഗ്രാമപഞ്ചായത്തിൽ പോലും മെമ്പർമാരിലെത്ത എത്രയോ സ്റ്റേറ്റുകൾ ഇന്ത്യയിൽ മുസ്ലിം ലീഗിനുണ്ട്. മഹാഭൂരിപക്ഷം സ്റ്റേറ്റുകളിലും ഒരു ത്രിതല സംവിധാനത്തിൽ പോലും മുസ്ലിം ലീഗിന് പ്രാതിനിധ്യമില്ല. പിന്നെയോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇപ്പം മിഞ്ഞാന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിന്റെ റിപ്പോർട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നോക്കി, 5 MP-മാരുണ്ട്. ആ ജാർഖണ്ഡ് സ്റ്റുഡന്റ് ഫോഴ്സ് ഒരു പാർട്ടിക്ക്, നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്നു അതിന് മുമ്പ്? എന്റെ ഒരു ഓർമ്മ, ഞാൻ രാഷ്ട്രീയത്തിന്റെ ഇതൊക്കെ എടുത്ത് ആൾക്കാർ നോക്കുമ്പോഴും, പക്ഷെ അങ്ങനെ പാർട്ടി അത്ര ഒരു പ്രബല പാർട്ടിയായിട്ട് മനസ്സ് പഠിച്ചിട്ടില്ല. അങ്ങനെ ഓരോ 5 MLA-മാരും 6 MLA-മാരും ഉള്ള എത്ര പാർട്ടി ഉണ്ട് ഇന്ത്യയിൽ അറിയാം നിങ്ങൾക്ക്? പൂനെയിൽ മാത്രം MP-യിൽ ഒരു പാർട്ടി ഉണ്ട്. എന്തായിരുന്നു ആ പാർട്ടിന്റെ പേര്? പൂനെ ലിബറേഷൻ ഫ്രണ്ടോ മറ്റേ 2 MP-മാർ അവിടെ ഉണ്ട്. നമ്മുടെ ഈ ഉവൈസിക്ക് എപ്പോൾ പാർലമെന്റിൽ 1-2 കൂടിയും കുറഞ്ഞൊക്കെ ഉണ്ടാക്കുക. ഞാൻ ഈ പറഞ്ഞ അജൽ സാഹിബിന്റെ പാർട്ടിക്കാണ്. അങ്ങനെ ഒരു MP-യുള്ള എത്രയോ വെബ്സൈറ്റ്, ലോക്സഭയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾ. കോൺഗ്രസും BJP-യും മുലായം സിംഗും മായാവതിയും ലാലും ഒക്കെ കഴിഞ്ഞിട്ടും പിന്നെ കുറെ അല്ലറ ചില്ലറ പൊട്ടുംപൊടിയുണ്ട്. ഇപ്പൊ കേരളത്തിൽ നിന്ന് മാണി കോൺഗ്രസിന് ഒന്നുള്ള പോലെ, അല്ലെങ്കിൽ ജോസഫ് പണ്ടുണ്ടായിരുന്നു ജോസഫിന് ഒന്നുണ്ടായ പോലെ, അങ്ങനെ ഒറ്റപ്പെട്ട MP-മാരല്ലേ. അങ്ങനെയുള്ളവരൊക്കെ രാഷ്ട്രീയത്തിൽ ശൂന്യതയാകുമ്പോഴാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് 126 കോടി ഇന്ത്യക്കാരന്റെ മന്ത്രിസഭയിൽ വിദേശകാര്യ സഹമന്ത്രിയാവുന്നത്. ഇത് നമ്മൾ ബർക്കത്തല്ല എന്നത് എന്താ പറയാ? അഹമ്മദ് സാഹിബ് വന്നു പോയി എന്നല്ല അതിന്റെ വിഷയം. നിങ്ങൾ നോക്കേണ്ടത്, ഇന്ത്യയിൽ മുസ്ലിം ലീഗ് അധികാരത്തിന്റെ ഭാഗമാകുക എന്നൊക്കെ പറഞ്ഞ ഒരു മഹാ അത്ഭുതമാണ്.
അതും ചരിത്രത്തിൽ പറയാണ്, കേരളത്തിൽ നിന്ന് ഏറ്റവും കാലം മന്ത്രിയായത് മുസ്ലിം ലീഗിന്റെ നേതാവ് അഹമ്മദ് സാഹിബ. ഇത്ര കോൺഗ്രസിന്റെ ലീഡർമാരുള്ള മണ്ണ കേരളം. ഒന്നാം കോൺഗ്രസ് മന്ത്രിസഭ മുതൽ ഇതുവരെയുള്ള കോൺഗ്രസിന്റെ മന്ത്രിസഭയിൽ തവണയല്ല, ഡ്യൂറേഷൻ ഓഫ് ദ പീരിയഡ് അഥവാ ദൈർഘ്യം, ഏറ്റവും സമയം കരുണാകരനും ആന്റണിയൊന്നുമല്ല, ഏറ്റവും അധികം കാലം മന്ത്രിയായിരുന്ന സമയം ഇരുന്നത് അഹമ്മദ് സാഹിബ. ഇതൊരു ചില്ലറ സംഗതിയാണ്. ഒരു ജില്ലയിൽ സ്വാധീനമുള്ള പാർട്ടിയുടെ നേതാവ് ഒരു സംസ്ഥാനത്തിന് ഏറ്റവും അധികം കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായ വ്യക്തിയാണ്. നമ്മളൊരു സംഗതി മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇപ്പം മെമ്പർമാരൊക്കെ ഉണ്ടാവും, ഇവിടുത്തെ മെമ്പർമാർക്ക് വോട്ട് ചെയ്ത ആൾക്ക് എന്തെങ്കിലും പഞ്ചായത്തിൽ നിന്ന് വീടിന്റെ റിപ്പയറോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ സഹായം കൊടുക്കും, സംഗതിയൊക്കെ കൊടുക്കും. പക്ഷേ മുസ്ലിം ലീഗിന്റെ നേതാവ് അഹമ്മദ് സാഹിബ് യാസർ അറഫാത്തിന്റെ കൊട്ടാരത്തിൽ ചെല്ലുക എന്നൊക്കെ പറയുമ്പോൾ ഈ പാർട്ടിയെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമുക്ക് ഓരോരുത്തർ അഭിമാനം ഉണ്ടാകുന്ന സംഗതിയാണ്. ഭൂമിയിൽ 3 പള്ളികൾക്ക് മറ്റു പള്ളികളെക്കാൾ പ്രാധാന്യമുള്ളൂ: മസ്ജിദുൽ ഹറം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അക്സ. അതിൽ 2 പള്ളി സൗദിയിലാണ്. സൗദിയിലെ രാജാക്കന്മാർ നിങ്ങൾ ഇംഗ്ലീഷ് പത്രമൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, അതിന്റെ വെബ്സൈറ്റ് എഡിഷനിലുണ്ടാവും. കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്നുള്ളതിനേക്കാൾ അവർ ഇഷ്ടപ്പെടുന്നത് ദ കസ്റ്റോഡിയൻ ഓഫ് ദ 2 ഹോളി മോസ്ക് എന്നാണ്. എന്ന് വെച്ചാൽ 2 പുണ്യപള്ളികളുടെ പുണ്യഗ്രഹങ്ങളുടെ കൈകാര്യകർത്താവ്. അത് വലിയൊരു അഭിമാനമാണ്, വലിയ മഹാ സൗഭാഗ്യമാണ്. ഹറമിന്റെയും നബവിയുടെയും കൈകാര്യമുള്ള രാജാവ്, അതാണ് അവർക്ക് ഇഷ്ടം, അതാണ് അതിൽ അവരെ പ്രൗഢി. 2 ഹറമുള്ള നിൽക്കുന്ന രാജാവ് സൗദി യാസർ അറഫാത്തിന്റെ കാര്യത്തിൽ ഒന്നും മിണ്ടിയില്ല. കാരണം എന്താണ്? എങ്ങാണ്ടും യാസർ അറഫാത്തിന്റെ കാര്യത്തിൽ ഒരു നിലപാടെടുത്താൽ അമേരിക്ക എഞ്ചിനീയർമാരെ പിൻവലിക്കാൻ തീരുമാനിച്ചാൽ സൗദി നിശ്ചലായി പോകും. വൈറ്റിഷാണ്, പോയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. ഇവിടുത്തെ പെട്രോ കെമിക്കൽ കമ്പനിയിലെ മഹാഭൂരിപക്ഷവും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും എഞ്ചിനീയർമാരാണ്. ഓലെ തിരിച്ചിങ്ങോട്ട് വിളിക്കാൻ അമേരിക്ക തീരുമാനമെടുത്ത സൗദി നിശ്ചലാവും. മിണ്ടിയില്ല സൗദി. 100% മുസ്ലിങ്ങൾ ശരീഅത്ത് കോടതിയുള്ള നാട്. പക്ഷെ യാസർ അറഫാത്തിന്റെ കാര്യത്തിൽ മസ്ജിദുൽ അക്സയുടെ നാട്ടിൽ ഒരു പ്രയാസം ഉണ്ടായപ്പോൾ അവർക്ക് മുണ്ടാൻ ധൈര്യം ഉണ്ടായില്ല. UAE പറഞ്ഞോ? മിണ്ടിയില്ല. ഖത്തർ പറഞ്ഞോ? ഖത്തർ പറയില്ല. കാരണം ദോഹന്റെ സെൻട്രലാണ് അമേരിക്കൻ ആർമിന്റെ പ്രധാനപ്പെട്ട ക്യാമ്പ്. 100% മുസ്ലിങ്ങളുള്ള രാജ്യത്തുള്ള ആളുകൾ യാസർ അറഫാത്തിന്റെ നാട്ടിലെ മുസ്ലിങ്ങൾ പിഞ്ചു പൈതങ്ങൾ പിടഞ്ഞു വീണ് മരിച്ചപ്പോ ഇതൊരു പ്രതിഷേധം പറയാൻ മടിച്ചപ്പോഴാണ് അഭിമാനത്തോടെ നമുക്ക് പറയാം, എന്റെയും നിങ്ങളുടെയും പ്രിയങ്കരനായ ദേശീയ അധ്യക്ഷൻ അഹമ്മദ് സാഹിബ് ഒരു വ്യാഴാഴ്ച വൈകിട്ടാണ് യാസർ അറഫാത്തിന്റെ കൊട്ടാരത്തിൽ ചെന്നത്. അഹമ്മദ് സാഹിബ് ഈ അടുത്ത ദിവസം കോഴിക്കോട് പ്രസംഗിച്ചപ്പം കേട്ടു, 2 മാസത്തിനുള്ളിൽ റമദാനിന് ശേഷം ഐക്യദാർഢ്യ ദിനം ഫലസ്തീൻ യൂത്ത് ലീഗിന്റെ കേശവമേനോൻ ഹാളിൽ നടന്ന പരിപാടി. അഹമ്മദ് സാഹിബ് പറയണം, ഒരുപാട് മന്ത്രിമാരെ രാജാക്കന്മാരെ കൊട്ടാരം 100ഓളം കൊണ്ടുപോയിട്ടുണ്ട്. മന്ത്രിമാരും രാജാക്കന്മാരുമായിട്ട് സൗദിന്റെയും UAEന്റെയും ഖത്തറിന്റെയും ഒമാന്റെയും ഒട്ടുമുക്കാൽ ആളുകളുടെയും അതിഥിയായിട്ട് പോകാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ യാസർ അറഫാത്തിന്റെ ബങ്കറിനെ പോലെ ഇടുങ്ങിയ ഒരു ബങ്കറിന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. വ്യാഴാഴ്ച വൈകുന്നേരം അറഫാത്തിന്റെ കൂടെ ചെന്നു. വെള്ളിയാഴ്ച 1ാമത്തെ സൊഫിയിൽ യാസർ അറഫാത്തിന്റെ ഇടതുഭാഗത്ത് നിന്ന് അഹമ്മദ് സാഹിബിൽ നിന്ന് ജുമാ നമസ്കരിക്കുക. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലീഗിന്റെ പ്രസിഡന്റാണെങ്കിൽ അത്ര പ്രശ്നമില്ല. യൂത്ത് ലീഗ് സംസ്ഥാന അഖിലേന്ത്യാ ലീഗിന്റെ പ്രസിഡന്റ് പോയിട്ട് നിന്നാൽ അത് വലിയ വാർത്തല്ല. പക്ഷെ അഹമ്മദ് സാഹിബ് യൂണിയൻ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ മിനിസ്റ്റർ ഫോർ എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ്. ഇന്ത്യയുടെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാണ്. ചിത്രം മാറി, നിലപാട് മാറി, ലോകരാജ്യങ്ങളുടെ നിലപാട് മാറി. ഇതാ ഞാൻ പറഞ്ഞത്, ബർക്കത്ത് തന്നാൽ കൂടുതലുള്ളത് കൊണ്ടല്ല, ഒരൊറ്റ അഹമ്മദ് സാഹിബ് ഉള്ളപ്പോഴാണ് അക്സയുടെ നാട്ടിൽ, അള്ളാഹുവിന്റെ ഏറ്റവും പുണ്യമായ 3 ഭവനങ്ങളുടെ നാട്ടിൽ വരെ കൊണ്ടോട്ടിന്റെയും മലപ്പുറത്തെയും ഒക്കെ വോട്ട് ചെന്ന് എത്തുക എന്ന് പറഞ്ഞാൽ ഇതിൽ കവിഞ്ഞ് എന്താ ഒരു പാർട്ടിക്ക് എത്തിപ്പെടാനുള്ളത്? നമ്മൾ ഈ പാർട്ടി നിൽക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ചിലപ്പോൾ വൈകുന്നേരം യോഗത്തിനൊക്കെ വിളിച്ചാൽ മടിയാണ്, ആൾക്കാർ കാണുമ്പോൾ വരാൻ മടിയാണ്. ഒരു നോട്ടീസൊക്കെ ഒട്ടിച്ചാൽ കുട്ടികളെ വിളിച്ചാൽ പറയും, കുട്ടി നമുക്ക് കുറച്ച് 9 മണിയായിക്കോട്ടെ, ഞങ്ങൾ 9 മണിക്ക് അവിടെ ഉണ്ടാവും, അങ്ങോട്ട് വരികയാണ്. അല്ലെങ്കിൽ സുബീന് കുട്ടിയൊക്കെ ഒരു ചമ്മലാണ് ഈ കുടി കുത്താൻ, അല്ലെങ്കിൽ എന്തിനു മടിക്കണം? ഇപ്പൊ നമുക്ക് ജോലി ഓരോരുത്തർക്ക് എന്തെങ്കിലും അവനാണ്ട് ഏർപ്പാടുണ്ടെങ്കിൽ ജോലി ഉണ്ടാവും, ഏർപ്പാട് വേണമെങ്കിൽ കാട്ടണം. പക്ഷെ അതൊക്കെ സ്വന്തം നടന്നു പോവാം. ഈ സമുദായം ഉണ്ടല്ലോ, കൂട്ടത്തിൽ ആരാന്റെ എച്ചിലുകൾക്ക് കാത്തിരിക്കേണ്ട ഈ സമുദായം നമ്മൾ അഭിമാനികളാക്കിയത് ഈ കൊടിയാണ്. അഹങ്കാരമൊന്നും വേണ്ട, പക്ഷെ ആൾക്കാണ് പട്ടാപ്പകൽ നമ്മൾ ഇരുത്തുമ്പോൾ നമുക്കൊരു ചിന്ത ഉണ്ടാവണം, ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് മുഴുവൻ വെളിച്ചം കൊടുക്കാൻ എന്റെ ഈ കുടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആള് കാണെ കുത്തുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. ഇത് കാണട്ടെ, ആളുകൾക്കിടയിൽ കൊണ്ടുപോയി മുസ്ലിം ലീഗിന്റേതായി ഞാൻ ലീഗുകാരനാണെന്ന് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനം ഉണ്ടാവും. നമ്മൾ നമ്മുടെ പാർട്ടിയെ കുറിച്ച് കൃത്യമായി ബോധ്യം ഉണ്ടാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി മറ്റു വശങ്ങളിലേക്കൊന്നും ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നേതാക്കന്മാർ ഒരു പാർട്ടിയെ വിലയിരുത്തേണ്ടത് 3 രീതിയിലാണ്. 1 പാർട്ടിയുടെ ഐഡിയോളജി, പ്രത്യയശാസ്ത്രം. 2 പാർട്ടിയുടെ ലീഡർഷിപ്പ്, നേതാക്കന്മാർ. 3 പാർട്ടിയുടെ ഇടപെടൽ. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒരുപാട് സമയം ദീർഘിക്കുന്നുണ്ട്. ഇത് 3ഉം നല്ല ഐഡിയോളജി, ന്യൂനപക്ഷം ഭൂരിപക്ഷത്തിന്റെ സഹവർത്തിത്വത്തോടുകൂടി രാഷ്ട്രീയം നടത്തുക. നമ്മൾ കവിഞ്ഞൊരു ഐഡിയോളജി രാഷ്ട്രീയ കക്ഷിക്കും ന്യൂനപക്ഷങ്ങളുടേതായി നൽകാനില്ല. ലീഡർഷിപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ ഹലാലും ഹറാമും അല്ല, കറാഹത്ത് പോലും ചെയ്യില്ല എന്ന് നിർബന്ധം പുലർത്തിയ മഹാന്മാരായ സൂഫി വര്യന്മാർ. പാണക്കാട് തങ്ങൾ മരിക്കുമ്പോൾ 300 ചില്ലറ പള്ളിയുടെ കാളിയാണ്.
ആ കാളിയായി തങ്ങൾ മരിക്കുമ്പോ പത്രങ്ങൾ എഴുതുന്നത് മുസ്ലിം പണ്ഡിതൻ മാഞ്ഞു എന്നല്ല, പിന്നെന്താ എഴുതുന്നത്? സമാധാനത്തിന്റെ പ്രവാചകൻ മറഞ്ഞു. അതൊരു ബർക്കത്താണ്. ഞാനതാ പറഞ്ഞത്. ഒരു മതനേതാവ്, മാസപ്പിറവി കണ്ടെത്തുന്ന ഒരു നേതാവ്, പള്ളിയുടെ കാളിയായിരിക്കുന്ന നേതാവ്, പള്ളിക്ക് തറക്കല്ലിട്ട നേതാവ്, മുസ്ലിം നേതാവ് എന്നല്ല പത്രങ്ങൾ എഴുതിയത്. സമൂഹത്തിന്റെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിച്ചു ഇതൊരു മുസ്ലിം അല്ല, ഇത് മതമൈത്രിയുടെ നേതാവാണ്. നമ്മുടെ പാർട്ടിക്ക് അള്ളാഹു നൽകിയ മഹാസ് എന്ന് പറയുന്നത് ഈ നേതാക്കന്മാരാണ്. സുന്ദരമായ നിലപാടുകളും ആദർശവും സത്യസന്ധതയും സൂര്യതുല്യമായിട്ടുള്ള സ്ഫടിക സമാനമായിട്ടുള്ള ക്ലാരിറ്റിയും നേതാക്കന്മാർ. മൂന്നാമത്തേത് ഇടപെടലാണ്. ഞാനിപ്പോ പറഞ്ഞു പോകുന്ന ഇടപെടലാണ്. അതിന്റെ വേറെയും കുറെ വശങ്ങളൊക്കെ പറയാനുണ്ട്. വിവാഹ ദൂർത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നിലപാടെടുത്തപ്പോട്ടെ പലയിടത്തും ചർച്ചയാണ്. യൂത്ത് ലീഗിന്റെ ഒക്കെ നേതൃത്വത്തിൽ നമ്മുടെ അടുത്തൊക്കെ ചർച്ച നടക്കുമ്പോൾ പല സംഘടനകളും. ഇപ്പൊ ഇന്നലെ ഞാൻ അവിടെ നമ്മുടെ മൊറയൂർ പഞ്ചായത്തിന്റെ യൂത്ത് ലീഗിന്റെ ചർച്ചയുടെ മോഡറേറ്ററായി നിന്നപ്പോൾ എല്ലാ നേതാക്കൾ മുജാഹിദിന്റെ ഒക്കെ എല്ലാത്തിന്റെയും സംസ്ഥാന നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ എല്ലാവരും പറയാണ് ഞങ്ങൾക്ക് അത്ഭുതമുണ്ട് ലീഗ് ഇങ്ങനെ ഒരു നിലപാടെടുത്തതിൽ. ഓരോരുത്തരും പറയണം. ഞാൻ എൻ്റെ ഒരു ഓർമ്മ 6 or 7 ഇവരുടെ ചർച്ചകളിൽ പലപ്പോഴായിട്ട് നമ്മുടെ ഈ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള പഞ്ചായത്തുകളുടെ പരിപാടികളൊക്കെ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇവരുടെ എല്ലാത്തിന്റെയും ചർച്ചയുടെ കണ്ടന്റ് എന്നാണ് ഒറ്റ നമുക്ക് മോഡറേറ്ററുകളൊക്കെ തന്നെ സംതൃപ്തി. എല്ലാവരും പറയാണ് ഞങ്ങൾക്ക് അത്ഭുതമുണ്ട് ലീഗ് ഇങ്ങനെ ഒരു നിലപാടെടുത്ത്. എങ്ങനെ കഴിഞ്ഞു ലീഗിനിത്? നിങ്ങൾ ആലോചിക്കണം. സത്യത്തിൽ ഒരു പാർട്ടി ചെയ്യേണ്ട സംഗതിയല്ല ഇത്. വിവാഹത്തിൽ കല്യാണത്തിന് പൈസ ഉള്ളതും ചെലവഴിക്കണമെങ്കിൽ നമുക്ക് എന്താണെന്നാ തോന്നണം, എങ്ങനെ ഭൗതികമാണെങ്കിൽ. പക്ഷെ നമ്മൾ പറഞ്ഞു ഷിഹാബ് തങ്ങന്മാര് ഇപ്പം പാലോളിയോ മുട്ടിയോ TKMC ഒന്നും നിൽക്കാതെ നടത്തിയൊരു കല്യാണം നമ്മളാരും കേട്ടിട്ടില്ല, അറിവിലില്ല, ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സാധാരണ കുട്ടികളുടെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു നിലപാടുണ്ടാവുമല്ലോ. പക്ഷെ ഇവർക്ക് വേണമെങ്കിൽ പറയാം CPM-ന് വിവാഹദൂരത്തിനെതിരെ പറഞ്ഞ എന്ത് നഷ്ടം വരാനുള്ളത്? ഒരു പ്രശ്നവും അത് സെമിനാർ നടത്തി തീർക്കാവുന്നുള്ളൂ. പക്ഷെ നമ്മൾ വിവാഹദൂരത്തിനെതിരെ നിലപാട് പറയുമ്പോൾ എല്ലാ ഞായറാഴ്ചയും പാണക്കാട് തങ്ങന്മാരെ ഡയറി എടുത്ത് നോക്ക്. ഒരു ഞായറാഴ്ച ജീവിതത്തിൽ എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആ പാണക്കാട്ട് ഒരു അത്യാവശ്യം നീച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാദിഖുമാന്റെ മോൾക്കുള്ള കുട്ടികളിലടക്കം ഒരു തങ്ങൾ ഒരു ദിവസം ഇല്ലാത്ത ഒറ്റ തങ്ങന്മാരെ ഞായറാഴ്ച ഉണ്ടാവില്ല. ഈ നമ്മളാ പറയുന്നത് ഇത് തെറ്റാണ്. ഇതിന് കൈകാര്യം ഇത് വല്ലാത്തൊരു സംഗതിയാണ്. ഒരു സമൂഹത്തിന്റെ പരിവർത്തനത്തിന് നിലപാട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പെൺകുട്ടി അനുഗ്രഹമാണ്. 3 പെൺകുട്ടിയെങ്കിൽ സ്വർഗത്തിലാണ്. സഹാബി ചോദിച്ചു റസൂലെ 2 പെൺകുട്ടി നിങ്ങളും സ്വർഗത്തിലാണ്. എന്തിന്റെ പേരിൽ? ഇസ്ലാമിന്റെ കൽപ്പനക്കനുസരിച്ച് ജീവിപ്പിച്ച് പ്രായപൂർത്തിയായി കല്യാണം കഴിച്ചാൽ അതല്ലെങ്കിൽ സൂക്ഷ്മതയോടുകൂടി അവരെ ജീവിതാവസാനം വരെ പുലർത്തിയാൽ സ്വർഗത്തിലാണ്. അപ്പം വേറെ സഹാബി ചോദിച്ചു റസൂലെ എനിക്കൊരു പെൺകുട്ടി. റസൂൽ പറഞ്ഞു നിങ്ങളും. 3 പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇസ്ലാമിൽ സ്വർഗത്തിലാണ്. 2 പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇസ്ലാമിൽ സ്വർഗത്തിലാണ്. 1 പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇസ്ലാമിൽ സ്വർഗത്തിലാണ്. നമ്മളെ അവസ്ഥ എന്താ? 1 പെൺകുട്ടി ഉണ്ടെങ്കിൽ 1 ബാങ്കിൽ നിന്ന് ലോണ്, 2 പെൺകുട്ടി ഉണ്ടെങ്കിൽ 2 ബാങ്കിൽ നിന്ന് ലോണ്, 3 പെൺകുട്ടി ഉണ്ടെങ്കിൽ നാടാകെ കടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നരകത്തിന്റെ വറകൂല്യവാണ്. പലിശ ആര് ദുനിയാവിൽ പലിശയുമായി ബന്ധപ്പെട്ട് അള്ളാഹു റസൂലായിട്ട് യുദ്ധത്തിന് തയ്യാറായിക്കോണം. ഒരു തിന്മനെ കുറിച്ച് ഇത്ര രൂക്ഷമായിട്ട് ഇസ്ലാം പറഞ്ഞിട്ടില്ല. തയ്യാറായിക്കോ, യുദ്ധത്തിന് തയ്യാറായിട്ട് അങ്ങോട്ട് വന്നോ. പലിശനായിട്ട് ബന്ധപ്പെട്ട ജീവിതത്തിൽ ഇന്നേ വരെ ബാങ്ക് പോകാത്ത ഒരാൾ ആദ്യം ബാങ്ക് പോയത് എപ്പോഴേക്കാരെന്ന് അറിയുന്നത്? ഒറ്റ കാലം വെച്ചറിയാം. ഒരു സാധു മനുഷ്യൻ ഈ ബാങ്കിന്റെ കടലാസ് എങ്ങനെ പൂരിപ്പിച്ചെന്ന് വെച്ചാൽ നമ്മളെടുത്ത് ആദ്യം വരുന്ന പെൺകുട്ടിനെ കെട്ടിക്കാനാണ്. എന്താണ്? സ്വർഗത്തേക്ക് എത്താനാ ഇസ്ലാമിൽ പെൺകുട്ടി. നരകത്തിന്റെ വറകൂല്യാവുകയാണ്. ഈ തിന്മ അങ്ങനെ പടർന്ന് വ്യാപിക്കുമ്പോൾ നമ്മളൊക്കെ നേതാക്കന്മാരായ ആളായി വൈകുന്നേരത്തെ യോഗത്തിൽ പങ്കെടുത്ത് സമ്മേളനത്തിൽ വന്ന് ഫോട്ടോ വന്ന് തീർന്ന സംഗതിയായാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എന്ത് രാഷ്ട്രീയം? ഈ തിന്മക്കെതിരെ നമ്മുടെ ഊർജ്ജവും നമ്മുടെ പ്രവർത്തനവും നമ്മുടെ സംഘടനയൊക്കെ തിരിച്ചുവിടുകയാണ്. വലിയ സന്തോഷം തോന്നും. ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കും. ആ ദിവസവും അതിന്റെ ദിവസങ്ങളിലും ആ ചർച്ചയും അതിന്റെ ഒക്കെ ഒരു വല്ലാത്തൊരു പുണ്യകർമ്മത്തിൽ പങ്കെടുക്കും. ഇത് പരസ്യമായിട്ട് പറയുമ്പോൾ എന്താ അറിയോ? ഇപ്പൊ പല സുഹൃത്തുക്കളും നമ്മൾ ബന്ധപ്പെട്ടവരൊക്കെ പറയും തങ്ങൾ എങ്ങനെയും വരണമെന്നുണ്ട്. ഇപ്പൊ എന്താ ലീഗിന്റെ പുതിയ ഡിമാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു, എന്താ ഡിമാൻഡ് എന്നൊക്കെ ചോദിക്കും. ഇത് അത്ര പത്രത്തിലൊന്നും വായിച്ച് പഠിച്ച് മനസ്സിലാക്കാത്ത മലയാളിമാരൊക്കെ പുതിയാപ്പള്ളിയും പുതിയണ്ണിന്റെ അല്ല ലീഗിന്റെ ഡിമാൻഡ് എന്താന്ന് ചോദിക്കുന്നിടത്തേക്ക് എത്തി. ഈ സംഗതി ഒരു ചില്ലറ സംഗതിയാണോ? ഇത് മലപ്പുറത്ത് ഈ കാറ്ററിംഗുകാരുടെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ഞാൻ വായിച്ചപ്പോൾ ചിരിച്ചു. അവരെ പറയാണ് ഈ അടുത്ത കാലത്ത് ഒരു പാർട്ടി പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളെ ബിസിനസിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ദൂർത്തിന് ഞങ്ങൾ എതിരാണ്. പക്ഷെ വിവാഹത്തിൽ ദൂർത്ത് എന്ന് പറഞ്ഞിട്ടില്ല. വിവാഹത്തിലാവാം. അവനവന്റെ കാര്യം വെച്ചിട്ട് പറിച്ചു ചെയ്യണം. എന്തായാലും സംഗതി നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ആളുകളാ പറയണം അവരെ കച്ചവടത്തിനെ ബാധിച്ചിട്ടുണ്ട്. ഇതൊരു ചില്ലറ സംഗതിയല്ല. എന്നോട് എന്റെ കാസർഗോഡ് ജില്ലാ യൂത്ത് സെക്രട്ടറി സുഹൃത്തിനോട് പറഞ്ഞ അഷ്റഫ് പറഞ്ഞു 6 കോടി റുപ്യന്റെ ഒരു കല്യാണം നടന്നു അത്ര ഈ അടുത്ത അവിടെ ഒരു മുസ്ലിം മലയാളിന്റെ കല്യാണം. 6 കോടി പറഞ്ഞാൽ അവിടെ കൊടുത്ത സ്ത്രീധനത്തിന്റെ ഒന്നും അടക്കല്ലട്ടെ ഈ പറഞ്ഞ് ഒരുക്കത്തിന് മാത്രം വലിയൊരു പന്തലില് അറബികൾക്ക് മാത്രം ഒരു സെഷൻ ഉണ്ടായിരുന്നു. അത്ര അറബികൾക്ക് മാത്രമുള്ള സെഷൻ റോഡ് മുതൽ അതുവരെ സ്പോഞ്ച് ഇട്ടിട്ട് അത്ര ഇതിനപ്പം ഒന്നും പറയല്ല എന്നാണ്. അറബികൾക്കൊരു സെക്ഷൻ, നാടന്മാർക്ക് എല്ലാ സെക്ഷനിലും ഉന്തുവണ്ടിയിലൊക്കെ ഫുഡ് കൊണ്ടുപോകുക. എന്നിട്ട് അപ്പം അതിന് പറഞ്ഞിട്ട് നമുക്ക് അത്ഭുതപ്പെടുത്തി എന്തൊരു കല്യാണം എന്ന് മനസ്സിലാണില്ലേ നമുക്ക്. വല്ല മഹാ ആഘോഷത്തിരുന്നമാതിരി. നിങ്ങൾ ആലോചിച്ചു ഈ 6 കോടിക്കൊക്കെ 600 ലക്ഷം റുപ്യ ഈ വിവാഹത്തിന്റെ പ്രായമെത്തിയിട്ടും അതിനവസരം ലഭിക്കാതെ പോയ എത്ര സഹോദരിമാർ നമ്മുടെ വീട്ടിനടുത്തുണ്ട്. വീട്ടിൽ നമുക്കറിയാം കല്യാണത്തിന് ഭക്ഷണം കിട്ടുന്നത് ഉച്ചക്ക് കൃത്യം ഒരു 12:30, 1:30, 2 മണിയാണ്. ശ്രദ്ധിച്ചു നോക്കണ്ടേ ഓരോരുത്തരും ആ ചുറ്റുവട്ടത്തുണ്ടാവും. ആ കല്യാണത്തിന്റെ മൂർധ്യാന നേരത്തെ ചില മക്കളും കല്യാണത്തിലേക്ക് ചെല്ലൂല.
എന്താണെന്നറിയാം, അവർക്ക് അറിയാത്തതുകൊണ്ടല്ല, ഭക്ഷണം കിട്ടാൻ നേരത്തെ ചെല്ലണമെന്ന് അറിയാത്തതുകൊണ്ടല്ല. പിന്നെന്താ അറിയോ, ആ ഉമ്മയുടെ 2 3 പെൺകുട്ടി വിവാഹപ്രായത്തിയിട്ടും കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇത് നടക്കുമ്പോൾ മനസ്സിലൊരു വിഷമം ഉണ്ടാവുമല്ലോ. മറ്റാരുടെയോ വിവാഹത്തിന്റെ ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോ, അള്ളാ നീ എനിക്ക് തന്ന എന്റെ പെൺകുട്ടികൾ എന്റെ വീട്ടിലാണല്ലോ പഠിച്ചോണം, ഇതെന്ന് എന്നെ കൊണ്ട് കരകയറ്റാൻ കഴിയുന്നു പടയുന്ന ഒരു മാതാവിന് പിന്നെ ആ ഭക്ഷണം രുചി തോന്നൂല. ചില്ലറ സംഗതിയാണോ, വിഷമാണോ നമ്മുടെ നാട്ടിലുള്ളത്? ആരാറ് പറയും ഈ പാവപ്പെട്ട ഉമ്മക്ക്, ആ കല്യാണത്തിന്റെ സമയമായിട്ട് കല്യാണം നടക്കാത്ത പെൺകുട്ടിക്ക്? ഞാൻ അതാ പറഞ്ഞു, പ്രിയമുള്ള യൂത്ത് ലീഗുകാരെ, ഈ പാർട്ടി നിൽക്കുമ്പോൾ ഓരോ സെക്കൻഡും നമുക്ക് അഭിമാനം തോന്നണം. നമ്മുടെ പാർട്ടി എടുത്തൊരു നിലപാടിന്ന് ബാക്കിക്ക് നമുക്ക് പോകേണ്ടി വന്നിട്ടില്ല. നമ്മുടെ പാർട്ടി ഏതെങ്കിലും ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ആ യത്തീമായ മകൻ ഉണ്ടാവും, ആ രക്ഷിതാവിന്, നമുക്ക് വലിയ ഒരു ജാള്യ തോന്നും. ഞാൻ വല്ലാത്തൊരു അക്രമത്തിലാണല്ലോ കൂടി നിൽക്കുന്നത്. അഭിമാനത്തോടൊന്നും കൂടി നമുക്ക് പറയാം, നമ്മുടെ പാർട്ടി ഒരാളുടെ മേലും കടാര ഉപയോഗിച്ചിട്ട് ഒരു കുഞ്ഞും യത്തീമാക്കിയിട്ടില്ല മുസ്ലിം ലീഗ്. ഒരു സ്ത്രീയെയും മുസ്ലിം ലീഗ് വിധവയാക്കിയിട്ടില്ല. ഒരു കുടുംബത്തിനെയും മുസ്ലിം ലീഗ് അനാഥാക്കിയിട്ടില്ല. ഒരു വീട് മുസ്ലിം ലീഗ് തകർത്തിട്ടില്ല. വിധവകൾക്ക് സഹായം നൽകുന്നു മുസ്ലിം ലീഗ്. വീടില്ലാത്തവന് വീടുണ്ടാക്കുന്നു മുസ്ലിം ലീഗ്. പ്രയാസപ്പെടുന്നവന് അത്താണിയാവുന്നു. അഭിമാനം ഉണ്ടാവണം. ഈ പാർട്ടിയുടെ കൊടി ഏതാളുകൾക്കിടയിലും അഭിമാനത്തോട് പിടിക്കാൻ ഓരോ യൂത്ത് ലീഗുകാരനും ഓരോ MSF കാരനും ഊർജം കിട്ടണം. നമ്മുടെ പാർട്ടി കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ സൂക്ഷിക്കണം. നഷ്ടപ്പെട്ടു പോയിടത്തൊന്നും തിരിച്ചു വന്നിട്ടില്ല. ബംഗാൾ സിദ്ധാർത്ഥ ശങ്കർ റൈ മന്ത്രിസഭയിൽ, ഉസ്മാൻ സാഹിബൊക്കെ മന്ത്രിസഭയിലുണ്ട്. ഇന്നെന്താ ബംഗാളിന്റെ സ്ഥിതി? ലീഗ് എന്താന്ന് പറഞ്ഞാൽ അറിയോ? ബംഗാളികൾക്ക് അങ്ങോട്ട് പോയില്ലേ? 25 ലക്ഷം ബംഗാളി മുസ്ലിങ്ങൾ മന്യ സംസ്ഥാനങ്ങളിൽ തൊഴിൽ തേടി നടക്കുകയാണ്. മഹാരാഷ്ട്രയിൽ ബോംബെയുടെ ഡെപ്യൂട്ടി മേയറായ പാർട്ടി, നമ്മളുടെ ഒരു സങ്കടം, ലീഗ് പോയിട്ട് വേറെ പാർട്ടി വന്ന പ്രശ്നമില്ലായിരുന്നു, എന്നാൽ അവരുണ്ട് എന്നെങ്കിലും കരുതായിരുന്നു. ലീഗ് പോയി മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ BJP ജയിച്ചത്, ഇതിലും വലിയ സങ്കടം ഉണ്ടോ? ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്നെ നമ്മുടെ ഡോക്ടർ ഹർഷവർദ്ധൻ ആരോഗ്യമന്ത്രി ജയിക്കുന്ന ഇവിടുന്ന ചാന്ദിനി ചൗക്ക് നിന്ന്. ഈ ചാന്ദിനി ചൗക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അറിയാം, ഡൽഹിയിൽ നിന്ന് ഉറക്കനെ പള്ളിന്റെ മുകളിൽ നിന്ന് മിമ്പറിന്ന് മുകളിൽ നിന്ന് ഉറക്കനെ ഉച്ചത്തിൽ ആർത്താ കേൾക്കുന്ന സ്ഥലം. ഇമാമ് പറഞ്ഞ ഇന്ത്യ മുഴുവൻ കേൾക്കണം എന്നുള്ളത്. ഇന്ത്യ മുഴുവൻ കേൾക്കേണ്ട, ആദ്യത്തെ അതിന്റെ റേഡിയേഷൻ കിട്ടേണ്ട സ്ഥലമാണ്, അയാൾ വിളിച്ചു പറഞ്ഞാൽ കേൾക്കേണ്ട സ്ഥലമാണ് ഈ ചാന്ദിനി ചൗക്ക്. കപിൽ സിബൽ ദയനീയമായി തോറ്റ് ഹർഷവർദ്ധൻ വിജയിച്ചു വരുന്ന അത്യാവശ്യം 30% മുസ്ലിം പോപ്പുലേഷനുള്ള മണ്ഡലത്തിലാണ്. തകർന്നിടത്തൊന്നും തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. ബംഗാളിൽ, മഹാരാഷ്ട്രയിൽ, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഒരു മണ്ണിൽ മാത്രമാണ്, ചെറിയൊരു തുരുത്തിൽ മാത്രമാണ് ഈ പാർട്ടി ഇതുപോലെ നിലനിൽക്കുന്നത്. ഇത് കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗമായി, നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി, നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമായി ഈ പാർട്ടിയെ സ്നേഹിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറിത്തീരണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പോയെങ്കിൽ ഇനി ദീർഘിപ്പിക്കുന്നത് ശരിയല്ല എന്നറിയാം. അള്ളാഹു നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനമെല്ലാം അവന്റെ സ്വീകരിക്കപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. ഒരു ഉപഹാര സമർപ്പണത്തോടുകൂടി നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാം. MBBS പഠനം പൂർത്തിയാക്കിയ നമ്മുടെ നാട്ടുകാരൻ ഡോക്ടർ പുനീത് മേഖല മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സമ്മാനിക്കുന്ന ഉപഹാരം നൽകുന്നത് നമ്മുടെ മുഖ്യാതിഥി ശ്രീ മുജീബ് കാടേരി അവர்களാണ്. മുജീബ് കാടേരിയും അത് ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയിട്ടുള്ള ഡോക്ടർ ഇപ്പുണ്യ റഫായത്തിനെയും ക്ഷണിക്കുകയാണ്. ഇനി ദീർഘിപ്പിക്കുന്നില്ല, സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും വിട്ടുപോകണം. നന്ദി പ്രകാശനമാണ്. ധാരാളം നേതാക്കന്മാരുണ്ട്. നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉണ്ട്, പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ശ്രീ ബാവയുണ്ട്, അതുപോലെ മുസ്ലിം ലീഗിന്റെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരൊക്കെ ധാരാളം നേതാക്കന്മാരുണ്ട്. പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ശ്രീ OP ലത്തീഫൊക്കെ ഉണ്ട്. പക്ഷെ സമയം വൈകിയതിനാൽ നന്ദി പ്രകാശനത്തിന് വേണ്ടി മേഖലാ മുസ്ലിം ലീഗിന്റെ ട്രഷറർ ശ്രീ അൻവറിനെ സാരാംശിച്ചോളൂ. നന്ദി പ്രകാശത്തിന് മുമ്പായിട്ട് അടുത്ത ഈ വരുന്ന 4-ാം തീയതി മേഖലാ ലീഗിന്റെ ഒരു കൺവെൻഷൻ പള്ളിയാളി ബാവയുടെ വീട്ടിൽ നടക്കുന്നുണ്ട്. എല്ലാവരും നിർബന്ധമായിട്ട് എത്തിച്ചേരണമെന്ന് അറിയിക്കുകയാണ്. മൈലാടിയിൽ വെച്ചിട്ടാണ്.
ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കാമോ? കേൾക്കാമോ? വളരെ നല്ലൊരു പ്രസംഗമായിരുന്നു. നല്ലൊരു ക്ലാസ്, പ്രസംഗം എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ എന്നെ ആദ്യം പരിചയപ്പെടുത്താൻ സെയ്തലവി മലപ്പുറം ജില്ലയിലെ AR നഗറിൽ കൊളപ്പുറം എന്ന സ്ഥലത്ത് നിന്നാണ്. നല്ലൊരു പ്രസംഗം കേട്ട, നല്ല സമയം പോയത് അറിഞ്ഞില്ല. ഇതുപോലുള്ള ലൈവ് ടീമിനെ പ്രയോഗിക്കുന്നു. പിന്നെ മൈക്ക് അധികം രണ്ടാമത്തെ പ്രാവശ്യമായിട്ടാണ് ക്ലാസ്സിൽ തന്നെ രണ്ടാമത്തെ പ്രാവശ്യമായിട്ടാണ് മൈക്ക് എടുക്കുന്നത്. അപ്പോ സംസാരിക്കാൻ അതിന്റെ ഒരു ഇതുണ്ടാവും, ക്ഷമിക്കണം. എന്താ പറയാ, കൂടുതലൊന്നും സംസാരിക്കാൻ ഞാൻ പരിചയപ്പെടുത്താനും വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. വേറെ രണ്ടുപേരുണ്ടല്ലോ മൈക്ക് വേണ്ടി പറയുന്ന. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാമോ? കേൾക്കാല്ലേ? ഓക്കെ. എന്താ, ഞാൻ അങ്ങനെ വെറുതെ ആരും പോയി വന്നപ്പോഴേ ആരും ഇല്ലാതായപ്പോ ഞാൻ കരുതി എനിക്ക് കേൾക്കാത്ത പ്രശ്നമാണ്. അങ്ങനെ എല്ലാവരും ഉണ്ടല്ലേ? ഏതായാലും നല്ലൊരു ലൈവ് ആയിരുന്നു കേട്ടോ. ലൈവ് തന്നെ നമ്മുടെ ആരാണ്, കുഞ്ഞാപ്പു, അദ്ദേഹത്തിന് ആശംസകൾ നേരെയാണ്. വളരെ കൃത്യതയോടെ നല്ല ശബ്ദത്തോടെ നമുക്ക് എത്തിച്ചേർന്നു. പതിവ് കഴിഞ്ഞു. പ്രസംഗത്തിൽ നിന്ന് മാറി കാടേരി ഒരു ക്ലാസിന്റെ രൂപത്തിൽ നമ്മളൊക്കെ വെച്ച് പുലർത്തുന്ന രാഷ്ട്രീയത്തിന്റെ അതിന്റെ പ്രഭയെക്കുറിച്ചും എന്താവണം എന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായ നല്ലൊരു ക്ലാസ്.
അല്പനേരം നമുക്ക് ശ്രവിക്കാൻ കഴിഞ്ഞു. അവസാനം നിമിഷത്തിൽ എനിക്ക് കഴിഞ്ഞില്ല. എന്തായാലും നമ്മുടെ ജബ്ബാർക്ക മൈക്ക് വന്നെന്താ ഒച്ച സീരിയോമിക്സ് എന്താണെന്ന് അറിയില്ല, ശബ്ദം കേട്ടില്ല ജബ്ബാർക്കാന്. അതിലിടയ്ക്ക് ഒരു എയർ നഗരം വന്നു. അയാൾ പോയ അവിടെ ഉണ്ട് തോന്നുന്നല്ലേ. AYBTKD അബ്ദുറഹീമൊക്കെ അവിടെ ഉണ്ടല്ലോ, റഹീമൊക്കെ ഉണ്ടല്ലേ? ആ ഉണ്ടല്ലേ. ജബ്ബാർ സാഹിബ് എന്താ പറ്റി? ഇങ്ങനെ മൈക്ക് എടുത്തിട്ട് ശബ്ദം കേട്ടില്ലല്ലോ. ആ അയ്യൂബ് തക്കുംപാട്, ഏതായാലും സ്വാഗതം അയ്യൂബ്. ശബ്ദത്തിന് കുറവുണ്ടായിരുന്നു അല്ലേ? ആ ശബ്ദമൊക്കെ ശരിയാക്കി വരും. നാടൊക്കെ നന്നായതല്ലേ? ഞാൻ ഇപ്പൊ എയർപോർട്ട് പോകുമ്പോ നിങ്ങളെ റോഡൊക്കെ സുന്ദരമായിക്കണല്ലോ. നിങ്ങളെ എയർപോർട്ട് റോഡൊക്കെ എയർ നഗറിലൂടെയല്ല കണ്ണാടി പോലെ തിളങ്ങണല്ലോ. പഴയ കാലത്ത് അങ്ങനെയല്ലായിരുന്നില്ല. ഒരു 3/4 മണിക്കൂർ വേണ്ടി ഞാൻ കുളപ്പുറത്ത് അങ്ങോട്ട് എത്താൻ. ഇപ്പൊ 10-15 മിനിറ്റ് മതി. ശരിയല്ലേ? ഏതായാലും ശബ്ദം കേൾക്കാൻ കഴിഞ്ഞ സന്തോഷം. മൈക്കൊക്കെ ശരിയാക്കി വരും. ജബ്ബാർ സാഹിബ് കൈവെക്കൂ. ഹലോ, അല്ലാഹുദേയ ആരാധ്യനേ ചൊല്ലിടം ഞാൻ നിന്നു. ഓക്കെ, അബ്ദുറഹീം അവിടെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? മൈക്ക് ഞാൻ റിലീസ് ചെയ്യണേ, പുറത്തു പോകണം. മൈക്കാരങ്ങ് എടുത്തോളൂ. ഓക്കെ സാറേ.